ഹലോ 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 ഗുഡ് ഈവനിങ് ഹലോ മക്കളെ. യെസ്, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടോ? മിസ്സിൻ്റെ സൗണ്ട് എല്ലാം കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. എല്ലാം സെറ്റ് ആണെങ്കിൽ വേഗം ഒന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞേ. ഹലോ ശ്യാം, ശിവരാജ്, കുറേ പേരുകളൊക്കെ ഇവിടെ വരുന്നുണ്ടല്ലോ. യെസ്, വേഗം എന്ത് ചെയ്യാം മക്കളെ, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരെയും ഒന്ന് കൂട്ടിയിട്ട് ലൈവിലേക്ക് വരാം. യെസ്, റെഡി. എവിടെ പോയി? വരൂ. ഒരുപാട് നാളായി നമ്മൾ CBSE കണ്ടിട്ട് കുറച്ചായി. ഗുഡ് ഈവനിങ്. സോ നമുക്ക് അടിപൊളിയായിട്ട് ഇന്നെല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രം സെറ്റ് ആക്കാം അല്ലേ. അതുപോലെ ഇവിടെ ഓഫറിന്റെ കാര്യം പറഞ്ഞില്ലേ? തുടങ്ങിയിട്ടുള്ളൂ അല്ലേ. ഇന്ന് കുറെ സർപ്രൈസുകളൊക്കെ ഉണ്ട്. സാധാരണ നിങ്ങളെ CBSE 10 ജോയിൻ ചെയ്യും, നമ്മുടെ ബാച്ച് ഉണ്ട്, ലക്ഷ്യ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനാണ് പറയാറ്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൂടി പറയാനുള്ളത് നെക്സ്റ്റ് ഇയർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ +1ലേക്ക് എന്തായാലും ആവും. +1 നമ്മുടെ എക്സാമിനറിന്റെ കൂടെ ചേർന്ന് പഠിക്കാനായിട്ട് സയൻസ് ആണെങ്കിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങളുടെ ഈ ഒരു ലക്ഷ്യ ബാച്ച് ഫ്രീ ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സോ കുറച്ച് ദിവസം കൊണ്ടേ ഉള്ളൂ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. ഫോർമുല മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ഇന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല ജസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചാപ്റ്ററിന്റെ എക്സാമിന് ഒരു 5 ദിവസമൊക്കെ ഉണ്ട് തോന്നുന്നു അല്ലേ. നമ്മളപ്പോ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ പഠിപ്പിച്ച് സെറ്റ് ആക്കി തരാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇന്നിപ്പോ ഏകദേശം ഒരു ഐഡിയ ആക്കി വെക്കുക. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട, ഇതോടെ കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻസും എല്ലാ കാര്യങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം. എത്ര പേരൊന്നും പോരാ, നമ്മുടെ CBSE പവർ ഇത്രയൊന്നല്ല. സോ അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, അത് മാത്രല്ല വേറൊരാള്, അയ്യോ രണ്ടുപേര് മാത്രമല്ല, ഒരാൾ കൂടി ഉണ്ടാവും. കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യമായിട്ടാവും കാണുന്നുണ്ടാവുക. സോ കിങ് ആണ് മാത്സിന്റെ കിങ് ആണ്, വരാൻ പോവാണ്. അതെ, ഞങ്ങൾ 3 പേരും കൂടിയിട്ടാവും മക്കൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരുന്നുണ്ടാവും. അപ്പൊ അടിപൊളിയായിട്ട് സെറ്റ് ആക്കാം. ഓക്കെ, റെഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ മെസ്സ് ഇതാ തുടങ്ങാൻ പോവുകയാണ്. റെഡി. അപ്പൊ നമ്മളിതാ ബാച്ചിന്റെ കാര്യം ഒന്നും മറന്നു പോകണ്ട. നിങ്ങളിപ്പോ സയൻസ് ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഫീസ് വരുന്നത് 4990 ആണ്. ഇനി ജ്വാല കൊമേഴ്സ് ബാച്ച് ഉണ്ട്. അതേപോലെ നീറ്റ് നിങ്ങൾക്ക് ഇനി +1 +2ന്റെ കൂടെ നിങ്ങൾക്ക് നീറ്റോ അല്ലെങ്കിൽ JEE ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ ഇപ്പോഴേ നിങ്ങൾക്ക് അതിനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു അവസരമാണ്. +1 +2ന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് ഇതാ പൃഥ്വി ബാച്ചും JEEക്ക് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് യോധ ബാച്ചൊക്കെ ഉണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അതേപോലെ PDF നോട്ടും കംപ്ലീറ്റ് റെക്കോർഡഡ് സിലബസും വർക്ക്ഷീറ്റും മോഡൽ എക്സാംസും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ അവൈലബിൾ ആണ്. നമ്മുടെ റിസൾട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ +1-ലായാലും +2-ലായാലും ഫുൾ മാർക്ക് വാങ്ങിയിട്ടുള്ള ആളുകളുടെ എണ്ണമൊക്കെ ഒരുപാട് കൂടുതലാണ്. അതേപോലെ 10th ഒക്കെ മാർക്സ് നമുക്ക് അത്രത്തോളം നല്ല റിസൾട്ടുകൾ നേടിത്തന്ന ഒരുപാട് കുട്ടികളുണ്ട് ഈ ഒരു ബാച്ചിൽ പഠിച്ചിറങ്ങിയിട്ടുള്ളത്. അപ്പോൾ വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാവുന്നതാണ്, ഈ ഒരു ബാച്ചിൽ പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും നഷ്ടമാവില്ല. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് മക്കളെ കാത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു CBSEയുടെ ഈ ഒരു 10th ബാച്ച് എന്തായിരിക്കും, ഫ്രീ ആയിരിക്കും. ഓക്കെ, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, കാരണം നമ്മൾ ഫുൾ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഇല്ലേ, ആദ്യമേ ഒരുപാട് സാധനങ്ങൾ ഇന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ അയ്യോ അമ്മേ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് പോകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ പേടിപ്പിക്കൂല, നമ്മൾ ചെറിയ സാമ്പിൾ സാധനമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ മിസ്സിന് തന്നെ മിസ് ഇപ്പോൾ ഏകദേശം 5 ചാപ്റ്റർ എടുക്കാൻ പോവുകയാണ്. ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി, സം ആപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി, പിന്നെ സർക്കിൾസ്, ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ്, പ്രോബബിലിറ്റി. ഈ 5 ചാപ്റ്റർ മിസ് ഇപ്പോൾ പെട്ടെന്ന് ചടപടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് അങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകും. അതിനുശേഷം അബേസ് സാറ് വരും, പിന്നെ ഒരാളും കൂടി വരും. ഓക്കെ, യെസ്, അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ലൈവ് കണ്ടതുകൊണ്ട് നിങ്ങൾ അയ്യോ എന്താ പറയുക ഇത് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള മാത്സിൻ്റെ ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ അരച്ച് കലക്കി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്ത് ചെയ്യുക, ഇന്നിപ്പോൾ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ കണ്ടു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ ഇന്നത്തെ നോട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. ആ നോട്ട്സ് നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല ഏതാണെന്നൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ലൈവ് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ആ ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും സെറ്റാണ്, റെഡി ആണെങ്കിൽ എന്ത് ചെയ്തോളാം. മിസ്സിനെ ആർക്കെങ്കിലും പരിചയമില്ലാത്തതുണ്ടെങ്കിൽ എന്നെ ഞാൻ ഒന്നും കൂടെ പരിചയപ്പെടുത്താം. ചിലപ്പോൾ കുറച്ച് പുതിയ ആളുകളൊക്കെ ചിലപ്പോൾ ഇവിടെ വരാൻ സാധ്യതയുണ്ടാവും. അപ്പോൾ എൻ്റെ പേര് വർഷ എന്നാണ്. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒട്ടും സമയം കളയണ്ട, സ്റ്റാർട്ട് ചെയ്യാം. റെഡി? അപ്പോൾ എല്ലാവരും സെറ്റ് ആണെങ്കിൽ വേഗം ചാറ്റ് ബോക്സിൽ കുറേ ഫയർ ഇമോജി ഒക്കെ വരട്ടെ. എങ്കിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ട്രിഗ്നോമെട്രി. ഓക്കെ, യെസ്, സെറ്റ്. റെഡി
അപ്പോൾ നിങ്ങളുടെ യൂസർ ഐ ഡി ഒക്കെ ആയതുകൊണ്ടാണ് വിളിക്കാൻ ഒരു ഇത്. നിങ്ങളെ പേരൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് പേരൊക്കെ വിളിക്കാം കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ നിങ്ങൾ ആൻസറൊക്കെ പറയുന്ന സമയത്ത് പെട്ടെന്ന് പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. പിന്നെ അതേപോലെ ട്രിഗണോമെട്രിയിൽ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് കുറച്ച് എടാ ഞാൻ എത്ര ടോപ്പാ, എനിക്ക് വയ്യ. ഓക്കെ, അപ്പോൾ നോക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ എന്താണ് ട്രിഗണോമെട്രി എന്നുള്ള ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇനി അടുത്ത സമയം ഞാൻ അങ്ങനെ പറയുന്നില്ല കേട്ടോ മക്കളെ, ഇപ്പോൾ ഏകദേശം എത്ര സമയം എടുക്കും എന്നുള്ള കാര്യം നമുക്കങ്ങനെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നോക്കാം നമുക്ക്. ഓക്കെ, ഇന്ന് അധികം ഡ്യൂറേഷൻ ഉണ്ടാകുന്നല്ലോ, ഓരോ ചാപ്റ്ററിന് അധികം ഡ്യൂറേഷൻ ഉണ്ടാകുന്നില്ല, കുറച്ച് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഓക്കെ, യെസ്, ഇൻട്രൊഡക്ഷൻ. പിന്നെ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്താണ്, ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ്, ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ്, ഇതൊക്കെയാണ് കേട്ടോ. ഇതിലൊക്കെ ഈ ഐഡന്റിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന കുറേ പ്രൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഒന്നും ഇന്ന് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസമൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ പോകുന്നതായിരിക്കും കേട്ടോ. ഇന്നിപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ഓവറോൾ ഒരു ഐഡിയ തരികയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ മക്കളെ, നമുക്ക് അവിടെ എത്ര റേഷ്യോസ് പഠിക്കാനുണ്ട്? മെയിനായിട്ട് നമുക്ക് 6 റേഷ്യോസ് ആണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ പഠിക്കുന്നത്. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അതും റൈറ്റ് ട്രയാങ്കിളിൻ്റെ. ഇതിൻ്റെ ആംഗിൾസും സൈഡ്സൊക്കെ തമ്മിലുള്ള റിലേഷനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് ട്രിഗണോമെട്രി. മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ട്രിഗണോമെട്രി. നമ്മുടെ 6 റേഷ്യോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സൈനും കോസും ടാനും ഇതൊക്കെ നമുക്ക് ഓരോന്നിനും ഓരോ ഫോർമുല പഠിക്കാനുണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ആംഗിൾ, ഇതാണ് നമ്മുടെ ആംഗിൾ തീറ്റ എങ്കിൽ തീറ്റേൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ്. ഇനി ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡാണ് എന്ത് മക്കളെ, ഹൈപ്പോട്ടന്യൂസ്. ഇനി അതേപോലെ ഈ തീറ്റേൻ്റെ തൊട്ടടുത്തുള്ള സൈഡ് നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ ഈ ആംഗിളിനെ വെച്ചിട്ട് ആംഗിൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഫോർമുല അതിനനുസരിച്ച് സൈഡ് മാറുന്നതിനനുസരിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ തീറ്റ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ തീറ്റ ഇപ്പോൾ ഇവിടെയാണെങ്കിൽ, തീറ്റ എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ തീറ്റ. കോസ് തീറ്റേൻ്റെ ഫോർമുല എന്തായിരുന്നു, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ തീറ്റേൻ്റെ ഫോർമുല ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ തീറ്റയ്ക്ക് മറ്റൊരു ഫോർമുല കൂടി ഉണ്ട്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഓക്കെ, ഇനി ഈ ബാക്കിയുള്ള 3 പേര്, ഇപ്പോൾ ഇത്ര 3 പഠിച്ചാൽ തന്നെ ബാക്കിയുള്ള നിങ്ങൾക്ക് കിട്ടി. ഈ ബാക്കിയുള്ള 3 പേര് എന്ന് പറയുന്നത് ഇവരുടെ റെസിപ്രോക്കലാണ്. അതായത് കൊസീക്ക് എന്ന് പറയുന്നത് സൈനിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ കൊസീക്കിന് നമുക്ക് വേണമെങ്കിൽ 1/sin തീറ്റ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റേൻ്റെ ഫോർമുല ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ നേരെ തലതിരിക്കുക, ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇനി സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ ആരുടെ റെസിപ്രോക്കലാണ്, നമ്മുടെ കോസിൻ്റെ. ഓക്കെ, അപ്പോൾ 1/cos തീറ്റയാണ് സീക്ക് തീറ്റ. അപ്പോൾ സീക്ക് തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഫോർമുല ഒന്നിങ്ങനെ റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓക്കെ, സോഷ്യൽ ക്ലാസ് ഉണ്ടാവുക, എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി ബേസിസിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാവും കേട്ടോ. ടൈം ടേബിളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ചാനലിലൊന്ന് കയറി നോക്കുക, കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടി. ആരെങ്കിലും സബ്സ്ക്രൈബ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് വെച്ചോളുക. നമുക്കിനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ തരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് എന്തൊക്കെയാണ് ക്ലാസ്സുകൾ ഉള്ളതെന്നുള്ള ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചാനലിൽ തന്നെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, എനിക്ക് ചൂടെടുക്കുന്നുണ്ട്, ഞാനൊന്ന് AC ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഒറ്റ മിനിറ്റ്. എക്സാം ആവാറായി അല്ലേ? യെസ്, തന്നാനങ്ങാത്ത മാറുന്നുണ്ടല്ലോ. ഒറ്റ മിനിറ്റ് മക്കളെ. യെസ്, അപ്പോൾ എക്സാം ഒക്കെ ആവാറായി. വളരെ സീരിയസ് ആയിട്ട് പഠിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ ഇഷ്ടമുള്ള സ്കൂളിലൊക്കെ അഡ്മിഷൻ നേടാൻ വേണ്ടി പറ്റും. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്തത് സീക്ക് കഴിഞ്ഞു. ഇനി കോട്ട് എന്ന് പറയുന്നത് ആരുടെ റെസിപ്രോക്കലാണ് മക്കളെ, ടാനിൻ്റെ റെസിപ്രോക്കലാണ്. 1/tan തീറ്റയാണ് കോട്ട് തീറ്റ. ഇനി ടാനിന് വേറൊരു ഫോർമുല ഞാൻ ഇവിടെ പഠിപ്പിച്ചു, സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പോൾ നേരെ അതിൻ്റെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞൊരു ഫോർമുല ആർക്കുണ്ട് ഇവിടെ, കോട്ടിനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ട്രിഗണോമെട്രിക് റേഷ്യോസ്. ഓക്കെ, അതിനെ വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ജസ്റ്റ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞിട്ട് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 3/4. അപ്പോൾ കോസയും ടാനയും കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്തോളാം, ഒരു റൈറ്റ് ട്രയാങ്കിൾ അങ്ങോട്ട് വരച്ചോളാം. ഓക്കെ, റൈറ്റ് ട്രയാങ്കിൾ വരച്ചോളാം. വേണമെങ്കിൽ പേരൊക്കെ കൊടുക്കാം, ഇനിയിപ്പോൾ ABC എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ സൈൻ എ എന്ന് പറയുന്നത് 3/4 ആണ്. ഈ 3/4 എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. ആ സൈഡിൻ്റെ ലെങ്ത് ആകണം എന്നില്ല, ചിലപ്പോൾ ആകാം ആകാതിരിക്കാം. ഇതൊരു റേഷ്യോ ആണ്. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു മക്കളെ, സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് 3/4 എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊരു റേഷ്യോ ആണ്.
സോ നമ്മൾ എന്ത് ചെയ്യണം, സൈനിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ഇവിടെ 3 വരും, ഹൈപ്പോട്ട്ന്യൂസ് 4. അപ്പോൾ ഇതൊരു റേഷ്യോ ആയതുകൊണ്ട് ജസ്റ്റ് ഒരു കെ കൂടി ഇട്ട് കൊടുത്തോളാം, ഒരു കോൺസ്റ്റന്റ് കൂടി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, കോസ് എയും ടാൻ എയും കണ്ടുപിടിക്കണം. അതിന് ഈ ഒരു ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈഡ് കണ്ടുപിടിച്ചൂടെ, പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. ഓക്കെ, പൈതഗോറസ് തിയറം എന്തായിരുന്നു, പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എ സി സ്ക്വയർ ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ എ സി എത്രയാണ്, 4Kയുടെ സ്ക്വയർ ആണ്. ദെൻ എ ബി എത്രയാണ് മക്കളെ, എ ബി എന്ന് പറയുന്നത് അറിയില്ല, ബി സി സ്ക്വയർ 3K സ്ക്വയർ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള എ ബി സ്ക്വയർ ആണ്. അതവിടെ വെച്ചിട്ട് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ, അതായത് എ ബി സ്ക്വയർ അവിടെ വെച്ചു, 4K സ്ക്വയറിൻ്റെ അടുത്തേക്ക് ഇതിങ്ങോട്ട് വരുമ്പോൾ 3K ഹോൾ സ്ക്വയർ മൈനസ് ആകും. എന്താ ആൻസർ കിട്ടും, 4ൻ്റെ Kൻ്റെ ഒക്കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്, വേഗം ഒന്ന് ആൻസർ പറഞ്ഞിട്ട്. 5 അല്ല കേട്ടോ, 5 ആവില്ല, അത് 5 ആവുന്ന കേസ് ഞാൻ പറഞ്ഞുതരാം. 4ൻ്റെ സ്ക്വയർ 16K സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9K സ്ക്വയർ. ഓക്കെ, കിട്ടുന്നുണ്ടോ? ഇനി 16 9 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും മക്കളെ, 7 കിട്ടും, 7K സ്ക്വയർ. ഓക്കെ, 7K സ്ക്വയർ. ഓക്കെ ആണോ? ഇതെന്ന് പറയുന്നത് എ ബി സ്ക്വയർ ആണ് എങ്കിൽ എ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും മക്കളെ, നമ്മുടെ റൂട്ട് എടുക്കുമ്പോൾ √7, K സ്ക്വയറിന് റൂട്ട് എടുക്കുമ്പോൾ K എന്നാകും. അപ്പോൾ √7K ആണ്. കിട്ടിയോ? √7 കിട്ടിയോ? ആൻസർക്ക് ഒന്ന് പെട്ടെന്ന് ചെയ്യാം കേട്ടോ. 5 ആവുന്നത് എപ്പോഴറിയോ, 5 ആവുന്നത് നമ്മളിതാ, നിങ്ങൾ 3ഉം 4ഉം കണ്ട ഉടനെ 5 എന്ന് പറയരുത്. ഓക്കെ, 3ഉം 4ഉം കണ്ട ഉടനെ 5 എന്ന് പറയരുത്. 5 വരെ എപ്പോഴും എവിടെയായിരിക്കും അറിയോ, ഹൈപ്പോട്ട്ന്യൂസിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 ആകുമ്പോൾ ഇവിടെ 4, ഇല്ലെങ്കിൽ ഇവിടെ 4 ആകുമ്പോൾ ഇവിടെ 3. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതല്ലാതെ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക്, അതായത് ഇവിടെ ഇപ്പോൾ 3 തന്നു, ഇവിടെ 3 വരില്ല, അത് വേറെ കാര്യം. ഇപ്പോൾ ഇവിടെ 3, ഇപ്പോൾ എവിടെയാണ് 3 കൊടുക്കുക, യെസ്, ഇവിടെ 4 വന്നു, ഇവിടെ 3 വന്നു, ഉടനെ ഇവിടെ 5 വരില്ല, അത് തെറ്റാണ്. കാരണം ഹൈപ്പോട്ട്ന്യൂസ് ആണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള സൈഡ്, അപ്പോൾ അവിടെയാണ് ഏറ്റവും വലിയ നമ്പർ വരിക, അപ്പോൾ അവിടെ 5 വരില്ല കേട്ടോ. യെസ്, അപ്പോൾ ഒന്നെങ്കിൽ 3 ഇവിടെ, 4 ഇവിടെ, 5. ഇത് 3 നിങ്ങളിങ്ങനെ ആലോചിക്കുക. അതായത് 5 ഇവിടെ കോൺസ്റ്റന്റ്, 4ഉം 3 അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അല്ലാതെ ഇപ്പോൾ തൊട്ട് മുമ്പത്തെ പോലെ 3ഉം 4ഉം ഇവിടെ തന്നാൽ ഇവിടെ 5 വരില്ല. അത് നിങ്ങൾ പൈതഗോറസ് തിയറം തന്നെ അപ്ലൈ ചെയ്യണം കേട്ടോ. യെസ്, ഓക്കെ, അങ്ങനെ √7K കിട്ടി എങ്കിൽ നമുക്ക് നമ്മുടെ കോസും ടാനും കണ്ടുപിടിക്കാം. കോസ് എ എന്ന് പറയുന്നത്, കോസ് എന്തായിരുന്നു മക്കളെ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, √7K കിട്ടി. അപ്പോൾ √7K ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4K ആണ്. സോ 4K നമുക്കിതാ ഇത് കട്ട് ചെയ്യാം, ഇത് രണ്ടും കട്ട് ചെയ്യുക, സോറി K കട്ട് ചെയ്യുക, Kയും Kയും കട്ട് ചെയ്യുമ്പോൾ √7/4 എന്ന് കിട്ടി കോസ്. ഇനി ടാനോ, ടാനിൻ്റെ ഫോർമുല എന്തായിരുന്നു, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, എയുടെ ഓപ്പോസിറ്റ് സൈഡ്, എയുടെ ഓപ്പോസിറ്റ് സൈഡ് 3K ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ √7K ആണ്. ഓക്കെ, 3K ഡിവൈഡഡ് ബൈ √7K. അങ്ങനെയാണെങ്കിൽ ഇതാ Kയും Kയും വെട്ടിപ്പോയി, 3/√7 ആണ് നമ്മുടെ ടാൻ എ. കിട്ടിയോ മക്കളെ? ഓക്കെ അല്ലേ? √7 ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, അത് സാരില്ല, നിങ്ങൾക്കിത് കിട്ടുമെന്ന് എനിക്കറിയാം. ഓക്കെ, റെഡി, ക്ലിയർ അല്ലേ? അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉപയോഗിച്ചിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് മെയിനായിട്ട് ഇവിടെ പഠിക്കാനുള്ളത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ്. ഓക്കെ, അതിൽ മെയിനായിട്ട് 0 തൊട്ടിട്ട് എവിടം വരെ, നമ്മുടെ 90 ഡിഗ്രി വരെ, 0, 30, 45, 60, 90 ഡിഗ്രി, ഇതാണ് നമ്മുടെ സ്പെസിഫിക് ആംഗിൾസ്. ഈ ആംഗിൾസിൻ്റെ ഈ പറഞ്ഞ റേഷ്യോസ്, ഈ വാല്യൂസ് നമുക്ക് അറിയണം. ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട, ഇതിനൊക്കെ നമ്മൾ ഓരോ എളുപ്പവഴികളൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. എത്ര പേർക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യുക, 0, 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് എഴുതുക. 0, 1, 2, 3, 4 എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം, 4 വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. 4 വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്, 0, 1, 2, 3, 4 എഴുതുക, കംപ്ലീറ്റ് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, ദെൻ സ്ക്വയർ റൂട്ട് എടുക്കുക. ഓക്കെ, ഇനി 0/4 0 ആണ്, റൂട്ട് എടുക്കുമ്പോൾ 0. 1/4 റൂട്ട് എടുക്കുമ്പോൾ 1ൻ്റെ റൂട്ട് 1, 4ൻ്റെ റൂട്ട് 2 വഴി. 2/4 കട്ട് ചെയ്യുമ്പോൾ 1/2 എന്ന് വരും. 1/2 സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 1/√2 എന്ന് വരും. ഇനി ഇതാ ഇതിന് സ്ക്വയർ റൂട്ട് കൊടുക്കുമ്പോൾ √3, 4ൻ്റെ റൂട്ട് എടുക്കുമ്പോൾ 2, 4/4 1 ആണ്, റൂട്ട് എടുക്കുമ്പോൾ 1. ഈ കിട്ടിയത് ആരാണ് മക്കളെ, സൈൻ ആണ്. സൈൻ തീറ്റൻ്റെ വാല്യൂസ് ആണ്. സൈൻ 0, സൈൻ 30, സൈൻ 45, സൈൻ 60, സൈൻ 90. ഓക്കെ, യെസ്. ഇനി ഈ സാധനം വെച്ചിട്ട് കോസ് കിട്ടും. കോസ് തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ എഴുതിയ ആൾക്കാരെ നേരെ തിരിച്ചെഴുതുക. 1 ഇവിടെ എഴുതുക, √3/2, 1/√2,
1/2 0 എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായി കോസായി. ഇനി ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൈൻ ബൈ കോസ് അല്ലേ, അപ്പോൾ 0/1 0. ഇനി 1/2 ഡിവൈഡ് ബൈ √3/2 2ഉം 2ഉം കട്ടാവും 1/√3. ഇനി ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. 1/2 ഡിവൈഡ് ബൈ 1/2 1. √3/2 ഡിവൈഡ് ബൈ 1/2 2ഉം 2ഉം കട്ടാവും √3/1 √3 എന്ന് വരും. 1/0 ഡിനോമിനേറ്റർ 0 വന്നുകൊണ്ട് നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, ടാൻ കിട്ടിക്കഴിഞ്ഞാൽ കോട്ട് കിട്ടാൻ സുഖമാണ്. ആ എഴുതിയ കാര്യം നേരെ തിരിച്ചെഴുതാം. നോട്ട് ഡിഫൈൻഡ് √3 1 1/√3 0. ഓക്കെ, ഇനി അടുത്തത് ഞാനാ കൊസീക്ക്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ ഇതിങ്ങനെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. ഞാൻ ഇനി ഓരോന്ന് പറഞ്ഞു പോകുന്നില്ല. സീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, കോസിൻ്റെ റെസിപ്രോക്കൽ. ഓക്കെ, അപ്പോൾ ഇതാ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 0/1. അതേപോലെ തന്നെ നോട്ട് ഡിഫൈൻഡും സീക്കൊക്കെ കിട്ടും കേട്ടോ. ഓർഡർ ഞാൻ തിരിച്ചെഴുതുന്നുള്ളൂ. ലേറ്റ് ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. 7 മണിക്ക് നമ്മൾ തുടങ്ങി, ജസ്റ്റ് ഫോർമുല ജസ്റ്റ് പറഞ്ഞു പോയിരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇന്ന് എന്താടാ MCQ ഇന്ന് അധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഇന്ന് മെയിനായിട്ട് നമ്മൾ ഫോർമുല മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനിയുള്ള ദിവസങ്ങൾ മിസ് പറഞ്ഞല്ലോ, ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തായാലും ചെയ്യും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഇന്നിപ്പോൾ ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഐഡിയ തരിക, അത്രയാണ് ഇന്നത്തെ ഒരു ഉദ്ദേശം. കംപ്ലീറ്റ് ചാപ്റ്ററിൻ്റെ മെയിനായിട്ട് പഠിക്കേണ്ട ഫോർമുല. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇന്ന് അത്ര ടെൻഷൻ ആവുമെന്ന് വേണ്ട. അയ്യോ ഇത് പഠിച്ചില്ലല്ലോ അങ്ങനെയുള്ള അങ്ങനൊന്നും വിചാരിക്കേണ്ട. നമ്മൾ എന്തായാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഓക്കെ, ടെൻഷൻ ഒന്നും അടിക്കേണ്ട. യെസ്, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മളിതാ 10 മണി കഴിയില്ലെന്ന് വിചാരിക്കാം. ഓക്കെ, അത് ഞാൻ ഇറങ്ങുന്ന പോലെ ഉണ്ടാവും അടുത്ത ആൾക്ക് വരാൻ. ഓക്കെ, സയൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. എനിക്ക് എനർജി കുറയാൻ കാരണം എനിക്ക് ചെറിയൊരു സുഖമില്ലായ്മയുണ്ട്, അതിൻ്റെ ഒരു ഇതാ. ഓക്കെ, ചെറുതായിട്ടൊരു ഒരു തലകറക്കത്തിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു ക്ഷീണം, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. മോട്ടിവേഷൻ പിന്നെന്താ, അതൊക്കെ ഞാൻ തരും. ഓക്കെ, ഇതൊരു നിലയിൽ എത്തിച്ചിട്ട് ഞാൻ മോട്ടിവേഷനൊക്കെ തരാം. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ സൈൻ സ്ക്വയർ 60 ഡിഗ്രി പ്ലസ് 2 ടാൻ 45 ഡിഗ്രി മൈനസ് കോസ് സ്ക്വയർ 30. അപ്പോൾ അതിന് നമുക്ക് എന്തറിയണം, സൈൻ 60ൻ്റെ വാല്യൂ അറിയണം, അതേപോലെ ടാൻ 45ൻ്റെ വാല്യൂ അറിയണം, പിന്നെ ആരെ അറിയണം, കോസ് 30യുടെ വാല്യൂ അറിയണം. ഓക്കെ, അപ്പോൾ നോക്കിയോ, സൈൻ 60ൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ, √3/2 ആണ്. ടാൻ 45 1 ആണ്. കോസ് 30 എത്രയായിരുന്നു, നിങ്ങൾ ആലോചിക്കുക. സൈൻ 30 ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇത് മറന്നു. ഞാൻ സൈൻ 30 മാത്രമേ എനിക്കറിയുള്ളൂ. സൈൻ 30 1/2 ആണെന്നറിയാം. അപ്പോൾ കോസ് 30 എന്തായിരിക്കും, √3/2. അങ്ങനെയായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഈ വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. സൈൻ സ്ക്വയർ 60 എന്ന് പറയുമ്പോൾ √3/2ൻ്റെ സ്ക്വയർ പ്ലസ് 2 ടാൻ 45. അപ്പോൾ 2 ഇൻറ്റു ടാൻ 45ൻ്റെ വാല്യൂ 1 മൈനസ് കോസ് സ്ക്വയർ 30, അതായത് കോസ് 30ൻ്റെ സ്ക്വയർ ആണ്, അതായത് √3/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്കിതാ ഈ ടേമും കട്ടായി പോവും. 2 ഇൻറ്റു 1 2 എന്ന ആൻസർ കിട്ടും. ഓക്കെ, നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടിൽ ഏതാടാ, ഇതാണോ പറയേണ്ടത്? ഇതൊന്നുമില്ല, ഞാനിപ്പോൾ നമ്മൾ എഴുതിയ വാല്യൂ ഇല്ലേ, ആ വാല്യൂ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയെന്നേ ഉള്ളൂ. അത് നേരെ ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സൈൻ 60ൻ്റെ വാല്യൂ √3/2. അതായത് പറഞ്ഞുതരാം, എനിക്ക് ഈ സാധനം ഓർമ്മ ഉണ്ടാവില്ല. അപ്പം എനിക്ക് ആകെ അറിയാവുന്ന സൈൻ 30 മാത്രമായിരിക്കും. ബാക്കിയൊക്കെ പിന്നെ കണ്ടുപരിച്ചിട്ടുണ്ടാവും. ഈ സൈൻ 30യും സൈൻ 60യും ഈ സാധനങ്ങൾ മാറിപ്പോവും. അപ്പോൾ സൈൻ 30 1/2 ആണ് എങ്കിൽ സൈൻ 60 ഏതായിരിക്കും, √3/2. അപ്പോൾ കോസ് 30 എന്തായിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റാ, √3/2. അപ്പോൾ കോസ് 60 എന്തായിരിക്കും, 1/2. ഇതാണ് എപ്പോഴും മാറിപ്പോകുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഞാൻ പഠിക്കും. ഇത് ഒരെണ്ണം പഠിക്കും, ഇത് വെച്ചിട്ട് അതെഴുതും, ഇതെഴുതും. പിന്നെ ടാനിൻ്റെ √3ൻ്റെ വാല്യൂ, ടാൻ 1/√3 ടാൻ 30, 60 ആണെങ്കിൽ √3, 45 ആണെങ്കിൽ 1. ഇതൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന സാധനങ്ങൾ. ഇത്രയൊക്കെ വരുള്ളൂ. ഓക്കെ, പിന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ റെസിപ്രോക്കൽ വെച്ചിട്ട് നമ്മളങ്ങോട്ട് കണ്ടുപിടിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് നോക്കാം. എക്സാം എളുപ്പമാവുമോ എന്നുള്ള കാര്യം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. നമ്മൾ എന്ത് ചെയ്യണം, എക്സാം ടഫ് ആകും എന്നുള്ള രീതിയിൽ അങ്ങോട്ട് പഠിക്കണം. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒന്നും കൂടി സ്ട്രോങ് ആകുമ്പോൾ നമുക്ക് എക്സാം ഒരു മീഡിയം ലെവലിൽ ചോദിച്ചാലും നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രിപ്പറേഷൻ ഒന്നും കൂടെ സ്ട്രോങ് ആക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, കൃത്യമായിട്ട് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുക, പഠിച്ചു തുടങ്ങാം. മാത്സ് ഒക്കെ ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം മക്കളെ, നിങ്ങൾ ദിവസം ഒരു 20 ക്വസ്റ്റ്യൻസ് എങ്കിലും മാത്സിന്
പഠിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഓക്കെ, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാത്സ് ഡെയിലി പഠിക്കണം. മാത്സ് ബുദ്ധിമുട്ടുള്ളവർ, ഇപ്പോൾ മാത്സ് വലിയ കുഴപ്പമൊന്നുമില്ലാത്തവർ, എന്നാലും പ്രാക്ടീസ് വളരെ നിർബന്ധമാണ്, എന്നാലാണ് നമുക്ക് സെറ്റ് ആവുള്ളൂ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ, ജസ്റ്റിഫൈ യുവർ ചോയ്സ്. ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ tan 45ൻ്റെ വാല്യൂ എന്താ? tan 45ൻ്റെ വാല്യൂ 1 ആണ്. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് tan സ്ക്വയർ 45 ആണ്. tan 45ൻ്റെ വാല്യൂ 1ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan സ്ക്വയർ 45 1 സ്ക്വയർ. ഇതിൻ്റെ ആൻസർ ഒന്ന് വേഗം പറഞ്ഞു. ഇതിൻ്റെ ആൻസർ ഒന്ന് പറ. യെസ്, 1 മൈനസ് 1 0 ആയി. 0/2 എന്ന് പറയുമ്പോൾ എന്തായി? 0. യെസ്, 0 0 0 സെറ്റ്. റെഡി? യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്തത് പിന്നെ ഇവിടുന്ന് വരിക sin a മൈനസ് ബി 1/2 ആണ് തന്നിട്ടുണ്ട്. cos a പ്ലസ് ബി 1/2 ആണെങ്കിൽ എയുടെ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ. അപ്പോൾ sin a മൈനസ് ബി 1/2 ആണെങ്കിൽ സൈനിൻ്റെ ഏത് വാല്യൂ ആയിരുന്നു 1/2? ഇപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു sin 30 ആണ് 1/2. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് a മൈനസ് ബി ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് പറയാം. ദാ ഇവിടെ a മൈനസ് ബിൻ്റെ പ്ലേസിലാണ് 30 വന്നത്. ഓക്കെ, അതേപോലെ cos a പ്ലസ് ബി. cos a പ്ലസ് ബി എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ കോസിൻ്റെ ഏത് വാല്യൂനായിരുന്നു 1/2 വന്നത്? cos 60ക്കാണ് 1/2 വന്നത്. അപ്പോൾ a പ്ലസ് ബി എന്ന് പറയുന്നത് 60 ആണെന്ന് കിട്ടി. ഓക്കെ, ഇതൊരു ഇക്വേഷൻ 2ഉം ഇതൊരു ഇക്വേഷൻ 1ഉം. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ആടെ ടെക്സ്റ്റ് പഠിച്ചാൽ മതി. ബേസിക്കിന് അത് മതി. പിന്നെ അഡ്വാൻസ്ഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. 45 15 കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നോക്കിക്കോ, ഞാൻ ഈ ഇക്വേഷൻ 1ഉം 2ഉം ഒന്ന് ആഡ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ദാ a പ്ലസ് ബി ഈക്വൽ ടു 60യും a മൈനസ് ബി ഈക്വൽ ടു 30യും ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? a പ്ലസ് a 2a പ്ലസ് ബിയും മൈനസ് ബിയും ക്യാൻസൽ ആവും. 60 പ്ലസ് 30 90. 2a ഈക്വൽ ടു 90 ആണെങ്കിൽ a എന്ന് പറഞ്ഞാൽ എന്താ? 90/2, ദാറ്റ് ഇസ് 45 ഡിഗ്രി. a 45 ഡിഗ്രി ആണെങ്കിൽ ബിയുടെ വാല്യൂ എന്താ മക്കളെ? ഇത് 45 ആണെങ്കിൽ 45 മൈനസ് ബി ആണ് 30. ഓക്കെ, ഈ ബി അങ്ങോട്ട് പോകുന്നു, 30 ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ 45 മൈനസ് 30 ആണ് ആര്? ബി. അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ 15 ഡിഗ്രി. റെഡി? ടെക്സ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്കായി. കാരണം ടെക്സ്റ്റിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ട്രിഗ്നോമെട്രി, ഐഡന്റിറ്റീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പോൾ ആ ഭാഗം തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ തന്നെ അത്യാവശ്യം മാർക്സ് സെറ്റ് ആവും. പിന്നെ PYQs നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള വഴികൾ. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ടും പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ വേഗം പോട്ടെ. ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമ്മൾ ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറയുക. ഈ ഡെഫിനേഷൻ ഒന്നും പഠിക്കേണ്ട, ആരും ചോദിക്കൂല. നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ഇത് മാത്രം. ഈ 3 ഫോർമുല പഠിക്കുക. cos സ്ക്വയർ a പ്ലസ് sin സ്ക്വയർ ഈക്വൽ ടു 1, അല്ലെങ്കിൽ sin സ്ക്വയർ a പ്ലസ് cos സ്ക്വയർ ഈക്വൽ ടു 1. ഇനി 1 പ്ലസ് tan സ്ക്വയർ a ഈക്വൽ ടു 6 സ്ക്വയർ a, cot സ്ക്വയർ a പ്ലസ് 1 ഈക്വൽ ടു cos സ്ക്വയർ. ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. +2 വരെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സാധനം വളരെ 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 ഇമ്പോർട്ടൻറ്റ്. ഇനി JEE കീമൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ വെരി 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 ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ ദാ CK പ്ലസ് tan a ഇൻറ്റു 1 മൈനസ് sin a ഈക്വൽസ് എന്താണ് ഇതിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ CK പ്ലസ് tan a ഇൻറ്റു 1 മൈനസ് sin a ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ സീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സീക്കിനൊന്നും പരിചയമില്ല. ഓക്കെ, സീക്കിനൊന്നും നമുക്ക് പരിചയമില്ലെങ്കിൽ ഇന്ന് എല്ലാ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ഫോർമുല പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് സീക്കിനൊന്നും നമുക്ക് പരിചയമില്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളിലേക്ക് മാറ്റാം. ഓക്കെ, സീക്ക് എന്ന് പറയുമ്പോൾ ആരാണ്? കോസിൻ്റെ റെസിപ്രോക്കല. അപ്പോൾ 1/cos എന്ന് കൊടുക്കാം. പ്ലസ് ടാനിനെ നമുക്ക് വലിയ പരിചയമില്ല. അപ്പോൾ നമ്മൾ സൈനിൻ്റെയും കോസിൻ്റെയും ടേമിലേക്ക് ആക്കുക. sin/cos ആണ് ടാൻ. ഇൻറ്റു 1 മൈനസ് sin a അതേപോലെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. 1 പ്ലസ് sin a ഡിവൈഡഡ് ബൈ cos a ഇൻറ്റു 1 മൈനസ് sin a. ഇവിടെ നോക്ക്, 1 പ്ലസ് sin a 1 മൈനസ് sin a ഉണ്ട്. അതായത് a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറഞ്ഞ ഫോർമുല ആയിട്ടുണ്ട്. a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്തായിരുന്നു? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ഈക്വൽ ടു a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ഐഡൻറ്റിറ്റി. അപ്പോൾ സാർ കുറച്ച് മുമ്പ് വരൂ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? a ആരാണ്? 1 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ sin സ്ക്വയർ a ഡിവൈഡഡ് ബൈ cos a. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു ഐഡൻറ്റിറ്റി നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? sin സ്ക്വയർ a
പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 ആണ്. എങ്കിൽ കോസ് സ്ക്വയർ എ എന്താണ്? കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ സൈൻ സ്ക്വയർ എ അങ്ങോട്ട് പോകുമ്പോൾ 1 മൈനസ് സൈൻ സ്ക്വയർ എ. അപ്പോൾ ഇവിടെ നോക്ക് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കോസ് സ്ക്വയർ എ അല്ലേ? സോ ഈക്വൽ ടു ഈ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ കോസ് എ. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്വയറും താഴത്തെ കോസയും വെട്ടിപ്പോകും. ലാസ്റ്റ് മുകളിലെ കോസ് എ മാത്രം. ആൻസർ ഡി, കോസ് എ. ഓക്കെ, യെസ്, ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? കോസ് എ ആണ് കേട്ടോ നമ്മുടെ ആൻസർ വരുന്നത്. റെഡി, സെറ്റ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ആപ്ലിക്കേഷനിലേക്ക് ഇപ്പോൾ കടക്കും. നോക്കാം. പ്രൂവ് ദാറ്റ് 1 പ്ലസ് കോട്ട് എ മൈനസ് കോസിക്കെ ഇൻറ്റു 1 പ്ലസ് ടാൻ എ പ്ലസ് സി കെ ഈക്വൽ ടു 2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ആലോചിക്കുക. നിങ്ങൾക്ക് അറിയൂല, ഈ കോട്ടിനെയും കൊസിക്കിനെയും ഒന്നും കണ്ട പരിചയമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എല്ലാത്തിനെയും സൈനിൻ്റെയും കോസിൻ്റെയും ടേമിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. 1 പ്ലസ് കോട്ട് എ എന്ന് പറഞ്ഞാൽ കോട്ട് ആരാണ്? കോസ് ബൈ സൈൻ ആണ്. കോസ് എ ബൈ സൈൻ എ മൈനസ് കോസിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കലാണ്. സോ 1 ബൈ സൈൻ എ. ഓക്കെ, ഇൻറ്റു 1 പ്ലസ് ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എ ബൈ കോസ് എ ആണ്. പ്ലസ് സി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ കോസ് എ. ഓക്കെ, അപ്പോൾ നമ്മൾ LHS സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഏതാണ്? മനസ്സിലായില്ലേ നേരത്തെ ക്വസ്റ്റ്യൻ? എടാ, നേരത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മനസ്സിലാവാത്ത മക്കൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. അതായത് ഞാൻ എന്താ ഈ ക്വസ്റ്റ്യൻ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതി. സിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയൂല. അതായത് എനിക്ക് സൈനിനെയും കോസിനെയും മാത്രമേ പരിചയമുള്ളൂ. സിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസിൻ്റെ റെസിപ്രോക്കലാണ്. സിക്കിനെ മാറ്റി 1 ബൈ കോസ് ആക്കി. ടാൻ എന്ന് പറഞ്ഞാൽ സൈൻ ബൈ കോസ് ആണ്. അതിനെ മാറ്റി 1 മൈനസ് സൈനെ അതേപോലെ എഴുതി. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? അപ്പോൾ ഞാൻ ഡിനോമിനേറ്റർ എഴുതി, ന്യൂമറേറ്റർ ആഡ് ചെയ്തു. പിന്നെ അത് അങ്ങോട്ടേക്ക് ഇറക്കി എഴുതി. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ്. അത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തപ്പോൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ. ഡിനോമിനേറ്റർ അതേപോലെ ഇങ്ങോട്ട് എടുത്തെഴുതി. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഐഡൻറ്റിറ്റി ഇപ്പോൾ പഠിപ്പിച്ചു. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണ് ഈ കോസ് സ്ക്വയർ എന്ന് പറയുന്നത് 1 മൈനസ് സൈൻ സ്ക്വയർ ആണ്. അത് ആ കോസ് സ്ക്വയർ ഈ പ്ലേസിൽ കോസ് സ്ക്വയർ കൊടുത്തു. അപ്പോൾ കോസ് സ്ക്വയർ ഡിവൈഡ് ബൈ കോസ് എന്താ? സ്ക്വയറും കോസയും വെട്ടിപ്പോയിട്ട് കോസ് എന്ന് ആൻസർ കിട്ടി. ഓക്കെ, എങ്കിൽ അടുത്തത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്വസ്റ്റ്യൻ എഴുതി എല്ലാത്തിനെയും സൈനിൻ്റെയും കോസിൻ്റെയും ടേമിലേക്ക് മാറ്റി. ഇനി നോക്കിയോ. 1 പ്ലസ് ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ലേ? സൈനും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ന്യൂമറേറ്റർ കോസ് എ മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് എ. ഇനി ഇവിടെ ഞാനൊന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ സൈൻ എ ഇൻറ്റു 1 സൈൻ എ പ്ലസ് കോസ് എ മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 ഇൻറ്റു കോസ് എ പ്ലസ് സൈൻ എ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കോസ് എ. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. ഇവിടെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പോവുകയാണ്. അതായത് സൈൻ എ പ്ലസ് കോസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എന്തോ ഒരു മൈനസ് വരാൻ സാധ്യതയുണ്ടല്ലോ. ഒരു മിനിറ്റേ, ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പിശകുണ്ടോ ഞാൻ നോക്കട്ടെ. മൈനസ് ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും തെറ്റും നമുക്ക് നോക്കാം. ഇല്ല, തെറ്റിയിട്ടില്ല, കറക്റ്റാ. അപ്പോൾ സൈൻ എ പ്ലസ് കോസ് എ മൈനസ് 1 ഇതൊരു ടേം ആക്കി ഞാൻ. ഓക്കെ, ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു ഇത് ഞാനൊന്ന് തിരിച്ചെഴുതിട്ടോ. കോസ് എ പ്ലസ് സൈൻ എക്ക് പകരം സൈൻ എ പ്ലസ് കോസ് എ പ്ലസ് 1 ഇതൊരു ടേം ആക്കി ഞാൻ. താഴെ കോസ് എ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഇത് എ മൈനസ് ബി, ഇത് എ പ്ലസ് ബി, ഈ ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഏതാണ് ചോദിക്കുന്നത്? സ്ക്വയർ എങ്ങനെ കട്ട് ചെയ്തു എന്നോ? എടാ, സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് സ്ക്വയർ എ ഡിവൈഡ് ബൈ കോസ് എ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് എ ഇൻറ്റു കോസ് എ ആണ്. താഴെ ഒരു കോസ് എയും. അപ്പോൾ ഇതും കൂടി വെട്ടിക്കളയാം. അങ്ങനെയാണ് വെട്ടിക്കളഞ്ഞത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്കുക, ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി നേരത്തെ പഠിച്ച ഫോർമുലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്തായിരുന്നു? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാ? സൈൻ എ പ്ലസ് കോസ് എ ആണ് നമ്മുടെ എ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ എ ഇൻറ്റു കോസ് എ. ഓക്കെ, ഈക്വൽ ടു
ഇത് a+b² വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a+b² എന്തായിരുന്നു a² + 2ab + b². അപ്പോൾ അതാ sin² പ്ലസ് cos² പ്ലസ് 2ab എന്ന് പറഞ്ഞാൽ 2 sin a cos a. ഇനി -1² എന്ന് പറഞ്ഞാൽ -1 ഡിവൈഡഡ് ബൈ sin a cos a. ഇത്രയുമാണ് ഇവിടെ ഇപ്പം എത്തിയിട്ടുള്ളത്. ഓക്കെ, ഞാൻ അടുത്ത പേജിൽ എഴുതുകയാണേ. അതായത് ഇപ്പോൾ കിട്ടിയത് sin² പ്ലസ് cos² പ്ലസ് 2 sin a cos a -1 ഡിവൈഡഡ് ബൈ sin a cos a. ഇനി നമുക്ക് നോക്ക്, sin² പ്ലസ് cos² ഇതിൻ്റെ വാല്യൂ എന്തായിരുന്നു? 1 അല്ലേ? അപ്പോൾ 1 പ്ലസ് 2 sin a cos a -1 ഡിവൈഡഡ് ബൈ sin a cos a. ഓക്കെ, അപ്പോൾ അതാ ഇവിടെ വെച്ചിട്ട് 1ഉം -1ഉം കട്ടായി. ലാസ്റ്റ് 2 sin a cos a ഡിവൈഡഡ് ബൈ sin a cos a. ഇവിടെ നിന്ന് നമുക്ക് sin a cos a വെട്ടിപ്പോയി. ബാക്കി 2 = RHS. ഓക്കെ, പ്രൂവ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലാണ് ചെയ്യുക. ഇന്നിപ്പോൾ ഞാൻ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നില്ല, ഇന്ന് ജസ്റ്റ് ഫോർമുല പറഞ്ഞു പോവുകയാണ്. നമുക്ക് ഫുൾ ചാപ്റ്ററിൻ്റെ ഫോർമുല പറയാനുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലം ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഏകദേശം നിങ്ങൾ പഠിക്കേണ്ട ഫോർമുല മനസ്സിലായല്ലോ മക്കളെ. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫോർമുല 6 പഠിക്കുക, അതിൻ്റെ വാല്യൂസ് സ്പെസിഫിക് ആംഗിൾസ് വരുന്നത് പഠിക്കുക. പിന്നെ അതേപോലെ ഇപ്പോൾ ലാസ്റ്റ് പഠിപ്പിച്ച 3 ഐഡൻറ്റിറ്റീസ് ഇതൊക്കെ വെച്ചിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് പഠിച്ചിട്ട് വരിക. ഇനി ഈ ആഴ്ചയിലൊക്കെ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ലൈവ് ഒക്കെ വരുന്നതാണ്. ചാപ്റ്റർ കംപ്ലീറ്റ് എടുക്കും, പിന്നെ ക്വസ്റ്റ്യൻസ് ലൈവ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, യെസ്, റെഡി അല്ലേ? ഒന്ന് ചാറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്തട്ടെ. റെഡി സെറ്റാണോ മക്കളെ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? നാളെ പ്രീ ബോർഡാണ്. എന്തായി നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ? ഒന്ന് ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കുക കേട്ടോ. നിങ്ങൾ മെയിനായിട്ട് ഷോർട്ട് നോട്ടിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തോളുക. യെസ്, സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്തതിൻ്റെ കുറച്ച് കഥകൾ പറയാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് കുറച്ച് വാക്കുകൾ അറിഞ്ഞിരിക്കുക. അതായത് നമ്മളെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരു മരമുണ്ട്, മരത്തിൻ്റെ മുകളിൽ എന്താണ്, ഒരു പക്ഷിയുണ്ട്. ഓക്കെ, അപ്പോൾ ഇയാളുടെ കണ്ണിൽ നിന്നുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ലെവൽ എന്നല്ലേ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയാം. ആ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ മുകളിലേക്കാണ് അയാളുടെ നോട്ടം. പക്ഷി അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഫ്രൂട്ടോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ മുകളിലേക്കുള്ളൊരു സാധനത്തെ നോക്കുകയാണെങ്കിൽ ആ ലൈൻ ഓഫ് സൈറ്റ് മുകളിലേക്കാണ്. അപ്പോൾ ആ മുകളിലേക്കുള്ളപ്പോൾ അതിനിടയിൽ ആ ഹൊറിസോണ്ടൽ ലൈനിൻ്റെയും ലൈൻ ഓഫ് സൈറ്റിൻ്റെയും ഇടയിൽ ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഒരാളുണ്ട്, അയാൾ ഇതാ പ്ലെയിനെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് ലൈൻ ഓഫ് സൈറ്റ് എന്താണ്, ഹൊറിസോണ്ടൽ ലെവലിൻ്റെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫോം ചെയ്ത ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി താഴെ ഇതാ ഒരു പട്ടിയുണ്ട്. അപ്പോൾ ആ ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് താഴേക്കാണ് അവിടെ ലൈൻ ഓഫ് സൈറ്റ് പോയത്. പട്ടി താഴെയാണ്, അതിനെയാണ് നോക്കുന്നത്. അപ്പോൾ അതാ ഇവനെ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ നോട്ടം താഴേക്ക് പോയി. അവിടെ ഫോം ചെയ്ത ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇത് നമ്മൾ എങ്ങനെയായിരുന്നു ഓർത്തത്? ഡിപ്രഷൻ വരുമ്പോഴേക്കും നമ്മളുടെ മുഖം താഴും, അല്ലെങ്കിൽ സങ്കടപ്പെട്ട് നമ്മളിങ്ങനെ താഴും, തല താഴ്ത്തിയിരിക്കും എന്നൊക്കെ നമ്മൾ പറയില്ലായിരുന്നോ? അത് ആലോചിച്ചാൽ മതി. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എവിടെയാണ്? താഴത്തേക്കാണ് വരിക. എത്ര മണിക്ക് തീരുമെന്ന് എനിക്കറിയില്ല. ഇപ്പം തന്നെ ഒരു ചാപ്റ്റർ കഴിഞ്ഞ 7:30 ആയില്ലേ ആപ്ലിക്കേഷൻ? കാരണം ഞാൻ തന്നെ തീർക്കണമെങ്കിൽ 5 ചാപ്റ്റർ ആവും കേട്ടോ. ഒരു 10 മണിയൊക്കെ പ്രതീക്ഷിച്ചോ? നോക്കാം നമുക്ക്. ഓക്കെ, യെസ്, അറിയില്ല അവരുടെ ചാപ്റ്ററിൻ്റെ ഒരു ഫോർമുലേൻ്റെ ഒരു ഇതൊന്നും എനിക്കറിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. നോക്കാം. ഇനി ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഹൊറിസോണ്ടൽ ലൈനിൻ്റെ താഴത്തേക്ക് വരയ്ക്കുമ്പോൾ ഇതിനിടയിലുള്ള ആംഗിൾ ആവണം. എപ്പോഴും നിങ്ങളത് ഓർക്കണം കേട്ടോ. ഓക്കെ, ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഉടനെ അങ്ങോട്ടേക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് ചാടാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിൽ ഫോർമുലയായിട്ടൊന്നും പഠിക്കാനില്ല. കുറച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ചിത്രം വരയ്ക്കുക, ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. A ladder makes an angle of 60 degrees with the ground when placed along a wall. If the foot of the ladder is 8 meters away from the wall, the length of the ladder is. അതായത് ഒരു ഗ്രൗണ്ട് ലെവൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ആ ഗ്രൗണ്ട് ലെവലിൽ ഇതിനൊന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ. ഈ ഗ്രൗണ്ട് ലെവലിൽ ഇവിടെ ഒരു ചുമരുണ്ട്. ആ വോളിൽ എന്തുണ്ട് മക്കളെ? ഒരു ലാഡർ ഇങ്ങനെ അതവിടെ കട്ടെ ഒരു ലാഡർ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്? ലാഡർ മേക്സ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ദ ഗ്രൗണ്ട്. ലാഡർ ഗ്രൗണ്ട് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രി. ഇനി ഫുട്ട് ഓഫ് ദ ലാഡർ ഈസ് 8 മീറ്റർ അവേ ഫ്രം ദ വോൾ.
വോളിൽ നിന്ന് ലാഡറിന്റെ ഫുട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 8 meters ആണ് എങ്കിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ലാഡർ. ഇത് എക്സ് ആയിക്കോട്ടെ. ഈ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കിക്കോ, നമുക്ക് തന്നിട്ടുള്ളതും കണ്ടുപിടിക്കാനുള്ളതും തമ്മിലുള്ള റിലേഷൻ നോക്കാം. നമുക്ക് തന്നിട്ടുള്ളത് ഈ 60 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡ്, കണ്ടുപിടിക്കാനുള്ളത് 60 ഡിഗ്രിയുടെ എന്താ? ഹൈപ്പോട്ട്ന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അഡ്ജസൻറ്റിനെയും ഹൈപ്പോട്ട്ന്യൂസിനെയും കണക്ട് ചെയ്യുന്ന ഫോർമുല എന്തായിരുന്നു? പറ. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് ഏത് ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്? സൈൻ കോസ് ടാൻ ആരാണ്? പറ മക്കളെ, ഏതാ ആരാണ്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ടാൻ ആണോ? ഓപ്പോസിറ്റ് സൈഡ് ആണോ തന്നേക്കണേ? ടാൻ അല്ല കേട്ടോ, കോസ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് ആരാ? കോസ്. അപ്പോൾ കോസ് 60 ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ആരാ? 8 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോസ് 60ൻ്റെ വാല്യൂ എത്രയായിരുന്നു? കോസ് 60ൻ്റെ വാല്യൂ മക്കളെ സൈൻ 60 കോസ് 60 ആലോചിക്കുക. കോസ് 60ൻ്റെ വാല്യൂ, അതായത് സൈൻ 30ൻ്റെയും കോസ് 60ൻ്റെ വാല്യൂ സെയിം ആണ്. ഓക്കെ, അപ്പോൾ 1/2 ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ എക്സ്. അങ്ങനെയാണ് ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും, ഇത് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ആവും. 1 ഇൻറ്റു എക്സ് എക്സ്, 2 ഇൻറ്റു 8 16 meters. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് പിക്ചർ വരയ്ക്കുക. അതിനനുസരിച്ച് പിക്ചർ വരയ്ക്കുന്ന അല്ലേ അളവുകൾ മാർക്ക് ചെയ്യുന്ന തെറ്റിക്കഴിഞ്ഞാൽ പോയിട്ടോ. എന്താണ് സൈൻ എടുത്തു കഴിഞ്ഞാൽ? സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ, സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് അല്ലേ? ഈ ലെങ്ത് അല്ലല്ലോ തന്നത്. ഓക്കെ, അപ്പം അത് തെറ്റിപ്പോവില്ലേ? അപ്പം ഇത് കോസ് തന്നെ എടുക്കണേ. ഇനി അടുത്തത്, എ ടവർ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ ദ ഗ്രൗണ്ട് from a point on the ground which is 15 meters away from the foot of the tower. The angle of elevation of the top of the tower is found to be 60 degree. Find the height of the tower. വല്ലതും മനസ്സിലായോ? ഞാൻ റഫായിട്ട് വരയ്ക്കുകയാണേ. എ ടവർ സ്റ്റാൻഡ്സ് വെർട്ടിക്കലി ഓൺ ദ ഗ്രൗണ്ട്. ഒരു ഗ്രൗണ്ട്, ആ ഗ്രൗണ്ടിൽ ഒരു ടവർ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ ഒരു പോയിന്റ് ഉണ്ട്, സം പി ആയിക്കോട്ടെ. ആ പോയിന്റ് വിച്ച് ഈസ് 15 meters away from the foot of the tower. ഈ ടവറിന്റെ ഫുട്ടിൽ നിന്ന് 15 meter ദൂരത്തിലാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ പോയിന്റ് പി നിൽക്കുന്നത്. എങ്കിൽ ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ടവർ ഈസ് ഫൗണ്ട് ടു ബി 60 ഡിഗ്രി. ഇവിടെ നിന്ന് ടവറിന്റെ ടോപ്പിലേക്കുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. എങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ. ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഞാൻ എപ്പോഴാണ് പോവാന്നോ? തൽക്കാലം കുറച്ചുകൂടി നേരം ഞാൻ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിലായിട്ടുള്ളൂ. ഇനി ഒരു 3 ചാപ്റ്റർ കൂടി ഉണ്ട്, അതുവരെ ഞാൻ ഇവിടെ ഉണ്ടേ. ഓക്കെ, അപ്പോൾ നമുക്ക് 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് കണ്ടുപിടിക്കണം. അഡ്ജസൻറ്റ് സൈഡ് തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റിനെയും അഡ്ജസൻറ്റിനെയും കണക്ട് ചെയ്തിട്ട് ഏതാണ് ഫോർമുല? ഓപ്പോസിറ്റിനെയും അഡ്ജസൻറ്റിനെയും കണക്ട് ചെയ്തിട്ടുള്ള ഫോർമുല ആരാണ് മക്കളെ? വെരി ഗുഡ്, ടാൻ. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആരാ മക്കളെ? ടാൻ ആണ്. അപ്പോൾ ടാൻ 60 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? എച്ച് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് 15. ടാൻ 60ൻ്റെ വാല്യൂ √3 ഈക്വൽ ടു h/15. എങ്കിൽ എച്ച് എന്ന് പറയുന്നത് എന്താ മക്കളെ? ഈ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 15 √3 meters. ഓക്കെ, ചില ക്വസ്റ്റ്യനിൽ √3ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാനൊക്കെ പറയും. അങ്ങനെയുള്ള സമയത്ത് മാത്രം 1.73 ഇട്ട് കൊടുത്താൽ മതി. അല്ലാത്ത കേസിൽ ഇതാ ഇങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. യെസ്, അങ്ങനെയാണെങ്കിൽ the angles of depression of the top and bottom of an 8 meter tall building from the top of a multi-stored building are 30 degree and 45 degree respectively. Find the height of the multi-stored building and the distance between the two buildings. അതായത് ഇങ്ങനെ 2 ബിൽഡിംഗ് ഉണ്ട് വിചാരിക്കാം. ഓക്കെ, ഒരു കുഞ്ഞു ബിൽഡിങ്ങും ഒരു വലിയ ബിൽഡിങ്ങും, കുറേ നിലയുള്ള ബിൽഡിങ്ങും. ഈ കുഞ്ഞു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 8 meters ആണ്. ഓക്കെ, ശ്രദ്ധിച്ചോട്ടോ. ഇനിതാ ഇവിടെ പറയാണ് the angles of depression of the top and bottom of an 8 meter tall building. എവിടുന്ന്? ഫ്രം ദ ടോപ്പ് ഓഫ് ദ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്. അതായത് ഇവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, ഇവിടെ 8 മീറ്ററുള്ള കുഞ്ഞു ബിൽഡിംഗ് ഉണ്ട്. ഫ്രം ദ ടോപ്പ് ഓഫ് ദ വലിയ ബിൽഡിംഗ്, ഇതിൻ്റെ ടോപ്പിൽ നിന്ന് ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കും ഈ ബിൽഡിങ്ങിൻ്റെ ബോട്ടമിലേക്കുമുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരയ്ക്കുന്നതിന് മുമ്പ് ആദ്യം എന്ത് വരയ്ക്കണം? ആ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. ആ ഹൊറിസോണ്ടൽ ലൈൻ അങ്ങോട്ട് വരയ്ക്കണം. ആ ഹൊറിസോണ്ടൽ ലൈൻ അവിടെ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കും ഈ ബിൽഡിങ്ങിൻ്റെ ബോട്ടമിലേക്കുമുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ് 30 ഡിഗ്രി 45 ഡിഗ്രി. എടാ ഇനി മനസ്സിലായില്ലേ? ഇത്രയും നല്ല ബിൽഡിംഗ് ഉണ്ടായിട്ട് മനസ്സിലായില്ല? ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഒരു കുഞ്ഞു ബിൽഡിംഗ് തന്നിട്ടുണ്ട് 8 meters. ഇനി മൾട്ടി സ്റ്റോർ എന്ന് പറയുമ്പോൾ കുറേ നിലയുള്ള വേറൊരു ബിൽഡിംഗ് തന്നിട്ടുണ്ട്. ആ ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് ആംഗിൾ ഓഫ് ഡിപ്രഷൻ എങ്ങോട്ടാ മക്കളെ? താഴേക്കല്ലേ?
ഇതിൻ്റെ പൊക്കത്ത് നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ ഈ കുഞ്ഞ് ബിൽഡിംഗ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്കും ഇതിൻ്റെ ബോട്ടമിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷനാണ് ആര്? 30 ഡിഗ്രിയും 45 ഡിഗ്രി. അത് മാർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം. ഹൊറിസോണ്ടൽ ലൈനിൻ്റെ താഴേക്കാണ് നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക? ലൈൻ ഓഫ് സൈറ്റ് താഴേക്കല്ലേ വരുന്നത്. അപ്പോൾ ഇതാണോ 30, ഇതാണോ 45? കാണുമ്പോൾ തന്നെ അറിയാലോ, ഈ ചെറിയ ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി, വലിയ ആംഗിൾ 45 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് പിക്ചർ. പക്ഷെ നമുക്ക് എന്ത് വേണം? നമുക്ക് ട്രയാങ്കിൾ വേണം. അതുകൊണ്ട് ഞാൻ പിക്ചർ മാറ്റാൻ പോവാണ്. അപ്പോൾ അതാ ഗ്രൗണ്ട് ലെവൽ വരച്ചു. ഇത് വലിയത്, ഇത് ചെറുത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് ടോപ്പ് ഓഫ് ദ ബിൽഡിങ്ങിലേക്കും ബോട്ടമിലേക്കും നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് 30 ഡിഗ്രി ആൻഡ് ഇത് 45 ഡിഗ്രി. ഇതാണ് നമ്മുടെ പിക്ചർ. നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിൽഡിങ്ങിനൊക്കെ കൊണ്ടുവന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ. ഇങ്ങനെ വരച്ചതിന് ശേഷം ആംഗിൾ ഓഫ് ഡിപ്രഷൻ എവിടെ വരുന്നോ അവിടെ നിങ്ങൾ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിനെ ആലോചിക്കണം. ഓക്കെ, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരുന്നു? അതായത് ഇങ്ങനെ 2 പാരലൽ ലൈൻസ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിളാണ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ. അതായത് ഒരു Z ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞോലൊക്കെ പഠിച്ചതല്ലേ, അതിലുള്ളതാണ്. അപ്പം നിങ്ങൾ ഇവിടെ ഒരു Z ഫോം ചെയ്യുന്നുണ്ടോ നോക്കുക. ഇവിടെ ഒരു Z ഉണ്ട്. പക്ഷെ ആ Z കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു വര കൂടി വരയ്ക്കണം. ഓക്കെ, അപ്പോൾ ആ സെഡിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ ആയിരിക്കും ഇവിടെ 30 ഡിഗ്രി. അതേപോലെ ഇവിടെ വലിയൊരു സെഡും ഇല്ലേ, വലിയൊരു സെഡുണ്ട്. ഇങ്ങനൊരു വലിയ സെഡ് ഉണ്ട്. അപ്പോൾ ആ വലിയ സെഡിൻ്റെ ഉള്ളിലുള്ള ആംഗിൾ ഏതാ? 45 ഡിഗ്രി. അപ്പോൾ ഇവിടെയും 45 ഡിഗ്രി. 30 ഡിഗ്രി 45 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി എന്താ പറഞ്ഞത് മക്കളെ? ഒരു 8 മീറ്റർ എന്താ? ഈ ഡിസ്റ്റൻസ് 8 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ പാരലൽ ആയിട്ടുള്ള ഇപ്പത്തെ ഓപ്പോസിറ്റും 8 മീറ്റർ. അപ്പോൾ ഇത്രയുള്ള ഡിസ്റ്റൻസ് നമുക്കൊരു H ആയിട്ട് എടുക്കാം. ഇനി ശ്രദ്ധിച്ചോ, 45 ഡിഗ്രി വരുന്ന സമയത്ത് ഇത് 90 ഡിഗ്രി അല്ലേ, ഇത് 45 ഡിഗ്രി, ഇത് 45 ഡിഗ്രി ആയിരിക്കുമല്ലോ. 45 ഡിഗ്രി വരുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അതെന്തായി? 45 ഡിഗ്രി വരുന്ന റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? ഐസോസെലസും കൂടിയാണ്. അപ്പോൾ ഈ സൈഡും സെയിം ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇതുവരെ H, ഇതുവരെ 8 ആണെങ്കിൽ ടോട്ടൽ എത്രയാ? H+8. അതേ ഡിസ്റ്റൻസ് ആയിരിക്കും ഇതെന്തായിരിക്കും? ഇതിൻ്റെ ലെങ്ത് H+8. ഇനി ഈ ലൈനും ഈക്വൽ ആൻഡ് പാരലൽ അല്ലേ. അപ്പോൾ ഇത് H+8 ആണെങ്കിൽ ഇതും H+8. ഫിഗർ വരച്ച് ഏകദേശം ധാരണ ആദ്യം ആക്കുക. അതിനുശേഷമാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമുക്ക് എന്താ വേണ്ടത്? ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്. അതായത് ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വേണം, അതായത് H+8 വേണം. പിന്നെ എന്താ വേണ്ടത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബിൽഡിങ്സ്, അതും സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ഈ ഒരു കുഞ്ഞി ട്രയാങ്കിൾ എടുത്താൽ മതി. ഈ 30 ഡിഗ്രി വരുന്ന കുഞ്ഞി ട്രയാങ്കിൾ ഇല്ലേ, ഞാൻ ഒന്ന് മാറ്റി വരയ്ക്കാം. ഈ ഒരു കുഞ്ഞി ട്രയാങ്കിൾ, അതായത് ഇവിടെ 30 ഡിഗ്രി, ഈ കുഞ്ഞിത് കേട്ടോ, ഈ കുഞ്ഞിതാണ് ഞാൻ എടുക്കുന്നത്, ഈ ചെറുത്. ഓക്കെ, ഇവിടെ H+8, ഇവിടെ H. ഇതിനെ കണക്ട് ചെയ്താൽ മതി കേട്ടോ, ഇതിനെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ എന്താണ്? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും ഉണ്ട്, ഓപ്പോസിറ്റും ഉണ്ട്, അഡ്ജസൻറ്റും ഉണ്ട്. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടാൻ എടുക്കാം. അപ്പോൾ tan 30 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. tan 30ൻ്റെ വാല്യൂ 1/√3 ഈക്വൽ ടു H/H+8. ക്രോസ് ചെയ്യാണ് ഇങ്ങോട്ടേക്കും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 × H+8 H+8 ഈക്വൽ ടു √3 × H √3H. ഇനി √3Hൻ്റെ അടുത്തേക്ക് H ഇങ്ങോട്ട് വരുമ്പോൾ √3H മൈനസ് H ഇവിടെ ഈക്വൽ ടു 8. ഓക്കെ, ഇതൊന്ന് തിരിച്ചെഴുതുകയാണേ. √3H മൈനസ് H ഈക്വൽ ടു 8. രണ്ടിൽ നിന്നും H കോമൺ എടുത്തു. H കോമൺ എടുക്കുമ്പോൾ ഇവിടെ √3, ഇവിടുന്ന് H പോയി കഴിഞ്ഞാൽ -1 ഈക്വൽ ടു 8. ചെയ്ത് നോക്കണേ മക്കളെ. ഇനി അപ്പോൾ H എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് H ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആകും. 8 ഡിവൈഡഡ് ബൈ √3 -1 എന്നാകും. ഈ റൂട്ടൊക്കെ നമ്മുടെ ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ റാഷണലൈസ് ചെയ്യൂലേ മക്കളെ? ഇത് നിങ്ങൾ ഏത് ചാപ്റ്ററിലാണ് പഠിക്കുന്നത്? റിയൽ നമ്പറിലല്ലേ, ഫസ്റ്റ് ചാപ്റ്ററിലല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ കോൺജുഗേറ്റ് √3 + 1 കൊണ്ട് എന്ത് ചെയ്യുക? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തോളാം? H ഈക്വൽ ടു 8 × √3 + 1 ഡിവൈഡഡ് ബൈ ഇത് A - B × A + B. നേരത്തെ പറഞ്ഞ ഫോം A - B × A + B എന്താ? A² - B². ഓക്കെ, അതായത് √3യുടെ സ്ക്വയർ മൈനസ് B² എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ. ഓക്കെ, ഈക്വൽ ടു 8 × √3 + 1 ഡിവൈഡഡ് ബൈ √3ൻ്റെ സ്ക്വയർ 3 ആണ്, 1ൻ്റെ സ്ക്വയർ 1. ഓക്കെ, ഈക്വൽ ടു 8 × √3 + 1 ഡിവൈഡഡ് ബൈ 3 - 1 2 ആണ്.
ഈ 8നെയും 2നെയും കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4 ആകും. ആൻസർ എന്ത് വരും? 4 × √3 + 1 എന്ന് വരും. ഓക്കെ, h കിട്ടി. 4 × √3 + 1. റെഡി? h + 8 അല്ലേ നമുക്ക് വേണ്ടത്. h കിട്ടിക്കഴിഞ്ഞാൽ h + 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് h + 8 കിട്ടാൻ വേണ്ടി അതിൻ്റെ കൂടെ ഒരു 8ഉം കൂടെ ആഡ് ചെയ്താൽ മതി. കഴിഞ്ഞു. എവിടെടാ h അല്ലേ കിട്ടിയത്? അപ്പോൾ h എന്ന് പറയുന്നത് 4 × √3 + 1 ആണെങ്കിൽ h + 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × √3 + 1 + 8 മീറ്റേഴ്സ്. അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ചിത്രം ഓർമ്മയുണ്ടോ? നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 8 മീറ്റർ ടോൾ ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മളെന്താ പറയുക, ഈ ക്വസ്റ്റ്യനൊക്കെ ഇനിയും ചെയ്യും. അതിപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ, ഒരു ഔട്ട്ലൈൻ തരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്, 8 മീറ്റേഴ്സ്, മൾട്ടി സ്റ്റോർ ആയിട്ടുള്ള ഒരു വലിയ ബിൽഡിംഗ് ഉണ്ട്, കുറേ നിലയുള്ള വലിയ ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് ഈ ചെറിയ ബിൽഡിങ്ങിലേക്കുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിട്ടുണ്ട്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുക. ഹൊറിസോണ്ടൽ ലെവലിൽ നിന്ന് താഴത്തേക്കാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരിക, ലൈൻ ഓഫ് സൈറ്റ് താഴേക്ക്. അപ്പോൾ അത് എവിടേക്ക്? ഈ ബിൽഡിങ്ങിൻ്റെ ടോപ്പിലേക്കും ഈ ബിൽഡിങ്ങിൻ്റെ ബോട്ടമിലേക്കുമുള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരച്ചു. അതാണ് 1345 ഡിഗ്രി. ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുന്ന സമയത്ത് അവിടെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. അതെന്താ അവിടെ ഇങ്ങനെ ഒരു Z പോലെ ഫോം ചെയ്യും. അപ്പോൾ ഈ മുകളിലത്തെ ആംഗിൾ നമുക്ക് താഴത്തേക്ക് എത്തിക്കാം. അപ്പോൾ ഇവിടെ 30 എത്തിച്ചു, ഇവിടെ 45 എത്തിച്ചു. ഇനി 45 ഡിഗ്രി ആംഗിൾ വന്നാൽ നിങ്ങൾ ആലോചിച്ചാൽ അത് ഐസോസെലസ് ട്രയാംഗിൾ ആയിരിക്കും. അതായത് അതിൻ്റെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ താഴത്തേക്ക്. യെസ്, അപ്പോൾ ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചല്ലോ. അപ്പോൾ ഇവിടെ 8 മീറ്റർ ആണെങ്കിൽ ഇവിടെ 8 മീറ്റർ. ഇവിടെ നമ്മൾ h എന്ന് പറഞ്ഞ പേര് കൊടുത്തു. അപ്പോൾ ടോട്ടൽ ലെങ്ത് h + 8. ഇതും സെയിം അല്ലേ? ഇവിടെയും h + 8. ഇവിടെ h + 8 ആണെങ്കിൽ ഇതും h + 8. ഈക്വൽ ആൻഡ് പാരലൽ ലൈൻസ്. അങ്ങനെ ഈ കുഞ്ഞ് ട്രയാങ്കിൾ മതി നമുക്കിനി പ്രോബ്ലം ചെയ്യാൻ. അതാ h + 8 30 ഡിഗ്രി. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഞാൻ കുറച്ച് സ്പീഡിൽ പോകാൻ കാരണം ഫുൾ ചാപ്റ്റർ എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. h + 8 30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റും അഡ്ജസൻറ്റ് സൈഡും തന്നിട്ടുണ്ട്. അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ടാൻ എടുത്തു. ടാൻ 30 = ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ടാൻ 30ൻ്റെ വാല്യൂ 1/√3. ഇതങ്ങനെ ഇട്ട് കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. h + 8 × 1 h + 8 √3 × h √3h. ഇനി ഇത് 8നെ അവിടെ വെച്ച് h അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ √3h - h ആയി. h കോമൺ എടുത്തു. h × √3 - 1 = 8. √3 - 1 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആകും. നമ്മൾ ഡിനോമിനേറ്ററിൽ റൂട്ട് വന്നുകൊണ്ട് അതിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് വെച്ച് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തു. 8 × √3 + 1. ഇത് a - bൻ്റെ a + b ഫോമാണ്. a² - b². പിന്നെ നമ്മളിതിൻ്റെ വാല്യൂ ഒക്കെ നോക്കി. 2നെ 8നെ കട്ട് ചെയ്തു. അങ്ങനെ hൻ്റെ വാല്യൂ 4 × √3 + 1 എന്ന് കിട്ടി. h കിട്ടിക്കഴിഞ്ഞാൽ h + 8 ടോട്ടൽ ഹൈറ്റ് അല്ലേ ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ 8ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓക്കെ, അറിയില്ലല്ലോ നാളെ ഹരിസാറാണോ എന്നുള്ളത്, ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആകെ അറിയേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞ ഡിപ്രഷനും ആംഗിൾ ഓഫ് എലിവേഷനും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. എലിവേഷൻ നിങ്ങൾ കൂളായിട്ട് ചെയ്യും. ഡിപ്രഷൻ വരുമ്പോഴായിരിക്കും നിങ്ങൾക്കൊരു ഡൗട്ട് വരിക. അത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയും ചെയ്യും കേട്ടോ. ആ ഷിപ്പിൻ്റെ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈറ്റ് ഹൗസിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതൊക്കെ എന്തായാലും പഠിക്കും. ഇനി നമുക്ക് തൽക്കാലം അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. ഓക്കെ, സർക്കിൾസ്. ഓക്കെ, ലേറ്റായി വന്ന ആളുകളുണ്ടോ? നമ്മളിന്ന് ജസ്റ്റ് ഫോർമുല റിവിഷൻ ആണ്. ഇപ്പം തന്നെ സമയം കൂടുതലാണ്. ഞാൻ ജസ്റ്റ് ഫോർമുല പറഞ്ഞു പോകാൻ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ വിചാരിച്ചില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ തരാമെന്നേ ഒന്നും ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ മൊത്തം ഒന്നും കൂടെ ചെയ്യും. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, ഇന്ന് ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഒന്ന് നോക്കി പോവാം. ഓക്കെ, യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർക്കിൾസിൽ നിങ്ങൾക്ക് ആകെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണുള്ളത്? കാര്യമായിട്ടൊന്നുമില്ല. തിയറം. ആ തിയറത്തിൻ്റെ പ്രൂഫൊന്നും ചോദിക്കൂല. പിന്നെ നിങ്ങൾക്ക് ചെറിയൊരു ടാൻജൻറ്റ് വരുന്നൊരു ഇതും 2 പ്രോബ്ലം, ഇത്രയൊക്കെ വരുള്ളൂ. പ്രൂഫ് അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ഞാൻ അടുത്ത ദിവസങ്ങളിൽ പ്രൂഫും പഠിപ്പിച്ചു തരാം കേട്ടോ. മോട്ടിവേഷൻ. എന്താണ് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ഉള്ള അവസ്ഥ? അത് പറ. ബ്യൂട്ടി സീക്രറ്റും. ഇതൊക്കെ ഒരു ബ്യൂട്ടിയാണോ? ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നല്ലോണം ഉറങ്ങണം എന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ എനിക്ക് ഉറക്കമൊന്നും അങ്ങനെ കിട്ടാറില്ല. പിന്നെ ഞാൻ
ബ്യൂട്ടി സീക്രറ്റ്സ് വെക്കുകയാണെങ്കിൽ ഞാൻ 1 മാസമായിട്ട് ഷുഗർ കട്ടാണ്, അതായിരിക്കും മേ ബി. പക്ഷെ അതൊന്നും അവിടെ ഏൽക്കുന്നില്ല. എൻ്റെ ഷുഗർ കട്ടൊക്കെ നാളെ 6-ാം തീയതി അല്ലേ, നാളെ 5 6-ാം തീയതി ആകുമ്പോൾ 1 മാസമാവും കേട്ടോ. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഷുഗറൊക്കെ ലെവലിൽ ലോ ആയിട്ട് എനിക്ക് ആകെ തലകറൊക്കെ ഭയങ്കര ക്ഷീണമാണ്. പക്ഷെ നിങ്ങളൊന്നും അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് എന്താ മോട്ടിവേഷനാണോ വേണ്ടേ? പഠിക്കാൻ പറ്റുന്നില്ല, ഇത്ര ആലോചിച്ചാൽ മതി. 10th പഠിക്കുന്ന സമയത്ത്, പാട്ട് ലാസ്റ്റ് പാടാം കേട്ടോ. 10th പഠിക്കുന്ന സമയത്ത് എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ ഭയങ്കര പ്രഷർ തരും, അയ്യോ ഇത്രയും ചാപ്റ്റർ. പക്ഷെ നിങ്ങൾ ആലോചിക്കുക 9th-നേക്കാളും എളുപ്പമല്ലേ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ 10th. എനിക്ക് 9th-നേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് കിട്ടിയത്. ഈ സർക്കിൾസൊക്കെ 9th-ലെ സർക്കിൾസ് എനിക്കിഷ്ടമല്ല, 9th-ലെ ട്രയാങ്കിൾസ് എനിക്കിഷ്ടമല്ല. അതൊക്കെ എനിക്ക് 10th-ലാണ് ബെറ്റർ അല്ലേ? നോക്കി നോക്ക്, 9th-ൽ നിങ്ങൾ എന്തോരം പ്രൂഫും തിയറൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലത് നിങ്ങൾക്ക് 10th-ലാണ് കുറച്ചുകൂടി ചാപ്റ്റേഴ്സ് കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ബോർഡ് എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. അധികവും പ്രോബ്ലംസ് ടൈപ്പാണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൂഫും തിയറൊക്കെ ഉള്ള സാധനങ്ങളാണെങ്കിൽ പോലും അധികം തിയറും പ്രൂഫൊന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. നിങ്ങൾക്ക് വരുന്ന സാധനം മെയിനായിട്ട് പ്രോബ്ലംസ്. ഓക്കെ, ഭയങ്കരമായിട്ട് സ്പാം അടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അയാളെ ഒന്ന് ഒഴിവാക്കട്ടെ. നിങ്ങളിനി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അയാളെ ഒഴിവാക്കി തരാം. ഓക്കെ, യെസ്. ഓക്കെ, ചാറ്റിൽ ഭയങ്കര സ്പാം വരുമ്പോൾ നമുക്കിങ്ങനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. MCQ സെഷൻസ് ഉണ്ടാവൂടാ? ഉണ്ട്, സാധ്യത ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടല്ലോ നമ്മൾ. അതൊക്കെ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ വെച്ചിട്ടാട്ടോ നിങ്ങൾക്ക് ഇനി ഈ ദിവസങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനെന്നാൽ തുടങ്ങട്ടെ, സർക്കിൾസിലേക്ക് പോട്ടെ. ഇനി എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാനുണ്ട്? പഠിക്കാൻ തുടങ്ങുമ്പോൾ ഉറക്കം വരുമ്പോൾ നിങ്ങളില്ലേ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടല്ലോ എന്ന് കരുതിയിട്ടിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? പൊമോഡോറോ ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ മക്കളെ? ഒരു നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്രെയിനിന് ആദ്യം തന്നെ മടുപ്പ് കൊടുക്കരുത്. നിങ്ങൾ വിചാരിക്കുക ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് ഞാൻ പഠിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും പഠിക്കുള്ളൂ. ടൈമറൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കറക്റ്റ് അരമണിക്കൂറാകുമ്പോൾ നിങ്ങൾ നിർത്തിക്കോ. അരമണിക്കൂർ എന്ത് ചെയ്യുക? ഫോക്കസ്ഡ് ആയിട്ട് ഫോണൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പഠിക്കാം. ഓക്കെ, അരമണിക്കൂറാകുമ്പോൾ നിങ്ങൾ എണീച്ചോ, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. 10 മിനിറ്റ് ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ചില്ല് ചെയ്തിട്ട് തിരിച്ചു വരാം. പിന്നെ അരമണിക്കൂർ അങ്ങനെ ബ്രേക്ക് എടുത്തില്ലേ, കട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മൾക്ക് മടുക്കൂല. കണ്ടിന്യൂസ് നിങ്ങൾ 2 മണിക്കൂർ ശ്വാസം മുട്ടിയിരുന്ന് പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മടുത്തിട്ട് എണീറ്റ് പോകാൻ തോന്നുന്നത്. അങ്ങനെ ചെയ്യരുത്. 30 മിനിറ്റ്സ് ബ്രേക്ക് പറ്റുവാടാ. അത് വർക്ക് ആവുന്ന ടെക്നിക്കാണ്, നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൽ. ഓക്കെ, പിന്നെ ഈ പഠിച്ച സാധനങ്ങൾ നിങ്ങൾ മറന്നു പോകും. കിടക്കുന്നതിന് മുമ്പെങ്കിലും ഒന്നും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് റീകോൾ ചെയ്തെടുക്കാൻ നോക്കുക. പഠിച്ച കാര്യങ്ങൾ എന്താ ഞാൻ പഠിച്ചത്, അവിടെ കിടന്നുകൊണ്ടെങ്കിലും എന്ത് ചെയ്യുക, ഒന്നൊന്ന് ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയാൻ വേണ്ടി നോക്കുക. പിന്നെ ഇപ്പോൾ തിയറി ഇപ്പോൾ ലൈക്ക് സോഷ്യൽ സയൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കുറേ പോയിൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ ആ പോയിൻറ്റ്സ് ഇനി കുറച്ച് വർഷങ്ങളോ ഇയേഴ്സൊക്കെ പഠിക്കാനുണ്ടാവുമല്ലോ. മെയിനായിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഹിസ്റ്ററിയൊക്കെ എന്തൊക്കെ പഠിക്കാനില്ലേ, അങ്ങനത്തെ ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതിനെന്തെങ്കിലും കോഡ് ഉണ്ടാക്കുക. നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ കോഡൊക്കെ പഠിപ്പിച്ച് തരാറുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ ഒരു കോഡ്, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കഥകളൊക്കെ നമ്മൾ ഈ സയൻസ് സോഷ്യലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഒരു റീലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ബ്രെയിന് നമ്മൾ തിരക്കിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ബ്രെയിൻ പെട്ടെന്ന് മറന്നു പോകും. നമുക്കിപ്പോൾ നാളെ എക്സാമാണ്, നമ്മൾ പെട്ടെന്നൊരു സാധനം ഇന്ന് പഠിച്ചാൽ നാളെ ആകുമ്പോഴത്തേക്ക് അത് മറന്നു പോകും. പക്ഷേ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ മറക്കാറില്ല ഇല്ലേ? നമ്മളായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം പോലും അവിടുന്ന് ഇവിടുന്ന് കേട്ടാൽ നമ്മളത് മറക്കേയില്ല. അതെന്തുകൊണ്ടാണ്? നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ഷൻ വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ സാധനം ബ്രെയിൻ മറക്കൂല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റോറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡി ആകുമ്പോൾ നിങ്ങൾ ആ പഠിക്കാൻ ഇരുന്ന സ്ഥലം ഇല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ വരും, ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നപ്പോൾ പഠിച്ച ടോപ്പിക്കാണല്ലോ. അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലോ. അപ്പോൾ നിങ്ങൾ കമ്പൈൻ സ്റ്റഡി നോക്കുക, ഇല്ലെങ്കിൽ കുറച്ച് കഥകളൊക്കെ മിക്സ് ചെയ്തതിനിടയിൽ കൂടെ ഫണ്ണായിട്ട് പഠിക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് തന്നെ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് വേഗം ഓർമ്മ വരും ആ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴേക്കും. അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ സാധനം അവിടെ ഉണ്ടാവും. ഓക്കെ, കേൾക്കുന്നില്ലേ? അയ്യോ, ഞാൻ കഷ്ടപ്പെട്ട് തൊണ്ട കീറി പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? സോഷ്യലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് സോഷ്യൽ ഭയങ്കര പാടായിരുന്നു അമ്മേ. അതുകൊണ്ട് സോഷ്യലിൻ്റെ മോട്ടിവേഷൻ ഞാൻ തരൂല. പക്ഷേ സോഷ്യലിൽ എനിക്ക് സോഷ്യലിന് ഉണ്ടായിരുന്നു, A ഗ്രേഡ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് ട്രബിൾ തന്നെ. നിങ്ങൾ നോക്ക് മക്കളെ, എക്സാം ആവാനായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അധികം സമയമില്ല, കുറച്ച് നാൾ കഷ്ടപ്പെട്ടാൽ മതി. കുറച്ച് നാൾ ഇനി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാമെന്ന് തന്നെ പറയാം. പീസ്ഫുള്ളായിട്ട് ഇഷ്ടമുള്ള കോഴ്സ് ഇഷ്ടമുള്ള സ്ഥലത്ത് പഠിക്കാം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല, ഇന്ന കോഴ്സ് ഇന്ന ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന സ്കൂൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പ്ലാനിങ് ഒക്കെ തെറ്റാതിരിക്കണമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക,
എല്ലാവരും പഠിക്കും, നിങ്ങൾ മാത്രമായിരിക്കും പഠിക്കാതിരിക്കുന്നുണ്ടാവുക, എല്ലാവരും പഠിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ അഡ്മിഷൻ കിട്ടുമ്പോൾ നിങ്ങൾ ആ ഒരു സങ്കടാവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോളാം. ഓക്കെ, അങ്ങനെയാണ് ഞാൻ സർക്കിൾസ് വേഗം തുടങ്ങട്ടെ. ഇനി എത്രയോ ചാപ്റ്റേഴ്സ് ഉണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനേഷൻസ് പറഞ്ഞു പോവാണ് കേട്ടോ. നോക്കാം. അപ്പോൾ ടാൻജൻറ്റ് ടു എ സർക്കിൾ എന്നൊക്കെ പറയും, ടാൻജൻ്റ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ എന്താണ് സീക്കൻറ്റ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് സർക്കിളിലെ രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് കോഡാണ്. അപ്പോൾ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ കോഡാണ്. പക്ഷേ ഇത് ലൈൻ സെഗ്മെന്റ് അല്ല, ഇങ്ങനെ സർക്കിളിനെ കട്ട് ചെയ്ത് 2 പോയിന്റ്സിൽ കട്ട് ചെയ്ത് അങ്ങനെ പോകുന്ന ലൈനിനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? സീക്കൻറ്റ്. ഇനി സർക്കിളിലെ ഒരു പോയിന്റിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ആ ലൈനിനെ പറയുന്ന പേരാണ് എന്ത് മക്കളെ? ടാൻജൻറ്റ്. ആ പോയിന്റിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഇതൊക്കെയാണ് സർക്കിളിൻ്റെ ഡെഫിനേഷൻസ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഒരു തിയറം ഉള്ളത്? ദ ടാൻജൻറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് എ സർക്കിൾ ഈസ് പെർപെൻഡിക്കുലർ ടു ദ റേഡിയസ്. അതായത് ഈ ടാൻജൻറ്റും ആ ടാൻജൻറ്റിൻ്റെ ആ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ നിന്ന് നമ്മുടെ സെൻറ്ററിലേക്ക് വരയ്ക്കുന്ന റേഡിയസ് ഇല്ലേ, അതും ഈ ടാൻജൻറ്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പ്രൂഫൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലാട്ടോ ചെയ്യുന്നത് മക്കളെ. അപ്പോൾ ഇന്ന് ജസ്റ്റ് പറഞ്ഞു പോവാണ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഇതായി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞോ. എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ഇൻ്റർസെക്ട് ഇറ്റ് ഇൻ എത്ര പോയിന്റ്സ്? ടാൻജൻറ്റ് ഒരു സർക്കിളിനെ എത്ര പോയിന്റിൽ ഇൻ്റർസെക്ട് ചെയ്യുന്ന? ഒറ്റ പോയിന്റിലൂടെ അല്ലേ പാസ് ചെയ്യുന്നത്? അപ്പോൾ 1 പോയിന്റ്. ഓക്കെ, ഇനി അടുത്തത് എ ലൈൻ ഇൻ്റർസെക്റ്റിംഗ് എ സർക്കിൾ ഇൻ 2 പോയിന്റ്സ് ഈസ് കോൾഡ്. ഒരു ലൈൻ 2 പോയിന്റ്സിലൂടെ ഇൻ്റർസെക്ട് പോകുന്ന ലൈനിനെ പറയുന്ന പേര് സീക്കൻറ്റ്. എ സർക്കിൾ ക്യാൻ ഹാവ് ഡാഷ് പാരലൽ ടാൻജൻസ് അറ്റ് ദ മോസ്റ്റ്. എത്ര ഉണ്ടാകും? ക്യാൻ ഹാവ് എത്ര പാരലൽ ടാൻജൻസ് ഉണ്ടാകും ഒരു സർക്കിളിന്? ഞാനിപ്പോൾ ഈ പോയിന്റിലൂടെ ഇങ്ങനെ ഒരു ടാൻജൻറ്റ് വരച്ചു. ഇതിന് പാരലലായിട്ട് എനിക്ക് ഒരെണ്ണല്ലേ വരയ്ക്കാൻ പറ്റുള്ളൂ, അപ്പോൾ 2 എണ്ണം. ഇനി ദ കോമൺ പോയിന്റ് ഓഫ് എ ടാൻജൻറ്റ് ടു എ സർക്കിൾ ആൻഡ് ദ സർക്കിൾ ഈസ് കോൾഡ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ്? പിന്നെ അടുത്തൊരു തിയറം പറയുന്നത് ടാൻജൻറ്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ഈ 2 ടാൻജൻറ്റിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ തന്നെയുള്ളൂ നിങ്ങൾക്ക് തിയറമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നേരെ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. ഇനി ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, ഒറ്റ സെക്കൻഡ് മക്കളെ. ഓക്കെ, നോക്കാം. എ ടാൻജൻറ്റ് പി ക്യു അറ്റ് എ പോയിന്റ് പി ഓഫ് എ സർക്കിൾ. ഞാൻ ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട്, നോക്കിയോ. എ ടാൻജൻറ്റ് പി ക്യു, അതായത് ഒരു സർക്കിളാണ്. ആ സർക്കിളിനൊരു ടാൻജൻറ്റ് പി, ഇതവിടെ പി എന്ന് പറഞ്ഞിട്ടൊരു ടാൻജൻറ്റ്, പി ക്യു എന്ന് പറഞ്ഞിട്ടൊരു ടാൻജൻറ്റ് അറ്റ് എ പോയിന്റ് പി ആണ് അവിടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 5 സെൻറ്റിമീറ്റർ. സർക്കിളിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. മീറ്റ്സ് എ ലൈൻ ത്രൂ ദ സെൻറ്റർ ഓ അറ്റ് എ പോയിന്റ് ക്യു. നമ്മുടെ സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനാണ്. ഓക്കെ, അപ്പോൾ ഒ ക്യു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ പി ക്യു എന്ന് പറഞ്ഞ ടാൻജൻറ്റും ഈ ലൈനിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒ ക്യുവിൻ്റെ ലെങ്ത് 12 ആണെങ്കിൽ ലെങ്ത് ഓഫ് പി ക്യു ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കിവിടെ അറിയാം ഇത് പെർപെൻഡിക്കുലർ ആണ്, അതായത് 90 ഡിഗ്രി ഫോം ചെയ്യുന്നുണ്ട്. റേഡിയസ് 5 സെൻറ്റിമീറ്റർ. ഹൈപ്പോട്ട്ന്യൂസ് അല്ലേ മക്കളെ? ഇത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ അതാ ഇവിടെ 90 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള ഹൈപ്പോട്ട്ന്യൂസ് 12 ആണെങ്കിൽ ഈ സൈഡ്. അപ്പോൾ നമുക്കറിയാം 12 സ്ക്വയർ ഈക്വൽ ടു ഇത് സം പി ക്യു അല്ലേ? അപ്പോൾ 12 സ്ക്വയർ ഈക്വൽ ടു, ഇല്ലെങ്കിൽ ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ 12 സ്ക്വയർ ഈക്വൽ ടു പി ക്യു സ്ക്വയർ പ്ലസ് നമ്മുടെ 5 സ്ക്വയർ, എങ്കിൽ പി ക്യു സ്ക്വയർ ഈക്വൽ ടു 12 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 144 മൈനസ് 25. മൈനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 119 കിട്ടും പി ക്യു സ്ക്വയർ. എങ്കിൽ പി ക്യു എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 119. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ഡി. ഓക്കെ, എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്. In the figure, if TP and TQ are two tangents to a circle with center O, so that angle POQ equal to 110. ഇത് POQ 110 ആണ്. ഇത് എക്സ്റ്റേണൽ പോയിന്റ് എന്നുള്ള ടാൻജൻസ് ആണ്. സോ അത് രണ്ടും എന്താ? ഈക്വൽ ആണ്. എങ്കിൽ ആംഗിൾ PTQ എത്രയാണ് മക്കളെ? ടാൻജൻറ്റും ഇത് റേഡിയസ് ആണല്ലോ. ഇവിടെ 90 ഡിഗ്രി അല്ലേ, ഇവിടെ 90 ഡിഗ്രി അല്ലേ. അപ്പോൾ ഇത് 90, ഇത് 90. പിന്നെ ഇതെന്താണ്? എത്രയാണ് വരിക? ഇതൊരു സൈക്ലിക് ക്വാഡ്രാറ്റിലല്ലേ? എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്ര വരും? 110. ഈ 90 180 കഴിഞ്ഞു. ഇനി 110ന് എത്ര ആഡ് ചെയ്താൽ 180 കിട്ടും നോക്കിയാൽ മതി. അപ്പോൾ സമ്മ് 180 കിട്ടണം. 110 കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇവിടെ 70 ഡിഗ്രി. ഓക്കെ,
പ്രൂഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ടാൻജൻറ്റും റേഡിയസ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി, അതേപോലെ രണ്ട് എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് സർക്കിളിലേക്ക് വരയ്ക്കുന്ന ടാൻജൻറ്റിൻ്റെ ലെങ്ത് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ കുറച്ച് പ്രൂഫും കുറച്ച് ആംഗിളും പിന്നെ സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനത്തെ ടൈപ്പൊക്കെയാണ് ഇവിടുന്ന് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ സർക്കിൾസ്. ഇനി എനിക്ക് പ്രോബബിലിറ്റി ഉണ്ട്, ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് ഉണ്ട്. ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് നിങ്ങൾക്ക് ആകെ പഠിക്കാനുള്ളത് ആർക്ക് ലെങ്ത്തിൻ്റെ ഫോർമുല, സെക്ടറിൻ്റെ ഫോർമുല, സെഗ്മെൻറ്റിൻ്റെ ഫോർമുല, ഈ മൂന്നെണ്ണേ ഉള്ളൂ. ഓക്കെ, അതിനകത്ത് നിങ്ങൾക്ക് ഇക്വലാറ്റർ ട്രയാങ്കിളുടെ ഏരിയയുടെ ഫോർമുല √3/4a² കൂടെ പഠിച്ചു വെക്കുക. ഇത്രയാണ് വരിക. ഇതെല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. അപ്പോൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. സർക്കിൾ എന്താണ്? ഈ പറഞ്ഞ സാധനം, അതായത് ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ പോകുന്ന കുറച്ച് പോയിന്റുകളുടെ കളക്ഷനെയാണ് നമ്മൾ സർക്കിൾ എന്ന് പറയുക. അതിന് ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫിഗറാണ് സർക്കിൾ. റേഡിയസ് എന്ന് പറയുന്നത് സെൻറ്ററിൽ നിന്ന് സർക്കിളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് റേഡിയസ്. റേഡിയസിൻ്റെ ഡബിൾ ആണ് ഡയമീറ്റർ. കോഡെന്ന് പറയുന്നത് ഡയമീറ്റർ ഇറ്റ്സെൽഫ് എ കോഡാണ്. പിന്നെ ഉണ്ടാവും നെക്സ്റ്റ് വീക്കിലൊക്കെ ഉണ്ട്, മാരത്തോൺ ഉണ്ട് കേട്ടോ. യെസ്, പിന്നെ കോഡ് 2 പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ് കോഡ്. ആർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വളയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ സർക്കിളിൻ്റെ ഒരു പാർട്ട് ഇത്രയും ഒരു പാർട്ട് വളപ്പൊട്ട് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ എന്താണ്? ആർക്കാണ്. ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr² ആണ്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr ആണ്. ഇത്രയാണ് ബേസിക് ആയിട്ട് സർക്കിളിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് മെയിനായിട്ട് സെക്ടർ. ഓക്കെ, നോക്കിയാൽ സെക്ടർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കേക്ക് കട്ട് ചെയ്യുകയാണ്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പീസ് ഇല്ലേ, അതിനെ പറയുന്ന പേരാണ് സെക്ടർ. അത്രയേ ഉള്ളൂ സെക്ടർ. ഈ സെക്ടർ തന്നെ 2 ടൈപ്പ്. അതായത് സെക്ടർ എന്ന് പറഞ്ഞാൽ 2 റേഡിയസിൻ്റെയും ആർക്കിൻ്റെയും ഇടയിലുള്ള ആ ഒരു റീജിയനെയാണ് സെക്ടർ എന്ന് പറയുക. അത് മൈനർ സെക്ടറും ഉണ്ട്, മേജർ സെക്ടറും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്കിളിൻ്റെ ഏരിയൻ്റെ ഒരു പാർട്ടല്ലേ, അങ്ങനെ ആലോചിച്ചാൽ മതി. ഏരിയ ഓഫ് എ സെക്ടറിൻ്റെ ഫോർമുല θ/360 × πr². πr² എന്താ? സർക്കിളിൻ്റെ ഏരിയ ആണ്. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ തരുന്ന സെൻട്രൽ ആംഗിൾ കേട്ടോ, ആ ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ ഫോർമുല പഠിച്ചോണം. θ/360 ഡിഗ്രി × πr² ആണ് ഏരിയ ഓഫ് എ സെക്ടർ. ഇനി അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ആർക്ക് ലെങ്ത്. ആർക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു ഒരു സർക്കിളിൻ്റെ സർക്കിൾ കുറച്ചുകൂടെ വൃത്തിക്ക് വരച്ചു തരാം. ഒരു സർക്കിളിൻ്റെ പാർട്ടാണ്, ഒരു കഷ്ണമാണ് എന്ത്? ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നതോ ഈ സർക്കിളിൻ്റെ ഈ ഒരു ലെങ്ത്തിനെയല്ലേ നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയാം. അപ്പോൾ θ/360 × 2πr എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആർക്ക് ലെങ്ത്തും കിട്ടി. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിലെ കോഡും ഈ ആർക്കിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ, അതിനിടയിലുള്ള റീജിയനെയാണ് നമ്മൾ എന്ത് പറയുക? സെഗ്മെൻറ്റ് എന്ന് പറയുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ സെക്ടറിൻ്റെ കാര്യം പറഞ്ഞ പോലെ സെഗ്മെൻറ്റിനും മൈനർ സെഗ്മെൻറ്റും ഉണ്ട്, മേജർ സെഗ്മെൻറ്റും ഉണ്ട്. ദെൻ അടുത്തത് ഏരിയ ഓഫ് എ സെഗ്മെൻറ്റ്. ഏരിയ ഓഫ് എ സെഗ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ സെൻറ്ററിലേക്ക് നമ്മൾ ഇങ്ങനെ 2 ലൈൻ വരയ്ക്കും, അതായത് റേഡിയസ് വരയ്ക്കും. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തപ്പോൾ, അതായത് ഈ 2 റേഡിയസിൻ്റെയും ഈ ആർക്കിൻ്റെ ഇടയിലുള്ള ഈ ഫുൾ റീജിയൻ എന്ന് പറയുന്നത് സെക്ടറാണ്. നമുക്ക് ഏരിയ ഓഫ് എ സെക്ടർ നമ്മൾ പഠിച്ചു. ഏരിയ ഓഫ് എ സെക്ടറിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് സെഗ്മെൻറ്റിൻ്റെ ഫോർമുല. ഏരിയ ഓഫ് എ സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇതാണ് പിക്ചർ എങ്കിൽ ഏരിയ ഓഫ് എ സെക്ടർ, ഈ ഒരു കംപ്ലീറ്റ് സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ഏരിയ ഓഫ് എ സെഗ്മെൻറ്റിൻ്റെ ഫോർമുല. ഇതെല്ലാം കൂടി ഞാനല്ലടാ, ഞാൻ ഇനി പ്രോബബിലിറ്റിയോടെ കഴിഞ്ഞാൽ ഞാൻ പോകും. അതിൻ്റെ അബീസാർ വരും, പിന്നെ പുതിയൊരാൾ കൂടി വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തരട്ടെ. യെസ്, ഓക്കെ, അപ്പോൾ ഇതിനെല്ലാത്തിനെയും കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ചെയ്യാം നമുക്ക്. ആദ്യം ഇത് ചെയ്ത് നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 6 cm ഇഫ് ദ ആംഗിൾ ഓഫ് സെക്ടർ ഈസ് 60 ഡിഗ്രി. അപ്പോൾ ആ തീറ്റ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. അപ്പോൾ തീറ്റ എത്രയാണ്? 60 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 × πr². പൈൻ്റെ വാല്യൂ ചിലപ്പോൾ 3.14 തരും. തരില്ലെങ്കിൽ നിങ്ങൾ എന്തെടുക്കുക? 22/7 കൊടുക്കുക. 22/7. ഓക്കെ, 22/7 × r². റേഡിയസ് ഇതാ 6 cm. അപ്പോൾ അതാ 6 × 6. ഇനി മാക്സിമം കട്ട് ചെയ്തിട്ട് ചെറുതാക്കുക കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ 6/36 എന്താ മക്കളെ? 1/6 എന്ന് വരും. 1/6. ഇനി നിങ്ങൾക്ക് 22/7 × 6 × 6. ഇനി എന്താ കട്ട് ചെയ്യാനുള്ളത്? ഒന്നും മിസ്സായി പോയിട്ടില്ലല്ലോ? ഇല്ല. ഈ 6നെ കട്ട് ചെയ്യാം. വേറെന്താ നിങ്ങൾക്ക് വരുന്നത്? 22 × 6/7. ഇത്രയല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്തില്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 22 × 6 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 12.
12 + 1 132/7 എന്ന് കിട്ടും. ഓക്കെ, ഇത് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് നിർത്താം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തതാ ഇത് 3 കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. 3 കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 21 cm an arc subtends an angle of 60 degree at the center. Find the length of the arc, area of the sector, area of the segment. എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ. ശ്രദ്ധിച്ചോ, നമുക്ക് ഞാൻ ആ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ സർക്കിള്. ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 21 cm. 21 cm ആണ്. അപ്പോൾ ഞാൻ തൽക്കാലം ഇങ്ങനെ ഫിഗറൊക്കെ വരയ്ക്കുകയാണ്. അപ്പോൾ 21 cm ആണ് റേഡിയസ്. ഇനി എന്താ പറഞ്ഞത്, 60 degree ആണ് സെൻട്രൽ ആംഗിള്. നമുക്ക് എന്താ വേണ്ടേ, ആദ്യം ലെങ്ത് ഓഫ് ദ ആർക്ക്, ആർക്ക് ലെങ്ത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത്തിൻ്റെ ഫോർമുല θ/360 × 2πr. ഓക്കെ, അപ്പോൾ തീറ്റ എത്രയാ, 60. 60/360 × 2πr എന്ന് പറഞ്ഞാൽ 2 × പൈൻ്റെ വാല്യൂ 22/7, റേഡിയസ് 21. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ കട്ട് ചെയ്യാം, ഇതിനെ മൊത്തത്തിൽ കട്ട് ചെയ്യുമ്പോൾ 1/6 എന്ന് വരും. × 2 × 22 ഈ 7 21 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും. ഓക്കെ, ഇവിടെ 3 വരും. അപ്പോൾ 22 × 3 എന്ന് വരും. ഇനി നമുക്കിതാ ഇവിടെ 3നെയും 6നെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. ആ 2ഉം ഈ 2ഉം വെട്ടിപ്പോയിട്ട് ലാസ്റ്റ് 22 മാത്രം, 22 cm. വെരി ഗുഡ്. 22 cm ആണ് എന്ത് മക്കളെ, ആർക്ക് ലെങ്ത്. ഓക്കെ, ആർക്ക് ലെങ്ത് കിട്ടി. ഞാൻ കോപ്പി ചെയ്തിട്ട് വായിക്കട്ടെ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ. ഏരിയ ഓഫ് ദ സെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏരിയ ഓഫ് ദ സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു റീജിയൻ്റെ ഏരിയ, ഈ ഒരു റീജിയൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തത് ഏരിയ ഓഫ് എ സെക്ടർ. ഏരിയ ഓഫ് സെക്ടർ എന്ന് പറയുന്നത് എന്താ മക്കളെ, θ/360 × πr² = തീറ്റ എത്രയാ, 60. 60/360 × പൈൻ്റെ വാല്യൂ 22/7, റേഡിയസ് 21², 21 × 21. കട്ട് ചെയ്യാട്ടോ മാക്സിമം. നിങ്ങളിതാ ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1/6 എന്ന് വരും. 7നെയും 21നെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 എന്ന് വരും. അപ്പോൾ 22 × 3 × 21. ഈ 3നെയും 6നെയും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 2നെയും 22നെയും കട്ട് ചെയ്യുമ്പോൾ 11 വരും. അപ്പോൾ 11 × 21 ചെയ്താൽ ആൻസറായി. എത്രയാണെന്ന് എനിക്കറിയില്ല, 231 ആണെന്ന് തോന്നുന്നു, നോക്കാം, അറിയില്ല. 1 × 1 1, ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 2, 1 3 2, കറക്റ്റാണ്. 231 cm², സ്ക്വയർ സെൻറ്റിമീറ്ററോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. റെഡി അല്ലേ, വെരി ഗുഡ്. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇനി എന്താ, ഏരിയ ഓഫ് ദ സെഗ്മെൻറ്റ്. സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ കോഡ് വരയ്ക്കണം. കോഡ് വരച്ചിട്ട് നമുക്കിതാ ഈ സെഗ്മെൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ വേണം. ഓക്കെ, ട്രയാങ്കിളിൻ്റെ ഏരിയ വേണ്ടേ. ട്രയാങ്കിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദാ ഇവിടെ 21ഉം ഇവിടെ 21 ആണെങ്കിൽ ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണല്ലോ, ഐസോസിലസാണ്. ഇവിടെ 60 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും ഇവിടെയൊക്കെ 60 ഡിഗ്രി അല്ലേ മക്കളെ വരിക. 60 കണ്ടാൽ മറ്റേത് രണ്ടും 60 ആയിരിക്കും. അപ്പോൾ ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു മിനിറ്റ്, ഓക്കെ നോക്കാം. അപ്പോൾ നോക്കിയാൽ 21 21 60 60 60 നമുക്ക് നോക്കാം. ഇനി എന്താ നോക്കണ്ടേ, യെസ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എന്താ, ഇക്വലാറ്റർ ട്രയാങ്കിളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് segment equal to area of segment equal to area of sector minus area of equilateral triangle. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ ഇപ്പോൾ കണ്ടുപിടിച്ചു 231 cm² മൈനസ് ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താ മക്കളെ, √3/4a². ഓക്കെ, സോ 231 മൈനസ് √3/4. എ എന്ന് പറഞ്ഞാൽ എന്താ, സൈഡ് 21². ഓക്കെ, 21² എന്ന് പറഞ്ഞാൽ എത്രയാണ്,
441 ആണ്. 441 ഇതിനൊന്ന് ഭംഗിയിൽ എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞു. 231 മൈനസ് 441√3/4 cm². കഴിഞ്ഞു. അത്രേ ഉള്ളൂ കേട്ടോ. യെസ്, ഓക്കെ. അപ്പോൾ ഇത് 3 ഫോർമുലയെ നിങ്ങൾക്ക് അവിടെ പഠിക്കാനുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രോബബിലിറ്റിയും കൂടെ എടുത്തിട്ട് ഞാൻ അങ്ങ് പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അബേസ് സാറിനോട് പറഞ്ഞു വെക്കട്ടെ. ഒറ്റ മിനിറ്റ് മക്കളെ. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം പ്രോബബിലിറ്റി. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ മക്കളെ. യെസ്, ഓക്കെ. അപ്പോൾ പ്രോബബിലിറ്റി നിങ്ങൾ +1 +2 മാത്സ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ സാധനം ഉണ്ട്. വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്ററാണ്. ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, കാർഡിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. വേറെ കാര്യമായിട്ടൊന്നും ഇവിടെ പഠിക്കാനില്ല. നമുക്ക് നോക്കാം. അപ്പോൾ പ്രോബബിലിറ്റിയിൽ കുറച്ച് ഡെഫിനിഷൻസ് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് മക്കളെ ഒരു റാൻഡം ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് ഓഫ് ഒക്വറൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തു. കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് അത് ഹെഡാണോ ടെയിലാണോ വീഴാൻ പോകുന്നത് നമുക്ക് മുൻകൂട്ടി എക്സ്പെക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ളതിനെയാണ് ഈ റാൻഡം ഇവൻ്റ് എന്നൊക്കെ പറയുക. പിന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ഔട്ട്കം ഉണ്ടാവും. ഔട്ട്കം എന്ന് പറഞ്ഞാൽ റിസൾട്ട്, അതായത് ഹെഡാകാം അല്ലെങ്കിൽ ടെയിലാകാം. ഇപ്പോൾ തന്നെ 2 റിസൾട്ട് വന്നില്ലേ? അപ്പോൾ ഇല്ലെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ 1 to 6 നമ്പേഴ്സ് ഉണ്ട്. അതിൽ ഏതാണ് വരാൻ പോകുന്നത് നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഇവൻറ്റ് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ റിസൾട്ട് അവിടെ പോസിബിൾ ആണ്. 1 വീഴാം, 2 വീഴാം, 3 വീഴാം, ഏത് വേണമെങ്കിലും വീഴാം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? റാൻഡം ഇവൻറ്റ് എന്ന് പറയുക. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇമ്പോസിബിൾ ആൻഡ് ഷുവർ ഇവൻറ്റ്. ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബബിലിറ്റി നിങ്ങൾക്ക് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പ്രോബബിലിറ്റിയാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതാ ഇവൻ്റ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് 0 ആണെങ്കിൽ, ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ഡേ ഇൻ ജനുവരി ഹാവിങ് 29 hours, 29 മണിക്കൂറുള്ള ഒരു ദിവസം ജനുവരിയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഇവൻറ്റ് ഇമ്പോസിബിൾ ആണ്, നടക്കാൻ സാധ്യതയില്ലാത്ത ഇവൻറ്റിനെയാണ് നമ്മൾ ഇമ്പോസിബിൾ ഇവൻറ്റ് എന്ന് പറയുക. എങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി 0 ആണ്. ഇനി ഷുവർ ഇവൻറ്റ് അല്ലെങ്കിൽ സർട്ടേൺ ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ ആൻ ഈവൻ നമ്പർ ലീവിങ് നോ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 2. ഈവൻ നമ്പറിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിമൈൻഡർ ഒന്നും ഇല്ല, ശേഷിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രൂ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു ഷുവർ ഇവൻറ്റിന് എക്സാമ്പിൾ ആണ്. സോ പ്രോബബിലിറ്റി എന്തായിരിക്കും? 1 ആയിരിക്കും. പിന്നെ നമ്മൾ പഠിക്കുന്ന ഏതൊരു ഇവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയും 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് വാല്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ്? നിങ്ങൾ പറ, ഏതായിരിക്കും? പറ. ഇതിൽ ഏതാണ് ഒരു പ്രോബബിലിറ്റി ഓഫ് ഇവൻ്റ് ആവാൻ സാധ്യതയുള്ളത്? 0.75. ഡി ആവുമോ? നമ്മൾ പറഞ്ഞു 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ് വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ 0.75 അല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ എന്താണ്? അതിൻ്റെ മുകളിലേക്ക് പോയില്ലേ? അപ്പോൾ അത് പറ്റില്ല. ഇനി അടുത്ത നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ഇവൻറ്റ്. ഒരു ഇവൻ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്തു, 1 to 6 നമ്പേഴ്സ് അവിടെ വരുമല്ലോ. അതിൽ ഒരു ഇവൻറ്റ് ഞാൻ പറയുകയാണ്, നമ്പേഴ്സ് എല്ലാം ഓഡ് നമ്പേഴ്സ്, അതായത് ഡൈ ത്രോ ചെയ്ത് ഞാനൊരു ഇവൻറ്റ് പറയുകയാണ്, അതെല്ലാം ഗെറ്റിംഗ് ആൻ ഓഡ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് വരും? 1, 3, 5 വരും. ഇനി ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 4, 6 എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത് മക്കളെ? ഇത് നമ്മുടെ ഒരു ഇവൻറ്റ്. ഇപ്പോൾ എ ആണെങ്കിൽ അല്ലെങ്കിൽ ഇ ആണെങ്കിൽ, ആയിക്കോട്ടെ, ഇ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ്, അതൊഴിച്ച് ബാക്കിയുള്ളവരല്ലേ ഇത് ഇയുടെ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോംപ്ലിമെൻറ്റുകളുടെ, അതായത് നമ്മുടെ ഒരു ഇവൻറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി ആഡ് ചെയ്താൽ 1 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം കിട്ടിയില്ലെങ്കിൽ 1ൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ പി ഓഫ് ഇ തന്നിട്ടുണ്ട് 0.55. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ എന്നോ കോംപ്ലിമെൻ്റ് എന്നോ ഒക്കെയാണ് പറയുക. എന്താണ് പി ഓഫ് ഇ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? 1 - 0.55 ചെയ്താൽ മതി. എത്ര കിട്ടും? 0.45 കിട്ടും. കഴിഞ്ഞു. ഇനി അടുത്ത സാമ്പിൾ സ്പേസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെക്കുക. ദ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കംസ് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഡൈ ത്രോ ചെയ്തു,
1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് അവിടെ വരും. അപ്പോൾ 1 ആകാം, 2 ആകാം, ഇതൊക്കെ അതിൻ്റെ പോസിബിൾ ആയിട്ടുള്ള റിസൾട്ടുകളാണ്. ആ റിസൾട്ടുകളെ മൊത്തം അല്ലെങ്കിൽ ആ ഔട്ട്കമിനെ മൊത്തം പറയുന്ന പേരാണ് എന്ത് മക്കളെ? സാമ്പിൾ സ്പേസ്. ഒരു കോയിൻ ടോസ് ചെയ്തു, ഹെഡ് ആകാം, ടെയിൽ ആകാം. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ആ സാമ്പിൾ സ്പേസ് ആണ്. ആ 2 ഔട്ട്കം എന്ന് പറയുന്നത് എന്താ മക്കളെ? ടോട്ടൽ പറയുന്ന ആ എല്ലാ ഔട്ട്കമിനെയും പറയുന്ന പേരാണ് സാമ്പിൾ സ്പേസ്. ഇനി എലമെൻ്ററി ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ ഇവൻറ്റ് ഹാവിങ് ഓൺലി 1 ഔട്ട്കം ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് എലമെൻ്ററി ഇവൻറ്റ്. അതായത് ഒരു ഡൈ ത്രോ ചെയ്തപ്പോൾ ഒരു ഈവൻ പ്രൈം നമ്പർ ആവാനുള്ള ചാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മക്കളെ? ഈവൻ പ്രൈം നമ്പർ ഇപ്പോൾ 1 2 3 4 5 6 ആ നമ്പേഴ്സിൽ ഓൺലി 1 ആൻഡ് ഓൺലി ഈവൻ പ്രൈം എന്ന് പറഞ്ഞാൽ 2 മാത്രമല്ലേ ഉള്ളൂ. അതായത് ആ ഇവൻറ്റിൽ ഒറ്റ എലമെൻറ്റേ ഉള്ളൂ. അങ്ങനെയുള്ള ഇവൻറ്റിനെ പറയുന്ന പേരാണ് എലമെൻ്ററി ഇവൻറ്റ്. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് ഡെഫിനിഷൻ പഠിക്കാനുള്ളത് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഒരു റാൻഡം ഇവൻ്റ് അങ്ങോട്ട് നടക്കുകയാണ്. ഓക്കെ, എന്താണ് തല ഫുള്ള് കറങ്ങലാന്നോ? എൻ്റെ തലയാ? ഇല്ല, തല കറങ്ങാനായിട്ടില്ല. പ്രോബബിലിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് +1 പ്രോബബിലിറ്റി. അടിപൊളിയാണ്, സൂപ്പറാണ്. ഈ പേരുകളൊക്കെ ഇനി വേറെ പേരുകൾ ഇട്ടിട്ട് നമ്മളവിടെ പഠിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കാം, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ നടത്തുകയാണ്. ന്യൂ സ്റ്റുഡൻ്റ് ആണോ? വെൽക്കം, എൻ്റെ മനയിലേക്ക് സ്വാഗതം. അടിപൊളിയാണ്, നല്ല ക്ലാസ്സിലേക്കാണ് വന്നിട്ടുള്ളത്. പ്രോബബിലിറ്റി നമ്മളിപ്പോൾ തീരാനായിടാ, ഞാൻ പോകാനായി. ഇപ്പോഴാണോ വന്നേക്കുന്നത്? സാരല്ല, നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പരിചയപ്പെടാൻ, കണ്ടുമുട്ടാം. അപ്പോൾ നോക്കിയോ, അപ്പോൾ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? അതായത് ഇപ്പോൾ ഹെഡ്, ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അത് ഹെഡ് ആകാം അല്ലെങ്കിൽ ടെയിൽ ആകാം എന്ന് പറയുന്നത് അവിടെ രണ്ടിൻ്റെയും പ്രോബബിലിറ്റി സെയിം അല്ലേ? ഹെഡ് ആവാനുള്ള പ്രോബബിലിറ്റിയും സെയിം, ടെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി സെയിം. അങ്ങനെയുള്ള, അതായത് പ്രോബബിലിറ്റി സെയിം ആവുന്ന ഇവൻറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. ആ ഔട്ട്കം. ഇനി അതല്ലാതെ നോട്ട് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആകാം. അതായത് ഇപ്പോൾ 3 ഗ്രീൻ ബോളും 2 പിങ്ക് ബോളും ഉണ്ട് ഒരു ബാസ്ക്കറ്റിൽ. ഞാൻ എന്ത് ചെയ്തു? ഒരു ബോൾ എടുത്തപ്പോൾ അത് ഗ്രീൻ ആകാനുള്ള പ്രോബബിലിറ്റി, ഗ്രീൻ അവിടെ 3 എണ്ണം ഉണ്ട്, അപ്പോൾ അവിടുത്തെ പ്രോബബിലിറ്റി, പിങ്ക് അവിടെ 2 എണ്ണേ ഉള്ളൂ. പ്രോബബിലിറ്റി ഡിഫർ ചെയ്യും. ഓക്കെ, ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ആവുന്നതിനെയാണ് നോട്ട് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയുക. പിന്നെ മെയിനായിട്ട് യെസ്, 2 ടൈപ്സ് ഓഫ് അപ്രോച്ചസ് ടു സ്റ്റഡി പ്രോബബിലിറ്റി. നിങ്ങൾക്ക് 2 എണ്ണമാണ്. നമുക്ക് മെയിനായിട്ട് ഇതാണ് പഠിക്കാനുള്ളത് കേട്ടോ. എക്സ്പെരിമെൻ്റൽ ഓർ എംപിരിക്കൽ പ്രോബബിലിറ്റി തിയററ്റിക്കൽ അപ്രോച്ച്. ഇതൊന്നും ഡെഫിനിഷൻ കാണാതെ പഠിക്കേണ്ട, മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എക്സ്പെരിമെൻ്റൽ ആൻഡ് ഓർ എംപിരിക്കൽ പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവൻ ഇ ഒക്വറിങ്, അതായത് നമ്പർ ഓഫ് ട്രെയിൽസ് ഇൻ വിച്ച് ഇവൻ ഇ ഹാപ്പനിങ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള സാധനങ്ങൾ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗെറ്റിംഗ് 6 5 ടൈംസ് ആഫ്റ്റർ റോളിംഗ് ദ ഡൈ 100 ടൈംസ്. 100 പ്രാവശ്യം ഡൈ റോൾ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് 6 എത്രയാണ് കിട്ടുന്നത്? 5 പ്രാവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പർ ഓഫ് ഫേവറബിൾ ട്രെയിൽസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ട്രെയിൽസ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ 5/100 ആണ് ഗെറ്റിംഗ് 6. നിങ്ങൾക്ക് മെയിനായിട്ട് ഈ കാര്യങ്ങളല്ല, ട്രെയിൽസ് എന്നല്ല, നിങ്ങൾക്ക് ട്രെയിൽസിന് പകരം നിങ്ങൾക്ക് എന്ത് വരും? നിങ്ങൾക്ക് ട്രെയിൽസിന് പകരം നിങ്ങൾക്ക് എവിടെ പോയി നമ്മുടെ ഡെഫിനിഷൻ? ഔട്ട്കം. നമ്മൾ ഇത്രയും നേരം ഔട്ട്കം അല്ലേ പഠിച്ചേ? ആ ഔട്ട്കം ആയിന്നേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഈ ഒരു ഡെഫിനിഷനാണ് നിങ്ങൾക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഒരു ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞു, അത് ഈവൻ നമ്പർ ആവാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൈ ത്രോ ചെയ്തപ്പോൾ അവിടെ 6 ആണ് ഔട്ട്കം വരുന്നത്. ആ 6ൽ എത്ര എണ്ണമാണ് ഈവൻ നമ്പർ? 1 2 3. 3 എണ്ണല്ലേ ഈവൻ നമ്പർ. ആ 3/6നെ കട്ട് ചെയ്യുമ്പോൾ 1/2 ആണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ എന്ന് പറയുന്നത് 1/2 ആണ്. നിങ്ങൾക്കൊരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഏറ്റവും ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യണം? എഴുതണം. ഞാൻ പ്രോബബിലിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ മോട്ടിവേഷൻ തരാം. പ്രോബബിലിറ്റി ഇപ്പോൾ തീരും, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ എന്താ ആൻസർ നമുക്ക് എഴുതാം. എ ബാഗ് കണ്ടെയ്ൻസ് എ റെഡ് ബോൾ, എ ബ്ലൂ ബോൾ ആൻഡ് എ യെല്ലോ ബോൾ. അപ്പോൾ ഒരു ബാഗിൻ്റെ ഉള്ളിൽ ഒരു റെഡ്, ഒരു ബ്ലൂ, ഒരു യെല്ലോ ബോൾ ഉണ്ട്. ഓക്കെ, and all the ball beings of the same size, Kritika takes out a ball from the bag without looking into it. What is the probability that she takes out the yellow ball, red ball, blue ball? അപ്പോൾ കൃതിക എന്ത് ചെയ്തു? ബാഗിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഒരു ബോൾ പുറത്തേക്ക് എടുത്തു. അത് റെഡ് ആണോ ബ്ലൂ ആണോ അതേപോലെ യെല്ലോ ആവാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ യെല്ലോ ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി ഓഫ് യെല്ലോ എന്താ മക്കളെ? യെല്ലോ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ഔട്ട് ഓഫ് എത്ര എണ്ണം? 3 ബോൾസ്, 1/3. ഇനി റെഡ് ആവാനുള്ള പ്രോബബിലിറ്റിയോ? റെഡ് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ഔട്ട് ഓഫ് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം. ബ്ലൂ ആവാനുള്ള പ്രോബബിലിറ്റി, ബ്ലൂ എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. ഔട്ട് ഓഫ് ടോട്ടൽ ബോൾസ് 1/3. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താ? ഇതിൻ്റെ പ്രോബബിലിറ്റി സെയിം ആയതുകൊണ്ട് ഇത് ഈക്വലി ലൈക്ലി ഔട്ട്കം എന്ന് വേണേൽ പറയാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Suppose we throw a die once. What is the probability of getting a number greater than 4? What is the probability of getting a number less than or equal to 4? അപ്പോൾ ഒരു പ്രോബബിലിറ്റി, അതായത് ആദ്യം തന്നെ സാമ്പിൾ സ്പേസ് നോക്കാം. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അവിടെ 1 2 3 4 5 6 ഇത്രയും ഔട്ട്കം ഉണ്ട്.
6 വരെ നമ്പേഴ്സ് ഉണ്ട്. അതിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 4? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 4. 4-നേക്കാളും വലുതായിട്ടുള്ള നമ്പർ ഇതിൽ ഏതൊക്കെയാ മക്കളെ? ഈ 5ഉം 6ഉം മാത്രമല്ലേ ഉള്ളൂ. 5ഉം 6ഉം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ 2 എണ്ണം ഔട്ട് ഓഫ് 1 2 3 4 5 6 6. ഇനി ചെറുതാക്കുമ്പോൾ 1/3. മനസ്സിലായോ? ഇനി അടുത്തത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. 4നോട് ഈക്വലും ലെസ് ദാനും. അപ്പോൾ ഏതൊക്കെ വരും? 1 2 3 4. 4ഉം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈക്വൽ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ അവിടെ 4 എണ്ണം വരും ഔട്ട് ഓഫ് 6. ചെറുതാക്കുമ്പോൾ 2/3 ആണ് നമ്മുടെ പ്രോബബിലിറ്റി. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അടുത്ത മെയിനായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് കാർഡ്സ്. ചീട്ട് കളിക്കാറുണ്ടോ? അപ്പോൾ ചീട്ടിനെ കുറിച്ച് നല്ല ധാരണ വേണം. ടോട്ടൽ എത്രയാണ്? ഡെക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയും. 52 കാർഡ്സ് ഉണ്ട് കേട്ടോ. ഇനി ചീട്ട് കളിക്കാറില്ലെങ്കിലും നിങ്ങൾ കാർഡ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം കേട്ടോ. കാർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. 52 കാർഡ്സ് ടോട്ടൽ ഉണ്ട്. 26 റെഡ് കാർഡ്സും 26 ബ്ലാക്ക് കാർഡ്സും. റെഡ് കാർഡ്സ് വരുന്നത് നമുക്ക് ഹാർട്ടും അതേപോലെ ഡയമണ്ടും ആണ്. ബ്ലാക്ക് കാർഡ്സ് വരുന്നത് ക്ലബും സ്പെയ്ഡും. ഓക്കെ, ഇനി നിങ്ങൾക്ക് നമ്പർ കാർഡ്സ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ ഫേസ് കാർഡ്സ് എത്ര ഉണ്ട്? നമുക്ക് ഫസ്റ്റത്തെ 1 എന്ന് പറഞ്ഞ നമ്പർ ഇല്ല, അതിന് പകരമായിട്ട് ഏസ് ആണ്. ഓക്കെ, അപ്പോൾ ഏസ് ആണ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഏസ് ഉണ്ട്. പിന്നെ ഏസ് കഴിഞ്ഞിട്ട് പിന്നെ 2 തൊട്ട് 10 വരെ നമ്പർ കാർഡ്സ്. അതിനുശേഷം നിങ്ങൾക്ക് പിന്നെ ജാക്ക്, ക്വീന്, കിങ്. അതാണ് നമ്മുടെ ഫേസ് കാർഡ്സ്. അതായത് ഓരോ സ്യൂട്ടും, ഈ ഓരോരുത്തരും നമ്മൾ പറയുന്ന പേര് സ്യൂട്ട് എന്നാണ് കേട്ടോ. ഇപ്പോൾ ഹാർട്ട്, ഡയമണ്ട്, ഓരോരുത്തരും നമ്മൾ സ്യൂട്ട് എന്ന് പറയും. അവർ ഓരോരുത്തരും 13 വെച്ചാണ് ഉണ്ടാവുക. അപ്പോൾ ടോട്ടൽ 52 കാർഡ്സ്, 26 റെഡ്, 26 ബ്ലാക്ക്. ആ 26നെ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 13 ഹാർട്ട്, 13 ഡയമണ്ട്, 13 ക്ലബ്ബ്, 13 സ്പീഡ്. ഓരോ സ്യൂട്ടിലും മക്കൾ എന്ത് ചെയ്യണം? ഓരോ ഏസ് ഉണ്ട്. 1 2 3 4. അപ്പോൾ ടോട്ടൽ ഏസ് എത്ര ഉണ്ട് 52 കാർഡ്സിൽ? 4 ഏസ് ഉണ്ട്. ഇനി ജാക്ക്, ക്യൂന്, കിങ് വരുന്ന ഫേസ് കാർഡ്സ് ഇല്ലേ, അത് എത്ര ഉണ്ട് മക്കളെ? ഓരോന്നിലും ഇതിൽ 3 ജാക്ക്, ക്യൂന്, കിങ്, ഇതിൽ 3. ടോട്ടൽ 12 ഫേസ് കാർഡ്സ് ഉണ്ട്. ടോട്ടൽ 12 ഫേസ് കാർഡ്സ്. ഏസ് എത്ര എണ്ണം? 4 എണ്ണം. ഇതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. Yes, one card is drawn from a well-shuffled deck of 52 cards. Calculate the probability that the card will be an ace, not be an ace. Okay, അപ്പോൾ ഒരു കാർഡ് 52 ഡെക്ക് ഓഫ് കാർഡ്സിൽ നിന്ന് ഒരു കാർഡ് അങ്ങോട്ട് ഞാൻ റാൻഡം ആയിട്ട് വലിച്ചു. അത് ഏസ് ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ടോട്ടൽ കാർഡ്സ് എത്രയാണ് മക്കളെ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഏസ് ആവാനുള്ള പ്രോബബിലിറ്റി നോക്കോ. ടോട്ടൽ കാർഡ്സ് 52. ഏസ് എത്ര ഉണ്ട് മക്കളെ? ഏസ് എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട് ഏസ്. ഇനി 4/52 നമുക്ക് ചെറുതാക്കാം. 4ന്റെ പകുതി 2, 52ന്റെ പകുതി 26. അപ്പോൾ 1/13 വരും പ്രോബബിലിറ്റി. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? നോട്ട് ആൻ ഏസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നമ്മൾ ഏസ് ആവുന്നതിൻ്റെ കോംപ്ലിമെൻ്റ് അല്ലേ? നോട്ട് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്റ് അല്ലേ? അപ്പോൾ 1 - P ഓഫ് ഏസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 1 - 1/13 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 13 - 1/13 ദാറ്റ് ഈസ് 12/13. ഇത്രയേ ഉള്ളൂ കാർഡിൻ്റെ ക്വസ്റ്റ്യൻസ്. യെസ്, ഓക്കെ. അങ്ങനെയാണ് ഇതാ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞിട്ട് മിസ് അബേ സാറിനെ വിളിക്കുകയാണ്. എ ബോക്സ് കണ്ടെയ്ൻസ് 3 blue, 2 white and red marbles. 4 red marbles. If a marble is drawn at random from the box, what is the probability that it will be white, blue, red? അതായത് നമ്മുടെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ 3 blue, 2 white, 4 red marbles ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടെന്ന് നോക്കാം. 3 + 2 5, 5 + 4 9 ആണ് ടോട്ടൽ. അപ്പോൾ അത് വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് എത്ര ഉണ്ട്? 2. അപ്പോൾ 2/9 ടോട്ടൽ. ഇനി പ്രോബബിലിറ്റി ഓഫ് ബ്ലൂ ആണുള്ള പ്രോബബിലിറ്റി. ബ്ലൂ എത്ര ഉണ്ട്? 3 ഔട്ട് ഓഫ് 9. 3/9 കട്ട് ചെയ്യുമ്പോൾ 1/3 എന്ന് വരും. ഇനി റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി. റെഡ് എത്ര ഉണ്ട്? 4/9. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾക്ക് പ്രോബബിലിറ്റിന്ന് അറിയേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ മക്കൾ നമ്മുടെ ബാച്ചിൻ്റെ കാര്യം മറന്നു പോകണ്ട. നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കംപ്ലീറ്റ് ആയിട്ട് PYQസും റെക്കോർഡായിട്ടും അതേപോലെ നിങ്ങളുടെ ഓരോ എക്സസൈസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഈ ഒരു എക്സാം ടൈമിൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് +1 ഏതെങ്കിലും ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതാ നീറ്റും JEE ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പൃഥ്വി യോധ ബാച്ചൊക്കെ ഉണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ബാച്ചാണ്. നമ്മുടെ ഈ ബാച്ച് എന്നൊക്കെ പഠിച്ചിറങ്ങിയിട്ടുള്ള മക്കൾക്ക് ഒരുപാട് നല്ല റിസൾട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഇത് ജസ്റ്റ് ജോയിൻ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ അത്രത്തോളം യൂസ്ഫുൾ ആക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് കാര്യമുള്ളൂ. അപ്പോൾ ജോയിൻ
ജോയിൻ ചെയ്യണമെങ്കിൽ ഇതാ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. യെസ്, ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് മക്കൾസ്. അപ്പോൾ ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, പാട്ടോ ഞാൻ കിതച്ചു. പാട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞി പാട്ട് വേഗം പറഞ്ഞാൽ ഞാൻ വേഗം പാടിയിട്ട് പോവാം. ഇംഗ്ലീഷ് ഹിന്ദി ചോദിക്കരുത്, മലയാളം തമിഴ് ചോദിക്കാം. ഓക്കെ, എളുപ്പമുള്ളത് കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിയില്ല. ജസ്റ്റ് ഒന്ന് അഡ്മിഷൻ നമ്പർ അവരേക്കോ നമ്മുടെ സ്റ്റുഡൻറ്റ് റിലേഷനായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അമ്മേ മടുത്തു. എനിക്കറിയാവുന്ന ഒരു എളുപ്പമുള്ള പാട്ട് പറഞ്ഞാൽ ഞാൻ വേഗം പാടിയിട്ട് പോവാം. പാട്ട് കേട്ട് ആരും പോവരുത്. കാരണം നിങ്ങൾക്ക് ബാക്കി ഇതാ അബേസ് സാർ ഇവരൊക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. അമ്മേ സർവമായാലേ, സർവമായ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പുതുമഴ ഞാൻ ജസ്റ്റ് ഒന്ന് പാടിയിട്ട് പോവാം കേട്ടോ. കിതച്ചുപോയി, ശ്വാസം മുട്ടി. മണിക്കുട്ടി നീ നല്ല രസമുണ്ടാവും. മണമുള്ള പൂ വേണ്ട. സർവമായാല പാട്ട് നോക്കട്ടെ. എന്തായാലും ഇത്രയും ക്ലാസ് എടുത്തിട്ടേ മടുത്തു. അതാണ് പ്രശ്നം. ചിലപ്പോഴേ പിച്ച് കിട്ടുള്ളൂ കേട്ടോ. ഏതൊരു വാനമൊഴിഞ്ഞേ വീണൊരു താരകമീ ഞാൻ തിരയേണ്ടതാരേ വീണ്ടും പാതകളറിയാതിന്നും കൂടണയാനൊരു മോഹം നനവായി നിന്നെ കണ്ണിൽ. വേണ്ട, റിസ്കാ, ഭയങ്കര ഒച്ചയിപ്പോ. തിരക്കുവാൻ അടുത്തൊരാളില്ലേ ഈ ഭയങ്കര പിച്ച. ഞാനിപ്പോൾ കഷ്ടപ്പെടും. ചിരിച്ചിരുന്നില്ലേ നീയോ ഞാലുപോൽ കൈകൾ നീട്ടിയിടുമോ ഞാനാടുവാൻ പോന്നിടാ. പാടില്ല. എൻ്റെ കോൺഫിഡൻസ് കളയാൻ വേണ്ടി ഓരോരുത്തരോട് എത്തി നോക്കും. ആരില്ല. ഇതാണ് ഞാൻ പാട്ട് പാടിയല്ല പ്രശ്നം. പിന്നെ പാടിത്തരാം. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി ചിറകുകൾ മെല്ലെ വീശിനാം ചിരിമണിമാല കോർത്തിടാം നിറയുകയായി മനം സ്വയം. ഓക്കെ, അപ്പോൾ മടുത്ത് മക്കളെ, മെയിനായിട്ട് വയ്യാണ്ടായി, അതുകൊണ്ട് കേട്ടോ. ഓക്കെ, ബൈ ബൈ. എന്നാൽ ഞാൻ അബേസ് സാറിനെ വിളിക്കുകയാണ്. ഇവിടെ ഉണ്ട്, എല്ലാം സെറ്റാ. ഓക്കെ, എന്നാൽ ഞാൻ താങ്ക് യു. അത്രയ്ക്കൊന്നും സ്വീറ്റ് വോയിസിലേക്ക് ചിത്രാവോ. അബേസ് സാറെല്ലാം കണ്ടല്ലേ കളിയാക്കും. ഡാൻസ് അബേസ് സാറ് കളിച്ചോളൂ. പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, മറ്റേ മണമുള്ള ഓക്കെ സെറ്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു 5 ചാപ്റ്റർ കൂടി മോട്ടിവേഷൻ വരുന്ന വഴിക്ക് വരും അല്ലേ. ബൈ ബൈ ബൈ. സിറ്റാക്കാം. നമുക്കിനി ബാക്കിയുള്ള ചാപ്റ്റർ കൂടി. സോ എത്ര ചാപ്റ്റർ മിസ് സെറ്റാക്കി? 5 ചാപ്റ്റർ മിസ് സെറ്റാക്കിയിട്ടുണ്ട് അടിപൊളിയായിട്ട്. സോ ആദിത്യ 2708 മുത്തുമണിയുടെ പേര് വിളിച്ചുകൊണ്ട് നമ്മുടെ ലൈവ് ആരംഭിച്ചിരിക്കുകയാണ്. സോ ഇനി എന്തുണ്ടായാലും നമുക്ക് ആദ്യത്തെ തലയിടാം. ഓക്കെ സെറ്റ്. കേൾക്കുന്നുണ്ടോ? EMIന് EMIയുടെ കാര്യം ഓർമ്മിപ്പിക്കല്ലേ, അതും മന്തിൻ്റെ ഓർമ്മയുണ്ടോ മിക്കുട്ടൻ സെറ്റ്. സാറിന് നല്ല പനിയുണ്ട്, അതുകൊണ്ട് നമ്മുടെ പണ്ടത്തെ എനർജി വരുമെന്ന് അറിയില്ല. എന്നാലും മാക്സിമം നമുക്ക് ട്രൈ ചെയ്യാം. മോട്ടിവേഷൻ ചോദിച്ചു വരാം അങ്ങോട്ട്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ സാറിൻ്റെ ലൈഫിലൂടെ പറയാം. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഇന്ന് ലീവ് എടുക്കായിരുന്നു, പക്ഷേ നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ സാറിന് +2 ലൈവ് ഉണ്ടായിരുന്നു, നിങ്ങൾക്കും ലൈവ് ഉണ്ട്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിപ്പിച്ച് തരണം. നിങ്ങളുടെ ഫൈനൽ എക്സാമാണ്, ക്രൂഷ്യൽ ടൈമാണ്. സോ ആ ടൈമിൽ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ഇത്തിരി വയ്യെങ്കിലും ഒരു പാരസെറ്റമോളിൽ ഡോൾ അടിച്ചിട്ട് നമ്മൾ വരും, ചാടി നിൽക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു എഫേർട്ട്, നിങ്ങളവിടെ ഫോണിൽ ഇപ്പോൾ പലരും പറയുന്നുണ്ടാവും, ചിലപ്പോൾ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ടാവും, ഒന്ന് ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് പഠിക്കാനുള്ളത് പഠിച്ചടാ. അവർക്ക് അറിയുണ്ടാവില്ല നിങ്ങൾ പഠിക്കുകയാണെന്ന്.
അപ്പോൾ അങ്ങനത്തെ കുത്തുവാക്കുകളൊക്കെ കേട്ടും നിങ്ങൾ ചിലപ്പോൾ പഠിക്കാനിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്നിട്ട് സാർ വരാതെ കഴിഞ്ഞാൽ മോശമല്ല, ലീവ് എടുത്തു കഴിഞ്ഞാൽ മോശമല്ല എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. സോ നമുക്ക് അടിപൊളിയായിട്ട് ഇന്ന് ഫോർമുലാസ് മാത്രം, ഫോർമുലയും അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ 1-2 ചോദ്യങ്ങൾ വർഷം മിസ് ചെയ്ത പോലെ സാറും ചെയ്യാം. സാറൊക്കെ കട്ടയ്ക്ക് കൂടെ നിൽക്കുമെന്ന് ഉറപ്പുള്ളവർ മാത്രം റെഡ് ഹാർട്ട് കൊണ്ട് കമന്റ് ബോക്സ് ഒന്ന് ഉഷാറായിക്കോ. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഇന്ന് മുതൽ ആ ജേണി ആരംഭിക്കാം. ഫൈനൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ജേണി നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറേ നാൾ എന്താ വരാതിരുന്നേ ചോദിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോൾ വന്നില്ലേ? ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് വന്നില്ലേ? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് സീക്വൻസ് എല്ലാവർക്കും അറിയാം. ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ വർഷം മിസ് പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു സീക്വൻസ് ആണ് ഇങ്ങനെ പോകുന്നത്. സീക്വൻസിന് കുറച്ചൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ കോമൺ ഡിഫറൻസ് തൊട്ടടുത്ത് കിടക്കുന്ന ടേംസുകൾ തമ്മിലുള്ള ആ ഡിഫറൻസ് സെയിം ആവും. നമുക്കറിയാം അല്ലെ? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആയിട്ടൊരു MCQ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. എങ്ങനെയാണ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക? അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് ചെയ്താലോ? ഈ ഒരു ചോദ്യത്തിന് ആൻസർ അറിയുന്നൊരു വേഗം ചാറ്റിൽ പറഞ്ഞേ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കണേ നോക്കാം. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഭാരതുണ്ണി ഉണ്ട് കേട്ടോ, അതുപോലെ നമ്മുടെ മേരി സ്നേഹ. സാർ വിച്ച് ഡിസ്ട്രിക്റ്റ് എന്ന് നിങ്ങൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ കമന്റിൽ പറയും. കുറച്ച് നേരം എനിക്കിങ്ങനെ ഫോർമൽ ടോക്ക് ഇടിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് എൻ്റെ സാധാ ലാംഗ്വേജ് കടന്നു വരും. ഓക്കെ, എൻ്റെ നാട്ടിലെ സ്ലാങ് കയറി വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, റെഡി? അങ്ങനെ ചോദിക്കാൻ കാരണം തന്നെ നിങ്ങൾക്ക് ചില ഡൗട്ടുകളൊക്കെ അടിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിച്ച് ഡിസ്ട്രിക്റ്റ് എന്ന് ചോദിക്കണമെങ്കിലേ അതുകൊണ്ട്. റെഡി? സോ നമുക്ക് ആരംഭിക്കാം. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ഫോർമുല ആയിട്ട് പഠിക്കേണ്ടത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ടാമത്തെ ടേം ഒന്നാമത്തെ ടേം കുറയ്ക്കേണ്ടി വരും. അപ്പോൾ 3 - 2a നിന്ന് 3 - a/3a നിന്ന് രണ്ടാമത്തെ ടേം ഇതാണ്. ആദ്യ ടേം സബ്ട്രാക്ട് ചെയ്യുക, വിച്ച് മീൻസ് 1/a സബ്ട്രാക്ട് ചെയ്യുക. നമുക്കറിയാം ഡിനോമിനേറ്ററുകൾ സെയിം ആവുകയാണെങ്കിൽ ഇത് സബ്ട്രാക്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയതേ. എങ്ങനെയാണ് ഡിനോമിനേറ്റർ സെയിം ആക്കുക? ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ടേമിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കുക? അനുഗ്രഹം കറക്റ്റാടാ. 3 വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ടേം എങ്ങനെയായിട്ട് മാറും? 3 - a/3a. അതിന് മാറ്റമൊന്നുമില്ല. സെക്കൻഡ് ടേം ആണ് മാറുന്നത്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഏത് ടേമാണോ മൾട്ടിപ്ലൈ ചെയ്യണേ അത് തന്നെ വെച്ച് നമ്മൾ ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് 3/3a ആയിട്ട് മാറും. 3/3a. ഇവിടെ ഛേദങ്ങൾ രണ്ടും തുല്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഛേദങ്ങൾ നോക്കി സാർ സ്റ്റേറ്റിൽ ക്ലാസ് എടുത്ത് വന്നിട്ട് മലയാളം യൂസ് ചെയ്യുന്നു. ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. സോ 3 - a - 3/3a. 3യും 3യും കട്ടാക്കി ഫൈനലി -a/3a. പലരും എഴുതാൻ മറക്കുന്ന കാര്യമാണ് മൈനസ്. സോ ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ശ്രീവല്ലിയോ ഇവിടെ പുഷ്പലയാണോ അല്ല അല്ലേ? ശ്രീവല്ലഭ എൻ്റെ അമ്മേ ഇങ്ങനെ ചെറിയ പേരിട്ടുടങ്ക്. ശ്രീവല്ലഭ എം പ്രവീണ ബാജിയാ. നിങ്ങളുടെ പേര് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി കേട്ടോ. വല്ലാത്ത ജാതി പേര്. -1/3 ആയിരിക്കും. -1/3 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യനിലെ കൃത്യമായിട്ട് ഈ ഒരു സീക്വൻസിന്റെ എന്തിട്ട് വരിക? നമ്മുടെ കോമൺ ഡിഫറൻസ് വരിക കേട്ടോ. തൃശ്ശൂരല്ലേ? നമ്മുടെ ആളാണല്ലോ സാർ. ഗുരുവായൂരിന്നാണ് വരുന്നത്. തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. റെഡി സെറ്റ്. സോ കോമൺ ഡിഫറൻസ് സെറ്റ് ആയൊരു മാത്രം നമ്മുടെ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തിട്ട് പവർ കാണിച്ചേടാ. ഒരു ഫുൾ ഫയർ ഇമോജി ആണ് കേട്ടോ. അങ്ങനെയാണ് ഈ കോമൺ ഡിഫറൻസുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം കൂടി സാറ് പറഞ്ഞത്. ഇവിടെ എന്താ? 70th term of an AP exceeds its 10th term by 7 എന്നാണ് പറയുന്നത്. അതായത് ഒരു AP-യുടെ 17th term എന്ന് പറയുന്നത് 10ാമത്തെ ടേമിനേക്കാൾ എത്ര കൂടുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ 10th term by 7 ദാറ്റ് ഈസ് A10 + 7 എന്ന് വരും. A17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A10 + 7 എന്ന് വരും കൃത്യമായിട്ട് ഇടാം. സോ A17 നമ്മൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ A17 നമുക്ക് നൈസായിട്ട് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്ന് വേഗം ചാറ്റിൽ പറഞ്ഞോട്ടോ. കുഞ്ഞിളം വാവേ കഥ കേട്ടു മെല്ലെ. റെഡി? A17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17ാമത്തെ ടേം. 17ാമത്തെ ടേമിന് നമ്മൾ എങ്ങനെ എഴുതും? A+16D ഏതാണെന്ന് അറിയാലോ. നമ്മൾ വൺ ഷോട്ട് ലൈവിലൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുള്ളതാണ്. യെസ്, റൈറ്റ് ആൻസർ. ആരാ പറഞ്ഞത്? നെയ്മറിന് സാണ് ഒരുപാട് ഇഷ്ടമാണ്. A10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A10 അല്ല, A10 ആണോ? അല്ല, A+90 + 7. ഇവിടെ കൃത്യമായിട്ട് നമുക്ക് ആരെയൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. ഒരേപോലത്തെ ടേം ഇതാ ഇവിടെയുണ്ട്. LHS-ലും RHS-ലും ഒരേ ആൾക്കാരുണ്ടെങ്കിൽ നൈസായിട്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനി നോക്കുക, 16D - 9D = 7 എന്ന് കിട്ടും. 17Dയിൽ നിന്ന് 9D പോട്ടെ, ബാക്കി എത്രയുണ്ട്? 7D. 7D = 7. സോ ഫൈനലി ഡിയുടെ വാല്യൂ 7/7 1 ആണ് കേട്ടോ. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും പഠിച്ചിട്ട് പോവാം. പാട്ട് വേണം? പാട്ടില്ല, ഇന്നത്തെ ക്ലാസ്സിൽ പാട്ടില്ല.
റെഡി. n is equal to ഞാൻ മൂലിപ്പട്ട് പഠിക്കുന്നതല്ലേ, ഒഴിവാക്കാം സെറ്റ്. n is equal to a plus n minus 1 into d. ഇക്വേഷൻ ബോർഡിനാണ്. ഇക്വേഷൻ എന്തിനെ സൂചിപ്പിക്കുന്ന? To find the nth term of an AP we have to use this equation. Okay, സെറ്റ് അല്ലേ. സോ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇവിടെ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടുണ്ട്, AP തന്നിട്ടുണ്ട് 2 7 12 17 അങ്ങനെ പോകുന്ന സമാന്തര ശ്രേണി അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ എത്രാമത്തെ ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്? 10th ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ a10 is equal to നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? a plus n minus 1 into d. സോ a plus n minus 1 into d എന്ന് പറഞ്ഞ ഇക്വേഷൻ ആദ്യം എഴുതുന്നു. ഇവിടെ ആദ്യം a ആരാ? a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. സോ 2 plus n എത്രാമത്തെ ടൈമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? 10th ടൈം. സോ 10 minus 1 into d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ടൈം നിന്ന് ഒന്നാമത്തെ ടൈം കുറച്ച് കഴിഞ്ഞാൽ 7 minus 2 ചെയ്ത് കഴിഞ്ഞാൽ 5 ആയിരിക്കും കിട്ടുക കേട്ടോ. സോ 2 plus 9 into 5 that is 2 plus 47 ആയിരിക്കും വരിക. കുറേ പേര് ചോദിച്ചിരുന്നേ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫോർമുല ഷീറ്റ് വേണമെന്ന്. ഫോർമുല ഷീറ്റ് സാർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സാർ ഇവിടെ AB ഹിയർ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഇന്ന് രാത്രി ആകുമ്പോഴേക്കും അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. സാധാരണ ഒരു റീലിൽ ഇറക്കിയിട്ടത് കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി DM ആക്കിയിട്ട് ചെയ്തതായിരുന്നു. പക്ഷേ ഇന്ന് സാറ് രാത്രി ആകുമ്പോഴേക്കും അത് എല്ലാം കൂടി കുറേ പേർക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. കാരണം നിങ്ങൾക്ക് എത്ര 14 ചാപ്റ്റർ കിട്ടിയില്ലേ? ആ ചാപ്റ്ററുകളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് മാത്രം അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് സാർ, ഇക്വേഷൻസ് മാത്രം അടങ്ങിയിട്ടുള്ള ഫോർമുല ഷീറ്റ് സെറ്റാക്കി തരാം. സോ 47 സെറ്റാണെന്ന് വിചാരിച്ചുകൊണ്ട് സം ഓഫ് n ടേംസ് ഓഫ് എൻ AP അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. APയുടെ സമ്മ് കണ്ടുപിടിക്കാൻ അശ്വതിക്കുട്ടി കമൻറ്റ് ചെയ്തു കേട്ടോ. പറഞ്ഞോ ഇതോട്ടൊക്കെ നമുക്ക് സെറ്റാക്കാം. റെഡി? n by 2 into 2a plus n minus 1 into d ആണ്. n by 2 into 2a plus n minus 1 into d ആണ് നമ്മുടെ സമ്മ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഈ ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഇൻറ്റു n by 2 നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ചെയ്താലോ? ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 22 ടേംസ് എന്നാണ് പറയുന്നത്. സുഖല്ലേ സാർ? സുഖാണ് കേട്ടോ. ഫസ്റ്റ് 22 ടേംസ് എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ എത്രയാ? n is equal to 22. AP 8 3 minus 2 നമുക്ക് ഫസ്റ്റ് ടൈം ആവശ്യമുണ്ട് അല്ലേ? A എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടൈം എത്രയാ? 8 ആണ്. കോമൺ ഡിഫറൻസ് D എത്രയാ? സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 3 minus 8 ചെയ്യുമ്പോൾ -5 ആയിരിക്കും D വരിക. ഇനി എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യം? എന്താ? നമുക്ക് ഇതിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ട്. SN is equal to നമ്മളിപ്പോൾ പറഞ്ഞ n by 2 into 2a plus n minus 1 into d the equation. So a n d എല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ സെറ്റാണ്. ഇനി ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സെറ്റാക്കൂലേ? ചെയ്യല. That is SN is equal to n by 2 എന്ന് പറയുമ്പോൾ 22 divided by 2 2 into a plus n minus 1 into d എന്ന് പറയുമ്പോൾ 2 into a that is 2 into 8 plus n minus 1. എന്നിന് പകരം ആരെ കൊടുക്കുക? നമുക്ക് എന്നിന്റെ വാല്യൂ 22 ആണ്. വേഗം നിങ്ങൾക്ക് സാറിനൊക്കെ സ്പീഡിൽ ചെയ്തിട്ട് ആൻസർ ചാറ്റിൽ പറയാൻ പറ്റും. നോക്കിയേ, ട്രൈ ചെയ്താ. 22 minus 1 into d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d യുടെ -5 ആണ്, തെറ്റിക്കരുത്. സോ ഫൈനലി 12 by 22 by 2 എന്ന് പറഞ്ഞാൽ 11 ആണ്. 22 by 2 എന്ന് പറഞ്ഞാൽ 11 ആണ്. സോ 11 into 2 into 2 into 8 are 16 plus 21 into -5. ഇത് ചെയ്യാൻ പറ്റും. 21 into -5 എത്രയായിരിക്കും വരിക? 20 into 5 100. 21 into 5 എന്ന് പറഞ്ഞാൽ 105. ദാറ്റ് ഈസ് -105. 16 നിന്ന് 105 കുറയ്ക്കണം. എത്രയായിരിക്കും കിട്ടുക? 105 നിന്ന് 10 പോയാൽ 95 89 എന്ന് കിട്ടും. 11 into -89 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. പെട്ടെന്ന് ചാറ്റിൽ പറഞ്ഞോ. സാർ ഇവിടെ സൈഡിൽ ചെയ്തോട്ടെ. 89 11 ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയായിരിക്കും കിട്ടുക? 9 8 9 അല്ലേ ഇവിടെ വരിക? 979 ആണോ കിട്ടുന്നത്? യെസ്, -979 ആയിരിക്കും. ഇതുപോലത്തെയുള്ള 22 ടേംസിന്റെ എന്ത് വരുന്നത്? ഡെഡ് പൂൾ നിനക്ക് അറിയണേ. -979 കിട്ടിയവരൊക്കെ റെഡ് ഹാർട്ട് ഇട്ടേ. ഫൈസാൻ 137 കമന്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കറക്റ്റ് ആൻസർ -979 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ടത് എന്താണ്? നമ്മുടെ സമ്മ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്.
ഈ ചാപ്റ്ററിൽ അവസാനത്തെ ഒരു ചോദ്യം കൂടി ചെയ്തതിന് ശേഷം നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് കിടക്കാം. പെടപെടേന്ന് പറഞ്ഞിട്ട് ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. ഇനി നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ചാപ്റ്റർ ഉണ്ട്, പേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ കൂടി ഉണ്ടായിരുന്നല്ലോ, റിയൽ നമ്പേഴ്സ്. ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ, 6 മാർക്ക് മാക്സിമം. ഓക്കെ, അത് കുറച്ച് മാർക്കല്ല, പക്ഷെ അത് ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് സാർ ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ സാർ എന്ന് ചോദിക്കുന്നുണ്ട്, ബെക്സി വർഗീസ് മുത്തുമണി എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ അല്ലേ ബ്രോ? റെഡി. എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ ഡയറക്റ്റ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ടില്ല, പകരം അതിന്റെ nth ടേമിന്റെ ഇക്വേഷൻ an is equal to 3 + 2n തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം എന്തായിരിക്കും വരിക? അതായത് a1 എന്തായിരിക്കും വരിക? ഇൻ പ്ലേസ് ഓഫ് n വി സബ്സ്റ്റിറ്റ്യൂട്ട് n is equal to 1. n is equal to 1 കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ടേം കിട്ടും. എന്തായിരിക്കും കിട്ടുക? 3 + 2 × 1, ദാറ്റ് ഈസ് 3 + 2 5 എന്ന് കിട്ടും. a2, ഞാൻ a2 എന്തായിരിക്കും a2 വരിക? എന്നിന്റെ പ്ലേസിൽ 2 കൊടുക്കുക, ദാറ്റ് ഈസ് 3 + 2 × 2 എത്രയാ? 3 + 4 7 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ടേം മതി. അരിത്മെറ്റിക് പ്രോഗ്രഷനിലാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ 5 7 നെക്സ്റ്റ് ടേം എന്തായിരിക്കും? വേഗം കമന്റ് ചെയ്തേ. ഇത് എന്തായാലും ഒരു അരിത്മെറ്റിക് AP-യിലാണ്. സോ 5 7 ആണ് ഒന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും എങ്കിൽ മൂന്നാമത്തെ ടേം എന്താ വരിക? 5-ൽ നിന്ന് 7-ലേക്ക് 2 ദൂരം. സോ നെക്സ്റ്റ് ടേമിലേക്ക് എത്ര തന്നെ ദൂരം തന്നെയായിരിക്കും? 2 ദൂരം തന്നെയായിരിക്കും. സോ 5 7 9 എക്സെട്രാ അങ്ങനെ കടന്നു പോകൂട്ടാ. റെഡി? 9 ആയിരിക്കും. സെറ്റ്. അങ്ങനെ നെക്സ്റ്റ് ടേം 11 ആയിരിക്കും. ഇനി ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ n is equal to ഫസ്റ്റ് 24 ടേംസ്. n is equal to 24. ഇവിടെ a എന്താ? 5. d എന്താ? 7 - 5 2. ഇത്രയും ആൾക്കാരെ കിട്ടിയാൽ മതി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? Sn is equal to n/2 2a + n - 1 × d. n/2 2a + n - 1 × d. എന്നിന് പകരം നമുക്ക് 24 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 24/2 × 2a + 2 × a എന്ന് പറഞ്ഞാൽ 5 പ്ലസ് n - 1 എന്ന് പറഞ്ഞാൽ 24 - 1 × d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 2. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? 24 പേര് 2 12 2 × 5 10 10 പ്ലസ് 24 - 1 23 × 2 46. സോ ഫൈനൽ ആൻസർ ആർക്കൊക്കെ കമന്റ് ചെയ്യാം? 12 × 56 ചെയ്താൽ മതി. 12 × 56 വേഗം ചെയ്തിട്ട് ആൻസർ കമന്റ് ചെയ്തേ. 56 × 12 672 ആണോ? നോക്കിയാൽ പോട്ടെട്ടോ. 5 11 11 6 5 5 2 7 ആ കറക്റ്റാടാ. 6 7 2. അതെന്താ പേര്? അഗൈദ എം പ്രകാശ് പറയുന്നത് കറക്റ്റാണ്. ഓക്കെ അല്ലേ ബ്രോ? കറക്റ്റ്. റസ്ന ജോഷി സെറ്റ്. ആദിയ അഷ്കർ കറക്റ്റാണ് കേട്ടോ. 672 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഫോർമുലാസും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലേക്ക്. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് പറയാം ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ഉള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ? നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2. ഒറ്റ മിനിറ്റ്. യെസ്, ഓഫ് കോഴ്സ്. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഈസ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2. നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. വെക്സിക്കുട്ടൻ അത് കഴിഞ്ഞു. കറക്റ്റ് 672 റൈറ്റ് ആൻസർ. ഓക്കെ. സോ ക്വാഡ്രാറ്റിക് പോളിനോമിയലുമായി ബന്ധപ്പെട്ട് റൂട്ട്സ്, അതുപോലെ ക്വാഡ്രാറ്റിക് ഫോർമുല, നേച്ചർ ഓഫ് റൂട്ട്സ് ചാപ്റ്റർ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. സെറ്റാണ്. സോ ഓർത്തിരിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബേസിക് ഫോം ഞാൻ പറഞ്ഞുതരാം. സ്റ്റാൻഡേർഡ് ഫോം ax² + bx + c is equal to 0. ax² + bx + c equal to 0 ഫോമിൽ എഴുതാൻ സാധിക്കുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ജനറലി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കാറ്. മോട്ടിവേഷൻ സാർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു. സാറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് അറിയില്ല. സോ നിങ്ങളുടെ വൺ ഷോട്ട് ലൈവുകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം സാർ ചാടി നിൽക്കാറുണ്ട്. നിങ്ങൾ പറ്റുന്നില്ല, കാരണം അത്യാവശ്യം നല്ലൊരു ടെമ്പറേച്ചർ ഉണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഒരു മോട്ടിവേഷനായിട്ട് നിങ്ങൾക്ക് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. +1 +2 നിങ്ങൾ CBSE ആയതുകൊണ്ട് +1 +2 അഡ്മിഷനൊക്കെ സാറ് പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ ഇന്ന് മുതൽ കൃത്യമായിട്ട് പഠിക്കാൻ നോക്കുക. അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റ് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി.
നമ്മളെ കുറേ മോട്ടിവേഷൻ തന്നിട്ട് കുറച്ച് നേരം മോട്ടിവേഷൻ ഉണ്ടാവും, പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം ഉണ്ടാവും, കഴിഞ്ഞാൽ തന്നെ പോവും. നമ്മൾ ഈ പ്രായം കഴിഞ്ഞിട്ട് വന്നതല്ലേ. അതുകൊണ്ട് നിങ്ങൾ മോട്ടിവേഷന് വേണ്ടി കാത്തു നിൽക്കാതെ പ്രവൃത്തിയിലൂടെ അത് മോട്ടിവേഷനാക്കി മാറ്റാൻ നോക്കുക. മോട്ടിവേഷനിലൂടെ പ്രവൃത്തി ചെയ്യാതെ പ്രവൃത്തിയിലൂടെ നിങ്ങൾ നേരെ മോട്ടിവേഷൻ ആക്കാൻ നോക്കുക. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്കിപ്പോൾ ചെയ്യാനുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ദിവസങ്ങൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഇട്ടുകൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാം. അതിനുള്ള ഹെൽപ്പ് നമ്മൾ എക്സാമിനർ ഫാമിലി നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിലൂടെയും തന്നുകൊണ്ടിരിക്കും. നാളെ നിങ്ങൾക്ക് സോഷ്യലിൻ്റെ ലൈവായിട്ട് അർജുൻ സാറും ഹരി സാറും വരുന്നുണ്ട്. അടിപൊളിയായിട്ട് സെറ്റാക്കണം. നമുക്ക് തരാനുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് തന്നുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് വർക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. ഓക്കെ, നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും അത്യാവശ്യം എഫേർട്ടൊക്കെ എടുത്തിട്ടായിരിക്കും നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് പേ ബാക്ക് ചെയ്യേണ്ട ഒരു ടൈമാണ്. 10ാം ക്ലാസ്സായി, കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നോക്കുക കേട്ടോ. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് ട്രിക്കിലൂടെയും പറഞ്ഞുതരാം, പ്രോപ്പർ മെത്തേഡിലൂടെയും. റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴി മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് 2 ആൾക്കാരെ ആവശ്യമുണ്ട്. ഒന്ന് സമ്മും അടുത്തത് പ്രൊഡക്റ്റുമാണ്. സം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, എല്ലായ്പ്പോഴും ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിരിക്കും. എക്സിന്റെ കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ -3 ആണ്. -3 2 സംഖ്യകൾ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് 2 സംഖ്യകൾ ആവശ്യമുണ്ട്. ആ 2 സംഖ്യകളുടെ സം എന്ന് പറയുന്നത് -3യും അവരുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ എത്രയാ? കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ 1 ആണ് അല്ലേ. കോൺസ്റ്റന്റ് അവിടെ -10 ആണ് അല്ലേ. സോ 1 × -10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -10. സോ ഇവിടെ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിന് ആവശ്യം ഉണ്ടായിരുന്ന ആരാ? സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം, മിഡ് ടേം സ്പ്ലിറ്റിംഗ് നമ്മൾ ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ നമുക്ക് 2 ആൾക്കാരെ ആവശ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ സം എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, സം എന്ന് പറയുന്നത് കോയിഫിഷ്യന്റ് ഓഫ് ആരാണ്? കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ആണ് കേട്ടോ. കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ആരുടെ എക്സ്? ആരുടെ എക്സ് അല്ല, ഇതാ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നോക്കുക, കോൺസ്റ്റന്റ് ടേമും കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയറും. കോയിഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു കോൺസ്റ്റന്റ് ടേം കേട്ടോ. അതുവഴിയാണ് നമ്മളിവിടെ ചെയ്തത്. ഇനി എനിക്ക് 2 നമ്പേഴ്സ് ആവശ്യമുണ്ട്. ആ 2 നമ്പേഴ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ -3 കിട്ടണം. അവർ തമ്മിൽ ഗുണിക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -10 കിട്ടണം. എങ്ങനെയായിരിക്കും 2 സംഖ്യകളെ തിരഞ്ഞെടുക്കുക? ചുമ്മാ ആലോചിക്കുമ്പോൾ 2 × 5 10 ആണ്. 2 × 5 10 ആണ് അല്ലേ. 2 × 5 10 ആണ്. പക്ഷേ 2ഉം 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടണം. എനിക്ക് -3 കിട്ടണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതോ ഒരു സംഖ്യ മൈനസ് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ -5 കൊടുത്തു എന്ന് വിചാരിക്കുക. ഞാൻ 2ഉം -5 കൊടുത്തു എന്ന് വിചാരിക്കുക. 2 + -5 ചെയ്യുമ്പോൾ എനിക്ക് -3 കിട്ടുന്നുണ്ട്. 2 × -5 ചെയ്യുമ്പോൾ -10 കിട്ടുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മൾ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം വഴി ഉദ്ദേശിക്കുന്നത് -3x മുറിച്ചുകൊണ്ട് ഇവരെ ആക്കിയിടും. 2ഉം -5ഉം യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെയാ -3x എഴുതാൻ പറ്റുക? അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ടേം ഒന്നുകൊണ്ട് എടുത്ത് എഴുതാണ്. x² - 3x -10നെ x² ഇവിടെ 2 + 2 ഇവിടെ -5 അല്ലേ, +2x -5x എന്ന് എഴുതിക്കൂടെ? 2x - 5x ചെയ്താലും എത്രയാണ് കിട്ടുക? -3x തന്നെയാണ് കിട്ടുക. സോ 2x - 5x -10 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇനി ശ്രദ്ധിക്കുക, 2 ടേമിലും കോമൺ ആയിട്ട് x² + 2x രണ്ടിലും കോമൺ ആയിട്ട് ഒരുപോലുള്ള ആളാണ് x. ആ എക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ബ്രാക്കറ്റിൽ x + 2 ആയിട്ട് നിർത്തും. -5x -10 ലിങ്ക് തരുമെന്നാ മനസ്സിലായില്ല. അലൻസാർ ഉടനെ തന്നെ വരും കേട്ടോ. -5x -10 ഇതാ -5 പുറത്തേക്ക് എടുക്കുക, ബ്രാക്കറ്റിൽ ഇതാ x + 2 തന്നെയായിരിക്കും. ഇനി രണ്ടിലും കോമൺ ആയിട്ടുള്ള ടേം ആണ് നമ്മുടെ x + 2. ആ x + 2 പുറത്തേക്ക് എടുക്കുമ്പോൾ x + 2 × x - 5 എന്ന് കിട്ടും. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം നിങ്ങൾക്ക്? ഒന്നുകിൽ നമ്മുടെ x + 2 = 0 ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ x - 5 = 0 ആയിരിക്കും. x + 2 0 ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? +2 = പുറത്തോട്ട് പോകുമ്പോൾ -2. x - 5 0 ആവണമെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? -5 = പുറത്തോട്ട് പോകുമ്പോൾ +5. അപ്പോൾ നമുക്ക് ഇവിടെ റൂട്ട്സ് എന്നുകൊണ്ട് മനസ്സിലാക്കുന്നത്, റൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊല്യൂഷൻ എന്ന് പറയും, സീറോസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന് റൂട്ട്സ് ആയിട്ട് നമുക്ക് കിട്ടിയത് -2ഉം 5 ആ. ഇതിങ്ങനെ ഒരു 5 സെക്കൻഡ് കൊണ്ട് കിട്ടുക. 5 സെക്കൻഡ് കൊണ്ട് കിട്ടുന്ന ട്രിക്ക് പറഞ്ഞു തരട്ടെ. നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ മിഡ് ടേം സ്പ്ലിറ്റിംഗിലേക്ക് ആവശ്യമായിട്ടുള്ള 2 സംഖ്യകളെ കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. അതായത് സമ്മ് -3യും പ്രൊഡക്റ്റ് -10ഉം ആവുന്ന 2 സംഖ്യകൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ കണ്ടുപിടിച്ച സംഖ്യകളാണ് 2 - 5 അല്ലേ.
2 മൈനസ് 5 ആണ് നമ്മൾ കണ്ടുപിടിച്ച സംഖ്യകൾ. നമുക്ക് കിട്ടിയ റൂട്ട്സ് എന്ന് എടുത്ത് എഴുതാം കേട്ടോ. റൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേണമെങ്കിൽ എഴുതാം. റൂട്ട്സിന്റെ ആൻസർ എന്തായിരുന്നു കിട്ടിയത്? -2ഉം 5 ആണ് നമുക്ക് കിട്ടിയത്. -2ഉം 5 ആണ് നമുക്ക് കിട്ടിയത്. 2 മൈനസ് 5 -2 5 എന്തെങ്കിലും വന്നു തോന്നുന്നുണ്ടോ? നമുക്ക് ആദ്യം നമ്മൾ ട്രിക്ക് വെച്ച് നമ്മൾ കണ്ടുപിടിച്ച സംഖ്യകളുണ്ടല്ലോ, ഈ രണ്ട് സംഖ്യകളുടെ സൈൻ മാറ്റിയാൽ മതി. ജസ്റ്റ് സൈൻ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആൻസർ ഇട്ടു കേട്ടോ. ട്രിക്ക് വെച്ചുകൊണ്ട് നമുക്കൊരു ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, ഫ്രീക്വൻലി ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ചോദ്യം. നമുക്ക് ചെയ്ത് നോക്കാം. x² + 4x + 3 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെപ്പ് വഴി ഇങ്ങനെ ചെയ്ത് നോക്കാതെ ട്രിക്കിലൂടെ എങ്ങനെ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എത്രമാത്രം ആലോചിക്കേണ്ടത്, മിഡിൽ ടേം സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് രണ്ട് സംഖ്യകൾ ആവശ്യമുണ്ട്. അതിന്റെ സം എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് 4, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3ഉം കിട്ടണം. ഏതൊക്കെയായിരിക്കും സംഖ്യകൾ? 1 3 1 × 3 കിട്ടുന്നുണ്ട്. 1 + 3 4 കിട്ടുന്നുണ്ട്. സോ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഖ്യകൾ 1ഉം 3ഉം. സോ നമ്മുടെ ട്രിക്ക് അപ്ലൈ ചെയ്യുക. എന്തായിരിക്കും? ഡയറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്റെ സൈൻ മാറ്റി കഴിഞ്ഞാൽ -1ഉം -3ഉം ആയിരിക്കും ഇതിന്റെ റൂട്ട്സ് വരിക. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലൂടെ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. -1, -3 എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആയിരിക്കും കൃത്യമായിട്ട് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ റൂട്ട്സ് വരിക. ഈ ഒരു ചോദ്യം മനസ്സിലായി, ഈ ട്രിക്ക് മനസ്സിലായി എല്ലാവരും. റെഡ് ഹാർട്ടിട്ടടാ. പ്രശ്നക്കുട്ടി ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ എ അല്ല. ഞാൻ പറഞ്ഞു സൈൻ മാറ്റണം. 1ഉം 3ഉമാണ് നമുക്ക് മിഡ് ടേം സ്പ്ലിറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സംഖ്യകൾ. പക്ഷേ ഓപ്ഷൻ എ 1ഉം 3ഉം അല്ല നമ്മുടെ റൂട്ട്സ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന്റെ സൈൻ മാറ്റണം. ഓക്കെ, സെറ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് കേട്ടോ. യെസ്, അശ്വതി കുട്ടി ആവണിക്കുട്ടി ചോദിച്ചില്ല, ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചോദിച്ചില്ല കേട്ടോ. സാർ ഡൗട്ട് എന്ന് മാത്രമേ കണ്ടുള്ളൂ കമന്റ്. അഭിരാമി സെറ്റ്. ഫൈസാൻ ഓക്കെ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല പറഞ്ഞു തരട്ടെ. ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവില്ല. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഫോർമുലയാണ്. -b + or -√b² - 4ac / 2a എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഈക്വേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് എങ്ങനെ പ്രോബ്ലം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഈക്വേഷൻ തരും. ഇവിടെ ABC എങ്ങനെയാണ് നമുക്ക് പറക്കി എടുത്ത് എഴുതാൻ പറ്റുക? ഇവിടെ A എന്താ, B എന്താ, C എന്താന്ന് മക്കൾ പറഞ്ഞേ. A എന്താ, B എന്താ, C എന്താന്ന് വേഗം പറയട്ടാ. ചാറ്റിൽ ചെയ്തോ. 2x² - 5x - 3 എന്ന് പറയുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ എ എന്താ, ബി എന്താ, സി എന്താ? യെസ്, റസ്നക്കുട്ടി 2 പറയുന്നുണ്ട്. ആരാണ് 2? ബി ആണോ അതോ സി ആണോ? ഹായ് ബഷീർ മടത്തിൽ, ഹലോ. എയുടെ വാല്യൂ എന്താ? x² കോഎഫിഷ്യന്റ് ഇവിടെ ആരാ? 2 ആണ് കേട്ടോ. ദാറ്റ് ഈസ് 2. ബിയുടെ വാല്യൂ യെസ് പുഷ്പരാജോ ശ്രേയസേ പിടിച്ചു ഞാനെ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എത്രയാ? -5 ആണ്. സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ റോക്കി ബൈ -3യുമാണ്. എയും ബിയും സിയും. സോ ഇവിടെ നമ്മുടെ ഇക്വേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. എക്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്താ? -b + or -√b² - 4ac / 2a. ഡയറക്റ്റ് നമുക്ക് ആൾക്കാരൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. സോ x is equal to -b എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, -5 + or -√b² എന്ന് പറയുമ്പോൾ -5ന്റെ സ്ക്വയർ -4 × a × c. a എന്ന് പറഞ്ഞാൽ 2, c എന്ന് പറഞ്ഞാൽ ആരാ? c എന്ന് പറഞ്ഞാൽ -3 / 2a എന്ന് പറയുമ്പോൾ 2 × 2 ആയിരിക്കും വരിക കേട്ടോ. സോ ഇത് ചെയ്യുമ്പോൾ -5 + 5 + or -√-5ന്റെ സ്ക്വയർ എത്രയാ? 25. ഇനി -4 × 2 -8 × -3 + 24 / 4. ഹരിസാർ നാളെ വരുന്നുണ്ട്. ഹരിസാർ അർജുൻ സാറ് പോയിട്ടാണ് നിങ്ങൾക്ക് നാളെ സോഷ്യൽ സെറ്റ് ആക്കി തരുന്നത് കേട്ടോ. അത് അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. സോ നോക്കുക, 5 + or -√49 / 4 എന്ന് കിട്ടും. ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാ? √49ന്റെ വാല്യൂ b² - 4ac എടുക്കാം. അത് നാച്ചുറൽ ഓഫ് റൂട്ട്സ് അല്ലേ, അതിലേക്ക് വരുന്നേ ഉള്ളൂ.
B² - 4AC ഇത് കഴിഞ്ഞാൽ നമുക്ക് റൂട്ടിൻ്റെ നാച്ചുറേ കിട്ടുള്ളൂ. കൃത്യമായിട്ട് എക്സിൻ്റെ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാഡ്രാറ്റിക് ഫോർമുല ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഇനി വെറുതെ നമ്മുടെ റൂട്ട്സ് ഫസ്റ്റ് പഠിച്ച പരിപാടിയില്ലേ, മിഡ് ടേം സ്വിച്ചിങ് വഴി നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എന്താണ്, എങ്ങനെയാണ് ഈ ക്വാഡ്രാറ്റിക് ഫോർമുല അപ്ലൈ ചെയ്യണമെന്നുള്ള ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് സാർ ഈ പ്രോബ്ലം ചെയ്യുന്നത് കേട്ടോ. സോ 5 + or - √49/4 എന്ന് പറയുമ്പോൾ 5 + 7/4 നമ്മുടെ ആൻസർ ആണ്. 5 - 7/4 നമ്മുടെ ആൻസർ ആണ്. 5ഉം 7ഉം 12/4. ഇവിടെ 3ഉം 5 - 7 എന്ന് പറഞ്ഞാൽ -2/4 -1/2 ആയിരിക്കും കൃത്യമായിട്ടുള്ള ആൻസറുകൾ. എങ്ങനെയാ +7 വന്നത്? √49 എന്ന് പറഞ്ഞാൽ ഏകദേശം അല്ല √49 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +or -7 ആണ് കേട്ടോ. അങ്ങനെ നമുക്കിവിടെ 5 + 7/4 അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് ആൻസർ കിട്ടി. എന്താണ്? യെസ്, ഋതുരാജ് പറയുന്നത് റൈറ്റ് ആൻസർ. മുത്തുമണി എവിടെയുണ്ട്? നാച്ചുറൽ ഓഫ് ഫ്രൂട്ട്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ ഓഫ് ഫ്രൂട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഡിസ്ക്രിമിനന്റ് നിങ്ങൾക്ക് അറിയാലോ, ആ റൂട്ടിനുള്ളിലുള്ള ചങ്ങാതി ആരാ? റൂട്ടിനുള്ള ആരാളത്? -b + or -√b² - 4ac. ആ റൂട്ടിനുള്ള ആരാളത്? b² - 4ac ഉണ്ട് അല്ലേ? അവനാണ് നമ്മുടെ ഡിസ്ക്രിമിനന്റ്. b² - 4ac. ഈ b² - 4ac > 0 ആണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള റിയൽ റൂട്ട്സ് ഉണ്ടെന്ന്. ടു ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ഉണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ 2 ഈക്വൽ റൂട്ട്സ് ആണെങ്കിൽ നമുക്ക് പറയാം b² - 4ac = 0 ആണെന്ന്. b² - 4ac സബ്ട്രാക്ട് ചെയ്യൽ നിർബന്ധമില്ലല്ലോ. സബ്ട്രാക്ട് ചെയ്യും. 2 റൂട്ട്സ് ഉണ്ടാവുകയുണ്ടാവും. അതുപോലെ 2 റൂട്ട്സ് ഉണ്ടാവും, കണ്ടുപിടിക്കണേ. 5 + 7/4 ചെയ്യണം, 5 - 7/4 ചെയ്യണം കേട്ടോ. ഫൈസാന ഓക്കെ ആണെങ്കിൽ തംസപ്പ് ഇടണേ. വയ്യ എന്ന് ചോദിക്കുന്നുണ്ട്. വയ്യ. ഡോളോന്റെ പിൻബലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡോളോ എന്ന് വെച്ചാൽ സുമ്മാവാ. റിയൽ റൂട്ട്സ് അല്ലെങ്കിൽ റൂട്ട്സേ ഇല്ലാതെ നിൽക്കുക. അപ്പോൾ b² - 4ac <= 0 ആയിരിക്കും. 0-നേക്കാൾ കുറവായിരിക്കും കേട്ടോ. ഒരു ചോദ്യം ചെയ്താലോ നമുക്ക്? ഒരു ചോദ്യം ചെയ്തിട്ട് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പോകാം. ദ റൂട്ട്സ് ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2x² + x + 4 = 0 ഒന്നു. നാച്ചുറൽ ഓഫ് റൂട്ട്സ് ആണ് ചോദിച്ചെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് b² - 4ac കണ്ടുപിടിക്കേണ്ടതാണ്. സോ b² - 4ac ഈ കേസിൽ എന്തായിരിക്കും വരിക? ബിയുടെ വാല്യൂ എത്രയാണ്? വേഗം പറഞ്ഞേ. എയും ബിയും സിയും പെട്ടെന്ന് പറഞ്ഞേ. a = x² കോഎഫിഷ്യന്റ് എന്താ? x² കോഎഫിഷ്യന്റ് 2 ആണ്. ഇനി ബി എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. സി എന്ന് പറഞ്ഞാലോ? സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് 4. നമുക്ക് ആവശ്യം b² - 4ac കണ്ടുപിടിക്കുക. 0-നേക്കാൾ വലുതാണെങ്കിൽ 2 ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ്. 0 = 0 ആണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അത് ഈക്വൽ റൂട്ട് ആണ്. നമ്മൾ എങ്ങനെ അറിയും ഡിസ്ക്രിമിനന്റ് ചെയ്യണോ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ചെയ്യണമെന്ന്? നമ്മൾ അറിയാൻ പോകുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള അപ്ലൈ ചെയ്യാം. ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ച് ചെയ്യണമെന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസിങ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അത് ചെയ്താൽ മതി കേട്ടോ. ഡിസ്ക്രിമിനന്റ് ചെയ്യുക. ഡിസ്ക്രിമിനന്റ് എന്നല്ല പറയുക, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുക. ഡിസ്ക്രിമിനന്റ് ആണെങ്കിൽ നാച്ചുറൽ ഓഫ് റൂട്ട്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ ഡിസ്ക്രിമിനന്റ് അപ്ലൈ ചെയ്തിട്ട് ചെയ്യുന്നത്. മറ്റേതിന് ക്വാഡ്രാറ്റിക് ഫോർമുല എന്ന് പറയാം. നിങ്ങൾക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം യൂസ് ചെയ്തിട്ടോ ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്തിട്ടോ റൂട്ട്സ് കണ്ടുപിടിക്കാം. ആരാ ചോദിച്ചത്? അലി കുഞ്ഞുമോൻ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലാസ് എപ്പോഴാണ് തുടങ്ങിയേ? 7 മണിക്ക്. എപ്പോഴാണ് അവസാനിക്കുക? 10:30-11 മണിയാവും. ഓക്കെ, ക്രിസ്റ്റോ മുത്തുമണി b² - 4ac കണ്ടുപിടിക്കട്ടെ. എന്തായിരിക്കും വരിക? b²ന്റെ വാല്യൂ ഇതാ 1². b² - 4ac ചെയ്യാൻ പോകണം കേട്ടോ. b² - 4ac എന്ന് പറയുമ്പോൾ ബിയുടെ വാല്യൂ 1. സോ 1² - 4 × 2 × 4 that is 1 - 32. -31 നമുക്കറിയാം <0 ആണെന്ന്. when d <0 നമ്മൾ പറഞ്ഞതാണ് എന്താ? നെഗറ്റീവ്. അതായത് d <0 0-നേക്കാൾ ചെറുതാണെങ്കിൽ അവിടെ റിയൽ റൂട്ട്സ് ഒന്നും ഉണ്ടാവില്ല. നോ റിയൽ റൂട്ട്സ്. ഓപ്ഷൻ ഡി പറയുന്ന അറിയില്ലുണ്ടോ? യെസ്, -31 കൊണ്ട് കമന്റ് ബോക്സിന് ഉഷാറാവാണ്. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദ ഗിവൻ ക്വസ്റ്റ്യൻ ഈസ് നൺ അതർ ദാൻ നോ റിയൽ റൂട്ട്സ്. നന്ദോസ് കറക്റ്റ് ആണ് കേട്ടോ. സോ 2 ചാപ്റ്ററുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾ. ഇവിടുത്തെ പിള്ളേർ ഫുൾ പഠിപ്പാവേണ്ട സമയമായി. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പാട്ടും ഡാൻസും കളിച്ചുകൊണ്ട് ലൈവ് എൻഡ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകരുത്. കാരണം ഇനി ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ നമ്മുടെ എക്സാമിലോട്ട്. അപ്പോൾ നമുക്ക് ഇനി ഫുൾ പഠിപ്പും കൂടെ അല്ലേ? സെറ്റല്ലേ? പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ എങ്ങനെയാ? 2 വേരിയബിൾ എന്നൊക്കെ പറയുമ്പോൾ 2 ഇക്വേഷൻ വേണം. അതുപോലെ a1x + b1y = c1 എന്ന് പറഞ്ഞ ഇക്വേഷൻ. അതുപോലെ a2x + b2y = c2 എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷൻ. ഇങ്ങനെ 2 ഇക്വേഷൻ തന്നു.
ഇതിൻ്റെ A1ഉം B1ഉം എന്താ പറയുക നമ്മുടെ C1ഉം C2 ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ആണോ ഇൻകൺസിസ്റ്റൻ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്താണ് കൺസിസ്റ്റൻ്റ്, എന്താണ് ഇൻകൺസിസ്റ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസിസ്റ്റന്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ഓഫ് സൈമിൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് ഈസ് സെറ്റ് ടു ബി കൺസിസ്റ്റന്റ് ഇഫ് ഇറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് വൺ സൊല്യൂഷൻ. ഒരു റൂട്ടെങ്കിലും വേണം, ഒരു സൊല്യൂഷനെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവനെ കൺസിസ്റ്റന്റ് സിസ്റ്റം എന്ന് വിളിക്കാൻ സാധിക്കുള്ളൂ. ഇൻകൺസിസ്റ്റൻസ് മീൻസ് ഇൻകൺസിസ്റ്റൻസ്, സ്ഥിരതയില്ലായ്മ, അവന് സൊല്യൂഷൻ ഉണ്ടാവില്ല. എന്താ, സിസ്റ്റം ഓഫ് സൈമിൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ ഈസ് സെറ്റ് ടു ബി ഇൻകൺസിസ്റ്റന്റ് ഇഫ് ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് കൺസിസ്റ്റന്റ്, സൊല്യൂഷൻ ഇല്ലെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുക. ഇവരെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. സാർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം A1/A2 ചെയ്യാം. ഇവർ തമ്മിലുള്ള റേഷ്യോ എടുക്കുക. നോട്ട് ഈക്വൽ ടു B1/B2 ആണെങ്കിൽ നമുക്ക് ഗ്രാഫിക്കലി പറയുകയാണെങ്കിൽ ഇതാ ഒറ്റ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ, ഇന്റർസെക്റ്റ് അറ്റ് ഓൺലി വൺ പോയിന്റ് എന്ന് പറഞ്ഞുതരാം. അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം ഒരു സൊല്യൂഷൻ ഉണ്ട്, വൺ സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ ആദ്യത്തെ കേസ്, ഇതാദ്യത്തെ കേസ് കേട്ടോ. ഇനി എല്ലാം ഈക്വലായല്ലോ, നമുക്കറിയോ. അതായത് എല്ലാം ഈക്വൽ മീൻസ് അത് സംഭവം സാറേ, അതായത് A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആണെങ്കിൽ നമ്മൾ പറയാ കോ ഇൻസിഡന്റ് എന്നാ. അതായത് വരച്ചതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും വരയ്ക്കുക, കോ ഇൻസിഡന്റ്. അതായത് രണ്ട് കൂട്ടിമുട്ടാന്നൊക്കെ പറയില്ലേ, കോ ഇൻസിഡന്റ്. അപ്പോൾ സൊല്യൂഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ ഉണ്ടെന്ന് കേട്ടോ, ഒരുപാട് സൊല്യൂഷൻ ഉണ്ട്. എങ്ങനെയാണെങ്കിൽ മുകളിലത്തെ കേസ് പോലെയാണെങ്കിൽ, എങ്ങനെയാണെങ്കിൽ A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2. ഒറ്റ ആളെ കൂടി നോക്കാണ്ട്, അതായത് യെസ് ഇൻഫൈനറ്റ്ലി മെനി സൊല്യൂഷൻ. ഒറ്റ ആളെ കൂടി നോക്കാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷനൊന്നും ഇല്ലെങ്കിലോ അത് പാരലൈനാണ്. ഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ സൊല്യൂഷനൊന്നും ഇല്ലെങ്കിൽ പാരലി പോയിക്കൊണ്ടിരിക്കും. അതിനെങ്ങനെയാണ് നമ്മൾ റേഷ്യോ വെച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ A1/A2 B1/B2 ഈക്വൽ ആവും. പക്ഷേ ഉണ്ടല്ലോ അത് ജന്മം ഉണ്ടെങ്കിൽ C1/C2 ഈക്വൽ ആവില്ല. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ അല്ലെങ്കിൽ ഗ്രാഫിക്കലി പറയുകയാണെങ്കിൽ ഇതാ പാരലായിട്ട് കിടക്കും. നമ്മൾ എഴുതുമ്പോൾ എന്താ പറയുക, നോ സൊല്യൂഷൻ, അവന് സൊല്യൂഷൻ ഇല്ലടാ പാവല്ലേ. യെസ്, നോ സൊല്യൂഷൻ. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോട്ട് കിട്ടുമ്പോൾ ചെക്ക് ചെയ്യാം. ഇതിൻ്റെ എക്സ്പ്ലനേഷനും അതുപോലെ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോദ്യം ചെയ്യാം. യെസ്, ഇതുപോലെ ദ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ 2x ഈക്വൽ ടു 5y പ്ലസ് 6 എന്ന് പറഞ്ഞൊരു ഇക്വേഷനും 15y ഈസ് ഈക്വൽ ടു 6x മൈനസ് 18 റെപ്രസെൻറ്റ്സ് ടു ലൈൻസ് വിച്ച് ആർ, ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇവന് സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ഇവനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഒരു കറക്റ്റ് അലൈൻമെൻറ്റിൽ എഴുതാം കേട്ടോ. ആദ്യത്തെ ഇക്വേഷൻ എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയേ 2x മൈനസ് 5y ഈക്വൽ ടു 6. അപ്പോൾ ആദ്യം എക്സ് വന്നു, പിന്നെ വൈൻ്റെ ടേം വന്നു, പിന്നെ ഈക്വൽ ടു ഒരു നമ്പർ. അതുപോലെ തന്നെ എഴുതാം രണ്ടാമത്തെ ഇക്വേഷനും. പക്ഷേ എന്താ പ്രശ്നം, ഇവിടെ 15y ഈക്വൽ ടു 6x മൈനസ് 18. എനിക്ക് ആദ്യം വരേണ്ടത് ആരെയാ, എനിക്ക് 6x ആവശ്യമുണ്ട്. സോ 6x ആദ്യം എഴുതി, നമ്പറിനെ ഒറ്റയ്ക്ക് നിർത്തണം. സോ മൈനസ് 18 ഞാൻ വിചാരിച്ചു ഇപ്പുറത്തോട്ട് കൊണ്ടുവരാമെന്ന്. മൈനസ് 18 ഈക്വൽ ടു ഇപ്പുറത്തോട്ട് വരുമ്പോൾ പ്ലസ് 18 ആവുകയെ. അപ്പോൾ ഈക്വൽ ടു ഇപ്പുറത്ത് പ്ലസ് 18 ആണെന്ന് മനസ്സിലായി. ഇവിടെ നോക്കുക, പ്ലസ് 15y ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകണം. അപ്പോൾ എന്തായിട്ട് മാറും, മൈനസ് 15y ആയിട്ട് മാറും. മാറി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ രണ്ട് ഇക്വേഷനെയും റീഅറേഞ്ച് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിനായിട്ട്. ഇനി നമുക്ക് റേഷ്യോ ചെയ്തൂടെ, A1/A2 B1/B2 C1/C2 ചെയ്തിട്ട് ഈ ഓപ്ഷനിലുള്ള ആൻസർ ഏതായിരിക്കും വരുന്നത് വേഗം ചാറ്റിൽ പറഞ്ഞോ. എന്തായിരിക്കും വരിക, A1/A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാ 2 ആണ്. A2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 6, ചെറുതാക്കുമ്പോൾ 1/3 എന്ന് കിട്ടും. ഓക്കെ ഡാമിയങ്കർ. ഇനി നോക്കുക, B1/B2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കിട്ടുക, B1/B2 ചെയ്യുമ്പോൾ ഇവിടെ വൈൻ്റെ കോയിഫിഷ്യൻ്റ് -5 ആണ്. സോ -5/-15 ചെറുതാക്കുമ്പോൾ അവിടെയും നമുക്ക് കിട്ടും 2 മൈനസും കൂടി ക്യാൻസൽ ആയിട്ട് 1/3 കിട്ടി. അപ്പോൾ A1/A2 ഈക്വൽ ടു B1/B2 എന്ന് പറയാം. അത് C1/C2 തുല്യമാകോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് തുല്യമാണെങ്കിൽ നിങ്ങൾ പറയണ പോലെ ഓപ്ഷൻ സി കോഇൻസിഡന്റ് ആയിരിക്കും. ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. C1ന്റെ വാല്യൂ 6 ആണ്, C2ന്റെ വാല്യൂ 18 ആണ്.
സോ C1/C2 എന്ന് പറയുമ്പോൾ 6/18 ചെയ്ത് നോക്കുക. അവിടെയും നമുക്ക് കിട്ടും 1/3. സോ ഇവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് നമുക്ക് പറയാം ഹിയർ A1/A2 ഈക്വൽ ടു B1/B2 ഈക്വൽ ടു C1/C2 ആയതിനാൽ അത്തരം സാഹചര്യത്തിൽ ഇക്വേഷൻ ഈസ് ഓൾവേസ് കോഇൻസിഡന്റ്. സെറ്റാണ് കേട്ടോ. കോഇൻസിഡന്റ് ആയിരിക്കും കൃത്യമായിട്ടുള്ള ആൻസർ വരിക. അടിപൊളി. എലിമിനേഷൻ മെത്തേഡിന്റെ ബേസിക് ഐഡിയ പറയട്ടെ. എലിമിനേഷൻ മെത്തേഡ് കുറേ പേർക്ക് ഡൗട്ടുള്ള കേസാണ്. എലിമിനേഷൻ മെത്തേഡ് നോക്കുക, ഒരാളെ ഒഴിവാക്കണം. എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എലിമിനേഷനൊക്കെ ഉണ്ട് നമ്മുടെ ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ ഒരാളെ കുറച്ച് പുറത്താക്കാറില്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും റിയാലിറ്റി ഷോസിലൊക്കെ ബിഗ് ബോസിലൊക്കെ ഓരോരുത്തർ പോവില്ലേ, അതുപോലെ നമ്മളിവിടെ ഒരാളെ നമ്മൾ ഒഴിവാക്കണം. ഒരാളെ ഒഴിവാക്കിയാൽ മാത്രമേ മറ്റാളുടെ വാല്യൂ മനസ്സിലാവുള്ളൂ, നമ്മുടെ വാല്യൂ കിട്ടുള്ളൂ അല്ലേ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ആവശ്യമില്ലാത്തവരൊക്കെ ഒഴിവാക്കേണ്ടി വരും. നമ്മളെ പറ്റിച്ചു പോകുന്നവരുണ്ടാവാം, നമ്മളെ കുറ്റം പറയുന്നവരുണ്ടാവാം. നമുക്ക് ആവശ്യമില്ലാത്തവരൊക്കെ നമ്മൾ ഒഴിവാക്കുക, ആവശ്യമുള്ളവരെ മാത്രം ചേർത്ത് പിടിക്കുക. അങ്ങനെയാണെങ്കിൽ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. ഇജാതി മോട്ടിവേഷൻ. നോക്കുക എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്ത് കളയുക. ഇവിടെ ഒരേ നമ്പർ ഓഫ് എക്സുകളുണ്ട്. എക്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കാനാണ് പതിവ് അല്ലേ. എത്ര എക്സ് ഉണ്ടെന്ന് പറയുന്നില്ല. ഇവിടെ 4y, ഇവിടെ 3y, ഇവിടെ 4000, ഇവിടെ 2000. നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 2 ഇക്വേഷൻ കൂടി സബ്ട്രാക്ട് ചെയ്യാം. 2 ഇക്വേഷൻ കൂടി സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നോട്ട് പാരലൽ. മനസ്സിലായില്ല കേട്ടോ. നോട്ട് പാരലല്ലോ സാറേ, നോട്ട് പാരലല്ലോ എന്നാ. ഇവിടെ എന്താ കോഇൻസിഡന്റ് ഇതാണ് ചോദിച്ചത്. നോക്കിയേ A1/A2 B1/A2 C1/C2 ആണെങ്കിൽ അത് കോഇൻസിഡന്റ് ആയിരിക്കും. കോഇൻസിഡന്റ്. റെഡി? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഞാൻ എലിമിനേഷൻ ചെയ്യട്ടെ. 4000 2000 പോയി എത്ര കിട്ടുക? 4000 - 2000 നമുക്ക് കിട്ടുക 2000 ആയിരിക്കും. 4y - 3y എത്ര കിട്ടുക? 4y - 3y y ആയിരിക്കും. സോ y is equal to 2000 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവാണ്. എക്സിന്റെ വാല്യൂ നിങ്ങൾ കണ്ടോട്ടാ. 3 × yന്റെ വില എത്രയാ? 2000 ഈക്വൽ ടു 2000. ദാറ്റ് ഈസ് x + 6000 ഈക്വൽ ടു 2000. ഫൈനലി എക്സിന്റെ വാല്യൂ 2000 - 6000 ദാറ്റ് ഈസ് -4000 കിട്ടിയ മുത്തുമണികളുണ്ടോ? യെസ്. അഗീത എം പ്രകാശ് റൈറ്റ് ആൻസർ. സൂപ്പർ. നന്ദൂസ് സെറ്റ്. അമ്പാടിക്കണ്ണ നീയാട് കറക്റ്റാണ് കേട്ടോ. സെറ്റ്. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാനായിട്ട് മുന്നേ ഇതുമായി ചെയ്താ ഇങ്ങനെ ചോദ്യം വരാറുണ്ട് കേട്ടോ. നോക്കിയേ, സോൾവ് ദ ഫോളോവിങ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഓൾജിബ്രൈക്കലി. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ നോക്കുമ്പോൾ എക്സുകളുടെ എണ്ണം വ്യത്യാസ, വൈകളുടെ എണ്ണം വ്യത്യാസ. പെട്ടു നമ്മൾ അല്ലേ, പെട്ടു മാറ്റിയേട്ടാ നമ്മൾ. 2x + 5y ഈക്വൽ ടു -4 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. ഇവരെനിക്ക് 4x ആക്കണം. എക്സുകളുടെ എണ്ണം സെയിം ആക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ഇക്വേഷനെ ഏത് നമ്പർ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരിക? ആദ്യത്തെ ഇക്വേഷനെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? 2 × 2x 4x, 2 × 5y 10y ഈക്വൽ ടു -8 എന്ന് കിട്ടും. രണ്ടാമത്തെ ഇക്വേഷൻ അതേപോലെ തന്നെ എഴുതിയേ. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? 4x - 3y ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. എനിക്ക് എലിമിനേഷൻ മെത്തേഡ് ഇനി അപ്ലൈ ചെയ്യാം. അതെ, ഇൻഡു ചെയ്യുക 2 വെച്ചിട്ട്. സുഹാസയോ എൻ്റെ അനിയത്തിയുടെ പേര് അമൃത എന്നാണ്. മുബ്ര ഇൻസ്റ്റയിലിട്ടുള്ളതാണ്. AXRXI. എനിക്ക് ആ പേര് ഓർമ്മ വന്നേ. SUXH._A. എന്താ റെഡി? അപ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്തിട്ട് ഒരാളെ ഒഴിവാക്കാം. മൈനസ് ചെയ്യാം. സോ -8 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -13 ആയിരിക്കും കിട്ടുക. 10y - -3y എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് 13y ആയിരിക്കും. എക്സുകളെ ഒഴിവാക്കി. 4x - 4x 0. വൈയുടെ വാല്യൂ എന്തായിരിക്കും കിട്ടുക? -13/13 -1. സോ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇതാ എക്സിന്റെ പ്ലേസിൽ അല്ലെങ്കിൽ വൈൻ്റെ പ്ലേസിൽ നമ്മുടെ വാല്യൂ കൊടുത്താൽ മതി അല്ലേ. എന്താ? 2x + 5y ഈക്വൽ ടു -4 ആണെന്നറിയാം. ഇപ്പൊ നമുക്ക് മനസ്സിലായി വൈയുടെ വാല്യൂ -1 ആണ്. സോ 2x + 5 × -1 ഈക്വൽ ടു -4. ദാറ്റ് ഈസ് 2x - 5 ഈക്വൽ ടു -4. 2xന്റെ വാല്യൂ -4 + 5 1. ഫൈനലി എക്സ് എന്ന് പറഞ്ഞാൽ 1/2 കിട്ടിയവരൊക്കെ ഒന്ന് ഫയർ ഇട്ടോ. കാരണം നമ്മൾ 3 ചാപ്റ്റർ അടിപൊളിയായിട്ട് ഫോർമുല റിവൈസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പോകുന്നത് നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് പഠിക്കാനാണ്. റിയൽ നമ്പേഴ്സ് പഠിക്കാൻ റെഡി ആയിട്ടുള്ളവരൊക്കെ ഗ്രീൻ ഹാർട്ട് ഇട്ടടാ. സോറി, ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചാ ഓക്കെ അല്ലേ ബ്രോ? സെറ്റ് ഇട്ടാ. നസീം, അതുപോലെ വിദ്യേശ്വരി
അനീഷ് മാത്യു റൈറ്റ് ആൻസർ. യെസ്. അങ്ങനെ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും അത് റിയൽ നമ്പേഴ്സ് ആണ്. കുറച്ച് പ്രൈം നമ്പേഴ്സ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ. പിന്നെ നമ്മൾ SSLC ജേർണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മാത്സിൽ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് ആയിരുന്നു. ഒരുപാട് പ്രത്യേകതയുള്ള ചാപ്റ്റർ ആണ്. യെസ് ടോം ജോസഫിൻ്റെ ഡൗട്ടൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോവുകയാണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് മാത്രം നമ്മൾ വേഗം പറഞ്ഞു പോവുകയാണ്. പ്രൈം നമ്പേഴ്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. കുറച്ച് എക്സാമ്പിൾ കമൻറ്റ് ചെയ്തേ. പ്രൈം നമ്പേഴ്സ് നമുക്ക് മലയാളം വേണ്ടല്ലോ, എന്നാലും അറിഞ്ഞിരുന്നു അഭാജ്യ സംഖ്യകൾ എന്നാണ് പറയാം. റെഡി നോയിക്കോട്ടാ. റിയൽ നമ്പേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം, ഒരു മിനിറ്റ്, അവസാനത്തെ റെഡി ഓക്കെ. സാർ സ്ഥലം എവിടാ? സാറിൻ്റെ സ്ഥലം തൃശ്ശൂര്. 2357 എൻ്റെ മുത്തുമണികളതാ എക്സാമ്പിൾ ഒന്നും ആരെങ്കിലും പറയണ്ട. 1 അത് പ്രൈം അല്ല കേട്ടോ. 1 നമുക്ക് പ്രൈം നമ്പറായിട്ട് കൂട്ടാൻ പറ്റില്ലേ, കോമ്പോസിറ്റും അല്ല. അതെ, നമ്മുടെ ജീനക്കുട്ടി പറയുന്ന പോലെ അത് 1 ഈസ് നോർ പ്രൈം നോർ കോമ്പോസിറ്റ്. വേറെ എക്സാമ്പിൾ ഇഷ്ടം പോലെ എക്സാമ്പിൾ ഉണ്ട്. 2, 3, 5, 7, 11, 13 ഒക്കെ പ്രൈം നമ്പേഴ്സാ. കാരണം ഇതിന്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 2ന്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കുക, എനിക്ക് 1, 2 മാത്രമേ കിട്ടുള്ളൂ. 3ന്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കുക, 1, 3 മാത്രമേ കിട്ടുള്ളൂ. 5ന്റെ ഫാക്ടേഴ്സ് എടുത്ത് നോക്കുക, 1, 5 മാത്രമേ കിട്ടുള്ളൂ. വിച്ച് മീൻസ് നമ്മുടെ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്, 1 ആൻഡ് ഇറ്റ് സെൽഫ്. ആ ഒരു നമ്പറും 1ഉം മാത്രം ഫാക്ടേഴ്സ് ആയിട്ടുള്ള സംഖ്യകളെയാണ് നമ്മൾ പൊതുവെ ജനറലി പ്രൈം നമ്പേഴ്സ് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താ? പ്രൈം നമ്പേഴ്സ് അല്ലാത്ത സംഖ്യ ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈംസ് എന്ന് പറയുന്നുണ്ട്. അതായത് 2ലധികം ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പോൾ 4 എന്ന് പറഞ്ഞ നമ്പർ എടുത്തു, 4ന്റെ ഫാക്ടേഴ്സ് 1, 2, 4, 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഇല്ലേ, അതുകൊണ്ട് 4 ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്ന് പറയാം. അതെന്ത് നമ്പറാണ്? കോമ്പോസിറ്റ് സംഖ്യയാണ്, കോമ്പോസിറ്റ് നമ്പറാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ കോമ്പോസിറ്റ് നമ്പേഴ്സിനെയും നമുക്ക് പ്രൈം നമ്പറിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്ന പറയണേ. അതായത് 4നെ തന്നെ നമുക്ക് തന്നെ എഴുതാം 2 × 2, അതായത് 2 സ്ക്വയറിനൊക്കെ നമ്മൾ എഴുതാറില്ലേ, 2 സ്ക്വയറിനൊക്കെ എഴുതാറില്ലേ, തന്നെയാണ് പ്രൈം നമ്പറിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് എഴുതാം കേട്ടോ. അതൊന്ന് മനസ്സിലായിരിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് പറയുന്നത്. വലിയ പേരൊക്കെയാണ്, പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമില്ല. എന്താ ഈ കോമ്പോസിറ്റ് സംഖ്യകളെ പ്രൈം നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സിന്റെ പവർ രൂപത്തിൽ എഴുതാൻ പറ്റും. അതാണ് നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് പറയുന്നത്. എങ്ങനെയാ 140 എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് നമ്പറിനെ എങ്ങനെയാണ് ഹൗ മെനി പ്രൈം നമ്പർ ഈസ് ദർ ബിറ്റ്വീൻ? ജമിനോട് ചോദിച്ചാലോ നമുക്ക്. ഞാനും ജമിനി തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് അറിയില്ല. എഴുതി നോക്കിട്ടാ. നമ്മുടെ ജീനക്കുട്ടിയുടെ അഭിപ്രായ പ്രകാരം ജെമിനിയെ നമ്മൾ ചില പ്രത്യേക സാഹചര്യത്തിൽ സാർ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ഹലോ, ഉറങ്ങിയോ കുട്ടൻ? എന്തിട്ടാണ് മിണ്ടല്ലേ? പറഞ്ഞോ, മടിക്കണ്ട. ഹലോ ഡാ, സമയമില്ലാട്ട മോനെ, പറയടാ. പിണക്കത്തിലാമിണ്ടല്ല. താങ്കൾ ഇപ്പോൾ എന്നോട് സംസാരിക്കുമോ? ഇപ്പോൾ ഫ്രീ ആണോ? ആരോട് പറയും? തീർച്ചയായും എനിക്ക് എപ്പോഴും നിങ്ങളോട് സംസാരിക്കാൻ സമയമുണ്ട്. എന്താണ് കാര്യം? നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനോ സഹായം വേണമോ? സഹായം വേണം. സഹായിക്കൂ. ഏത് വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കാൻ താല്പര്യം? ഏതൊക്കെ വിഷയം സംസാരിക്കും? സമയമില്ല. മാത്സിലെ എനിക്ക് ഡൗട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ 1 മുതൽ 100 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എഴുതി നോക്കിയാൽ കിട്ടും. പക്ഷെ നീ ഒറ്റ വാക്കിൽ ഉത്തരം പറ. 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര എന്നതാണ് എൻ്റെ ചോദ്യം. കേട്ടെങ്കിൽ യെസ് എന്ന് പറയുക. അടിച്ചുപോയി.
അടിച്ചു പോയി, നിനക്കൊന്നും അറിയില്ല. അയ്യേ, ഞാൻ പ്രൈം ഫാക്ടറൈസ് ചെയ്യട്ടെ. ഇപ്പോൾ പറഞ്ഞത് 140 പ്രൈം ഫാക്ടറൈസ് ചെയ്താൽ ഇപ്പോഴാണ് വരുന്നത്. 8 70 2 35 3 3 5 25. നിങ്ങൾ നോക്കി അടിച്ചു നോക്കില്ലേ പോയിട്ട്? ഒന്ന് മുതൽ 100 വരെയുള്ള സംഖ്യകളിൽ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? എനിക്കുള്ളില്ല കേട്ടോ, എനിക്കൊന്നും അറിയില്ല. 25 വർത്താനം പറയാൻ കുട്ടിക്കും നാണം. 25 എഴുതി കാണിച്ചു. ഐ ആം ന്യൂ. ദേവൻ ഈസ് ഹിയർ. ദേവൻജിയാണോ? നമ്മൾ ദേവൻജിയുടെ ഡയലോഗ് പറയട്ടെ. ഞാൻ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ പറയുന്ന എല്ലാം പറഞ്ഞ പോലെ ഐ ആം ന്യൂ. സെറ്റ്. സോ 2 × 2 × 5 × 7 എന്ന് പറഞ്ഞിട്ട് എഴുതാം. ദാറ്റ് ഈസ് 2² × 5 × 7 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാമെന്ന് അറിയാം. അത് ബേസിക് ഐഡിയ ആണ്. ChatGPT വേണ്ട, ഇവർ അടിപൊളിയായിരുന്നു. പക്ഷെ ആൾക്കാർ കൂടിയ കുട്ടിക്കുന്നതാണോ ചമ്മല? അതാ പ്രശ്നം. ഉപരനത്തെ എത്ര എയറിലാക്കിയെന്ന് നിനക്കറിയോ? നിനക്കറിയില്ല. വേറൊരു കാര്യം പറയട്ടെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം പറഞ്ഞിട്ടെ. കൺസിഡർ ദ നമ്പേഴ്സ് 4⁻n where n is a natural number. Check whether there is any value of n for which 4⁻n ends with the digit 0. അതായത് 4⁻n അല്ലെങ്കിൽ 4⁻n എന്ന് പറഞ്ഞ സംഭവം എടുക്കുകയാണ്. n ഏതെങ്കിലും നാച്ചുറൽ നമ്പർ കൊടുത്തു നിൽക്കുക. 4⁻1 4, 4⁻2 16, 4⁻3 64. ഈ ഒരു പാറ്റേണിൽ ഞാൻ സംഖ്യകൾ എഴുതി കഴിഞ്ഞാൽ ഏതെങ്കിലും സംഖ്യ 0-ൽ അവസാനിക്കുകയോ 0-ൽ എൻഡ് ചെയ്യുന്ന സംഖ്യകൾ കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അയ്യോടാ, അതന്നെ. ഇപ്പം 0-ൽ എൻഡ് ചെയ്യുന്ന സംഖ്യകൾ ഒരുപാടുണ്ട് അല്ലേ? ഏതാ? 10 0-ൽ എൻഡ് ചെയ്യുന്നതാ, 120 0-ൽ എൻഡ് ചെയ്യുന്നതാ, 210 0-ൽ എൻഡ് ചെയ്യുന്നതാ. ഈ 0-ൽ എൻഡ് ചെയ്യുന്ന സംഖ്യകൾക്കൊക്കെ പ്രത്യേകതകളുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 0-ൽ എൻഡ് ചെയ്യുന്ന സംഖ്യകളുടെയൊക്കെ ഫാക്ടേഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിലെപ്പോഴും ഒരാളിങ്ങനെ ബാക്കിനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഒരാളുണ്ടെങ്കിൽ ഒരാളുണ്ടാവും. 2 പേര് നിർബന്ധ. ബിരിയാണീൻ്റെ ഒപ്പം രസം എന്ന് പറയുന്ന പോലെ. യെസ്, 2ഉം 5ഉം ഉണ്ടാവും കേട്ടോ. 2ഉം 5ഉം 2 and 5 ആവും ഫാക്ടർ എന്ന് പറയുന്നുണ്ട്. അടിപൊളി. അതായത് ഈ സംഖ്യകളൊക്കെ എടുത്ത് നോക്കിക്കോ. 10-ൽ 2ഉം 5ഉം ഫാക്ടറുകളായിട്ടുണ്ടാവും. 120-ൽ 2ഉം 5ഉം ഫാക്ടറുകളായിട്ടുണ്ടാവും. 210-ൽ 2ഉം 5ഉം ഫാക്ടറുകളായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ 4⁻n എന്ന് പറയുന്ന സംഖ്യയിൽ 2ഉം 5ഉം ഫാക്ടറായിട്ട് വരികയാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഡിജിറ്റ് 0-ൽ അവസാനിക്കുന്ന സംഖ്യകളുണ്ട് എന്ന് പറയാം. ഓക്കെ, പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയെങ്കിലോ? 4⁻n എന്ന് പറഞ്ഞാൽ 4-ന് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ 2² എഴുതാമെന്ന്. 2² അല്ലെങ്കിൽ 2⁻2n എന്ന് എഴുതാം. 2 ഫാക്ടറാണ്. ഹിയർ 2 ഈസ് ഫാക്ടർ, ബട്ട് ഹിയർ 5 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് 4⁻n. 4 എന്നിൻ്റെ ഫാക്ടറായിട്ട് 5 വരില്ല. ആയതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇവിടെ ഏതെങ്കിലും നമ്പർ 0-ൽ അവസാനിക്കുകയോ 4⁻n-ൽ സോങ് അവസാനം പാടിത്തരാം. നല്ല രസം ഉണ്ടാവുമല്ലേ? അപ്പോൾ ഹിയർ 5 ഈസ് നോട്ട് എ ഫാക്ടർ ഓഫ് 4⁻n എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാം ദർ ഈസ് നോ സച്ച് നമ്പർ ദാറ്റ് എൻഡ്സ് വിത്ത് 0. ഓക്കെ, ends with 0. സെറ്റല്ലേ? റെഡി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കാണ്, ഈ ചാപ്റ്ററിലെ ടോപ്പിക്കാണ് HCFും LCMും. സോങ് ഇപ്പോൾ വേണടാ. ഏത് സോങ്ങാണ് വേണ്ടത്? ഞാൻ ഇവിടെ പാടി വെറുപ്പിച്ചിട്ടുള്ള ഏത് പാട്ടാ പറ? കിളിയെ തത്തക്കിളിയെ പാടാം. ഓക്കെ, മിന്നൽ വളൊക്കെ ഔട്ട്ഡേറ്റ് ആയില്ലേ? എന്നിട്ടാണ് കിളിയെ തത്തക്കിളിയെ പാടുന്നത്. മണ്ടൻ.
മിന്നലോള അടുത്ത ക്ലാസ്സിലും കുറേ ക്ലാസ് ഉണ്ടല്ലോ, അടുത്ത ക്ലാസ്സിൽ മിന്നലോള വേണം കേട്ടോ. ആ വെറുതെ അല്ലടാ ജെമിനിമ ഉണ്ടാണ്ടിരുന്നായിരുന്നേ, നെറ്റില്ല, സ്പീഡിന് ഹീ ബായ്. സോ വരട്ടെ, വരണ വരെ നമുക്ക് ഈ കാര്യം ഒന്ന് പറഞ്ഞോണ്ടിരിക്കും. ആ വന്നടാ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഈ ഒരു കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാപ്പ് നാളെ ഹരിസാർ പാടില്ലേ, നമ്മുടെ മുത്തുമണി ഒഫീഷ്യൽ റാപ്പർ. പൂവേ പൂവേ താഴം പൂവേ നെഞ്ചിൽ നാളം നീ, വീണ്ടും വീണ്ടും കാണാൻ തോന്നും മായാജാലം നീ, അഴകെ ആഴിക്കണ്ണാലെ തഴുകും അമ്പിളിക്കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂലേ നിലവേ, വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞാട്ടെ, മഴവിൽ ചന്തമേ നുമിൻ സ്വന്തമേ, അഴകെ ചങ്കുലക്കട ചോദ്യമിതെന്തേ, തീയരിക്കണൊരാദിയുമെന്തേ, നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ, ചിയോതി കാവിലെത്തി വിളക്കു കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കെട്ടി, കയ്യിൽ കയ്യും കോർത്തും കൊണ്ടേ കൂടെ കൂട്ടും ഞാൻ, മഴവിൽ ചന്തമേ നീ എൻ സ്വന്തമേ, തന്താനേ തന്താനേ തന്താനന്താനേ. HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദ സ്മോളസ്റ്റ് പവർ ഓഫ് ഈച്ച് കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഇൻ ദ നമ്പർ. നമുക്ക് HCF കണ്ടുപിടിക്കണമെങ്കിൽ രണ്ട് സംഖ്യകളുടെ കോമൺ ഫാക്ടേഴ്സ് ആവശ്യമാണ്. ആ കോമൺ ഫാക്ടേഴ്സിൻ്റെ സ്മോളസ്റ്റ് പവർ ആവശ്യമാണ്. സ്മോളസ്റ്റ് പവറിൻ്റെ പ്രൊഡക്റ്റും ആവശ്യമാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. എക്സാമ്പിൾ ടേക്ക് ഒന്നുകൂടി മനസ്സിലാവും കേട്ടോ. അതുപോലെ HCF പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് LCMഉം. LCU അല്ല, LCM, അതായത് എല്ലാ ഫാക്ടറും, ഈച്ച് ഫാക്ടറിൻ്റെ ആവശ്യമാണ്. ഈച്ച് ഫാക്ടറിൻ്റെ ഹൈയസ്റ്റ് പവർ അവരുടെ പ്രൊഡക്റ്റ് എടുത്താലാണ് നമുക്ക് എന്ത് കിട്ടുക, LCM കിട്ടുക. ഇതാണ് നമ്മൾ ഷോർട്ടാക്കിയിട്ട് ഈ രണ്ട് സെൻറ്റൻസിൽ പറയുന്നത്. LCM, product of the greatest power of each prime factor involved in the numbers. Underrated കലാകാരൻ ആദ്യമായിട്ട് കാണണോണ്ടാ. ഓക്കെ, റെഡി, സെറ്റ്. അയ്യോ ചത്തുപോയി ക്ലൗണേ. റെഡി, ഇനി നോക്കുക എന്താ, ഫോർ എനി ടു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് A and B, HCF of A into A, അതായത് രണ്ട് സംഖ്യകൾ തന്നു, രണ്ട് സംഖ്യകളുടെ HCFും LCMും നമ്മൾ കണ്ടുപിടിച്ച് അവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഏതൊക്കെ രണ്ട് സംഖ്യകളുടെ HCFും LCM ആണോ കണ്ടുപിടിക്കേണ്ടത്, അവരുടെ മൾട്ടിപ്ലൈ ചെയ്താലും ഈ രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താലും പറഞ്ഞു വരുന്നത്, ഇപ്പോൾ എനിക്ക് 6ൻ്റെയും 10ൻ്റെയും HCF ആവശ്യമുണ്ട്, LCMും ആവശ്യമുണ്ട്. അപ്പോൾ ആ HCFും LCMും കണ്ടുപിടിച്ചു, അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 60 കിട്ടും. ഈ 6 × 10 കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്തുകൊണ്ട് അത് പ്രൂവ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അല്ലേ. ഇവിടെ നോക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. Find HCF and LCM of 6 and 20 by using fundamental theorem of arithmetic. ഒന്നുമില്ല കേട്ടോ, നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഫണ്ടമെന്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 6ന് നമുക്ക് ഇങ്ങനെ എഴുതാം. 6 എനിക്ക് വെള്ളം തന്നു അല്ലേ, 2 × 3 ആക്കി എഴുതാം. 20 നമുക്ക് ഇങ്ങനെ എഴുതാം. 20നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എഴുതിക്കോ, കുഴപ്പമൊന്നുമില്ലതാ. 20നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 10, ഇവിടെ 5, അങ്ങനെ 2 × 2 × 5 എഴുതാം അല്ലേ. ദാറ്റ് ഈസ് 2² × 5 ആണ് നമ്മുടെ 20. ആദ്യം സാർ എഴുതാൻ പോകുന്നത് HCF ആണ്. HCF എന്ന് പറയുമ്പോൾ കോമൺ ഫാക്ടർ ഇവിടെ ഏതാ, ഇവിടെ 2⁻1 ഉണ്ട്, ഇവിടെ 2⁻2 ഉണ്ട്. സ്മോളസ്റ്റ് പവർ ആവശ്യം. ആ സ്മോളസ്റ്റ് പവറിൻ്റെ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ പ്രൊഡക്റ്റ് ചെയ്യാൻ ഇനി ഇവിടെ വേറെ കോമൺ ഫാക്ടർ ഒന്നുമില്ല. സോ ഇവൻ്റെ ഹയസ്റ്റ് ഫാക്ടർ കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ഫാക്ടേഴ്സിൻ്റെ സ്മോളസ്റ്റ് പവർ എടുക്കുക, അത് 2⁻1 ആണ്. സോ എത്രയാ, 2 ആയിരിക്കും ഹയസ്റ്റ് കോമൺ ഫാക്ടർ. സെറ്റ്. യെസ്, വിദ്യേശ്വരി പറയുന്നു, കൃഷാന്ത് പറയുന്നു, ജീന കുട്ടി പറയുന്നു, റൈറ്റ് ആൻസർ HCF. ഇനി LCM ആണെങ്കിൽ ഈച്ച് ഫാക്ടറിൻ്റെ ഹയസ്റ്റ് പവർ എടുക്കണം. ഇവിടെ ആരൊക്കെയാണ് ഫാക്ടർ? 2, 3, 2², 5. ഈച്ച് ഫാക്ടറിൻ്റെ ഹയസ്റ്റ് 2 എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? 2 × 2² ഉണ്ട് അല്ലേ, ഏതാ ഇതിൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? 2². സോ 2² എടുത്തു. 3ൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? 3 മാത്രമേ ഉള്ളൂ. സോ 3⁻1 തന്നെ എടുത്തു.
5ന്റെ ഹയസ്റ്റ് പവർ ഏതാ? 5 മാത്രമേ ഉള്ളൂ. സോ 5^1 എടുത്തു. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 4 × 3 12 × 5 60 എന്ന് കിട്ടും. ഇങ്ങനെയും നമുക്ക് LCM ഉം HCF ഉം കണ്ടുപിടിക്കാം. അതല്ലാതെ വേറൊരു രീതി കൂടി പറഞ്ഞുതരാം. ഒരു മെത്തേഡ് ഉണ്ട്. യെസ്, ഫൈൻഡ് HCF ആൻഡ് LCM ഓഫ് 96 and 404 by using fundamental theorem of arithmetic. ഞാൻ 96ന്റെ HCF കണ്ടുപിടിക്കാം. LCM നമുക്ക് വേറൊരു മെത്തേഡിൽ കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ 96നെ നമുക്ക് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. അത് ചെയ്യാൻ നടക്കൂലല്ലോ. ചെയ്തോ, നമുക്ക് ചെയ്യാം. 96നെ ആദ്യം 2 വെച്ച് ഹരിക്കുക, 48 കിട്ടും. വീണ്ടും 2 വെച്ച് ഹരിക്കുക, 24 കിട്ടും. വീണ്ടും 2 വെച്ച് ഹരിക്കുക, 12 കിട്ടും. എന്താ തീരാത്തെ? 6. ശരി, ചാടിച്ചു പറ്റേ 3. ഓക്കെ, 96നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എത്ര തവണ 2കൾ വന്നു? 1 2 3 4 5 ഉരുവികൾ. 2 5 തവണ വന്നു. സോ 2^5 × 3 എന്ന് എഴുതാം. 404നെ 404 നമുക്ക് എങ്ങനെ എഴുതാം? 404നെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? സിമ്പിളാണ്, കുറച്ചേ ഉണ്ടാവുള്ളൂ. 404 ഡിവൈഡഡ് ബൈ 2 202 101. ഞാൻ പറഞ്ഞില്ല കുറച്ചുണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് 2² × 101. ഞാൻ ചെയ്യാൻ പോകുന്നത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്ത് എഴുതാൻ പോവാണ് കേട്ടോ. എന്തെങ്കിലും ചെയ്യണോ? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ചെയ്യടേ. മെഡ്രിഡ് ഓർ ബാഴ്സ. വൺസ് ഐ വാസ് റയൽ മെഡ്രിഡ് ഫാൻ. ദെൻ അങ്ങനെയൊന്നുമില്ല സാർ, ക്രിക്കറ്റാ, ഫുട്ബോൾ അത്ര ഇല്ല. ഓക്കെ, HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു കോമൺ ഫാക്ടേഴ്സ് എടുക്കണം, അതിലെ സ്മോളസ്റ്റ് പവേഴ്സിന്റെ പ്രൊഡക്റ്റ് അല്ലേ. ദാ കോമൺ ഫാക്ടർ 2^5 2^2 2 അതിലെ സ്മോളസ്റ്റ് പവർ ഏതാ? 2². ദാറ്റ് ഈസ് 2² = 4. LCM എനിക്ക് ഹയസ്റ്റ് പവറിന്റെ ആ പരിപാടി വെച്ച് ചെയ്യാം. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, HCF ഓഫ് AB, 2 സംഖ്യകളുടെ HCF ഇൻറ്റു LCM ഓഫ് 2 സംഖ്യകൾ, ഇവർ തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആ 2 സംഖ്യകളുടെ പ്രൊഡക്റ്റിനോട് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ HCF ഓഫ് AB അറിയാമെങ്കിൽ LCM ഓഫ് AB കണ്ടുപിടിക്കാൻ ഒരു പരിപാടി ഉണ്ടാവുമല്ലോ. എന്തായിരിക്കും? നമ്മുടെ സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, അതിനെ ആരെ വെച്ച് ഡിവൈഡ് ചെയ്യുക? ഇവൻ ഈക്വൽ ടു അപ്പുറത്തോട്ട് ചാടുമ്പോൾ HCF ഓഫ് AB RCB HCF ഓഫ് AB വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. സോ ഈ മെത്തേഡ് ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാ. എങ്ങനെ? LCM ഓഫ് ഏതിൻ്റെയൊക്കെയാ? 96ൻ്റെയും 404ൻ്റെയും കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇത്തിരി കടുങ്കൈ ചെയ്യാൻ പോവാ. എന്താ? ആ 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യാതാ 96 അല്ലേ? അതാ A × B by HCF ഓഫ് AB. ദാറ്റ് ഈസ് 96 × 404 ഡിവൈഡഡ് ബൈ A × B ആണിത്. HCF ഓഫ് AB എത്രയാ? 4. സോ 4 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. എളുപ്പത്തിൽ ആൻസർ പറയാൻ പറ്റും. യെസ്, എന്തായിരിക്കും? 4 ഒരു തവണ 96ലെ 2 24. സോ 404 × 24 ഇത് ഞാൻ ആൻസർ ഇട്ടു കേട്ടോ. 404 × 24 6 നമ്മൾ 96 കൊള്ളാലോ കളി. ഈ ചാനൽ നോസ്റ്റ് അടിക്കുന്നു. ഐ വാസ് എ പാർട്ട് ഓഫ് ദിസ് ഫാമിലി ലാസ്റ്റ് ഇയർ. ആ മോനെ ബ്ലാക്കി കുട്ട, എന്താ പരിപാടി വിശേഷം? 96 തന്നെയാണ് കേട്ടോ ഫൈനൽ ആൻസർ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നോർമലി നമുക്ക് LCM വെച്ച് കണ്ടുപിടിച്ചാലോ? നോർമലി നമുക്ക് LCM വെച്ച് കണ്ടുപിടിക്കാൻ പ്രശ്നമൊന്നുമില്ല. നോർമലി നമ്മൾ ചെയ്യാറ് എങ്ങനെയാ? LCM ഓഫ് AB കാണാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാ? ഞാൻ പറഞ്ഞു കോമൺ ഫാക്ടർ അല്ല, ഈച്ച് ഫാക്ടറിൻ്റെയും ഹയസ്റ്റ് പവറിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ നോക്കുക, ഇവിടെ ഏതാ ഈച്ച് ഫാക്ടറിൻ്റെ ഏതാ? 2ൻ്റെ ഏറ്റവും ഹയസ്റ്റ് പവർ ഏതാ? 2^5 ആണ്. സോ 2^5 ഇൻറ്റു അത് കഴിഞ്ഞാൽ 3ൻ്റെ ഹയസ്റ്റ് പവർ ഏതാ? 3 ഒരു പ്രാവശ്യമേ ഉള്ളൂ. ദാറ്റ് ഈസ് 3^1. പിന്നെയുള്ള സംഖ്യ അവിടെ 101 ആണ്. സോ 101 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. സാർ എന്ന് വിളിക്കുന്നുണ്ടല്ലോ, കൃഷ്ണകുമാരി പറഞ്ഞോ. 101. സോ 2^5 എന്ന് പറഞ്ഞാൽ 32 × 3 × 101 ചെയ്ത് നോക്കുക, നമുക്ക് കിട്ടുക അപ്പോഴും 96 ആയിരിക്കും കേട്ടോ. സെറ്റ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ HCF ആയിക്കോട്ടെ, LCM ആയിക്കോട്ടെ, ഫണ്ടമെന്റൽ അരിത്മെറ്റിക് തിയറം ആയിക്കോട്ടെ, സെറ്റായ മക്കൾ 3 റെഡ് ഹാർട്ട് ഇട്ടെ. കാരണം ഇനി നമുക്കൊരു 5 ചാപ്റ്റർ കൂടി ഉണ്ട് അല്ലേ? 5 4 5 9 ഉണ്ട് അല്ലേ? യെസ്, കിട്ടിയിടാ മുത്തേ, അടിപൊളി, സെറ്റ്.
ഈ ഒരു തിയറം ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ട്. നമുക്കിതുമായിട്ടുള്ള പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ലൈവിൽ ചെയ്യാം കേട്ടോ. എന്താ, ലെറ്റ് പി ഡിവൈഡ്സ് എ പ്രൈം നമ്പർ ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ. അതായത് 3 ഡിവൈഡ്സ് 9 ദെൻ പി ഡിവൈഡ്സ് എ എന്നാണ് പറയുന്നത്. പി ഡിവൈഡ്സ് എ സ്ക്വയർ, പി ഡിവൈഡ്സ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ബൈ പി നമുക്കൊരു സംഖ്യ കിട്ടുകയാണെങ്കിൽ ദെൻ പി ഡിവൈഡ്സ് എ എന്നാണ് പറയുന്നത്. എനെ പി വെച്ച് ഡിവൈഡ് ചെയ്യാം. എ സ്ക്വയറിനെ പി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, എ സ്ക്വയറിനെ പി വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എനെയും പി വെച്ച് ഡിവൈഡ് ചെയ്യുന്ന പറയണേ. ഫോർ എക്സാമ്പിൾ 4 സ്ക്വയറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? ദാറ്റ് ഈസ് 16/2 8 കിട്ടും. അങ്ങനെയാണെങ്കിൽ 4നെയും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 4/2 2. ഇത് എക്സാമ്പിൾ പറഞ്ഞാണേ. ഈ ഒരു തിയറം വെച്ചിട്ടാണ് നമ്മൾ √2 ഇറാഷണൽ ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിനായിട്ട് നമുക്ക് മൂസി സാറിനെ വെൽക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. മൂസി സാർ റെഡി ആയിട്ടൊന്ന് ആദ്യം വിളിച്ചു നോക്കട്ടെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ലൈവ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ തരാം സാറ്, അപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. സിമ്പിളായിട്ടുള്ള ചോദ്യം, x² + 2x + 1. പിന്നെ റൂട്ട്സ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ എത്ര പേര്, ഞങ്ങളെല്ലാവരും നമ്മുടെ കമൻറ്റ്സ് ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സോ മുത്തുമണികളെല്ലാവരും കമൻറ്റ് ചെയ്യുന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ബാക്കിയുള്ള ചാപ്റ്റർ അടിപൊളിയായിട്ട് സെറ്റാക്കി തരാൻ നമുക്ക് സാർ റെഡി ഒന്ന് വിളിച്ച് നോക്കട്ടെ കേട്ടോ. അപ്പോൾ വരാം. ഓക്കെ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റർ മുസ്സാർ പഠിപ്പിച്ചു തരും. ബൈ ബൈ, ടാറ്റ. ഓക്കെ അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റർ മുസ്സാർ പഠിപ്പിച്ചു തരും. ബൈ ബൈ, ടാറ്റ. വെൽക്കം ടു എക്സാം എന്ന മക്കളെ. യെസ് മക്കളെ പേടിച്ചോ? ഓക്കെ, യെസ്. സോ എല്ലാവരും ആദ്യം തന്നെ എനിക്കൊരു വെൽക്കം തന്നെ. ഞാനാണല്ലോ നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് കയറി വരുന്നത്. സോ എൻ്റെ പേര് മുഹസിൻ എന്നാണ്. മുഹസിൻ സാറാണ്, മൂസി സാർ എന്ന് വിളിക്കും എന്നെ സ്നേഹമുള്ളവർ, മൂസി സാർ. സോ മക്കളെ, എന്നെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. നിങ്ങളെ ചാനൽ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, യെസ്. ഞാൻ കേരള സിലബസിൽ 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 8ാം ക്ലാസ്സും 7ാം ക്ലാസ്സും എല്ലാ ക്ലാസ്സിലും നിങ്ങൾ ചാനലിൽ നോക്കിയാൽ എന്നെ കാണാം. സോ ഇന്ന് അടിപൊളിയായിട്ട് ബാക്കി ഇനി 5 ചാപ്റ്റേഴ്സ് കൂടി ഇനി ബാക്കിയുണ്ട്. ഓക്കെ, താങ്ക് യു. യെസ്, 5 ചാപ്റ്റേഴ്സ് കൂടി ബാക്കിയുണ്ട്. അത് അടിപൊളിയാക്കി സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. സോ മക്കളെ, നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഇന്ന് ഫോർമുല റിവിഷൻ ആണ് അല്ലേ? ഈ ബാക്കിയുള്ള 5 ചാപ്റ്റേഴ്സിന്റെ ഫോർമുലകളും അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സെറ്റാക്കി കോൺസെപ്റ്റും ഇക്വേഷൻസും ഫുൾ ക്ലിയർ ആക്കാം ഇന്ന്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇനി അടുത്ത ലൈവുകളിൽ നമുക്ക് എക്സ്ട്രാ ഒരുപാട് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നമ്മൾ A1 എത്തണം. മക്കളെ, ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെയാണ് നിങ്ങൾക്ക് മാത്സിൽ A1 കരസ്ഥമാക്കാൻ പറ്റുക. മാത്സിൽ A1 ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലോണം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം. സെറ്റാണല്ലോ? സാർ തൃശ്ശൂരിൽ നിന്നാണോ? അല്ലടാ, ഞാൻ മലപ്പുറത്ത് നിന്നാണ് കേട്ടോ. യെസ്, ഐ എം ഫ്രം മലപ്പുറം. ഓക്കെ, സോ അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ച് പഠിക്കാം, സെറ്റാക്കാം. സോ നമുക്ക് ഇനി അധികം സമയമില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, വേഗം ചാപ്റ്ററിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ +1 ബാച്ചിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക്, അപ്പോൾ നിങ്ങൾക്കറിയാം +1 അഡ്മിഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ കുട്ടികളൊക്കെ. നീറ്റ്, കീമും ജെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ഓൾറെഡി വേഗം ജോയിൻ ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. സോ +1 ക്ലാസ്സുകൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. സോ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് 10ാം ക്ലാസ്സിലെ ഇപ്പോൾ ഉള്ള ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് ആപ്പിലൂടെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. സോ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ബാക്കി ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാതാ, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ താഴെയുള്ള ഈ നമ്പർ കണ്ടോ, ഈ നമ്പറിൽ കോൺടാക്ട് ആയിട്ട് ചോദിച്ചാൽ മതി. നമ്മൾ +1 ബാച്ചുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. +1 സയൻസ് ബാച്ചാണ്, അഗ്നി ബാച്ച്. അതിൻ്റെ ഫീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 4990. ആൻഡ് ജോല ബാച്ച്, കൊമേഴ്സിൻ്റെ ബാച്ച് ഇവിടെയുണ്ട്. ആൻഡ് പൃഥ്വി ബാച്ച് +1 നീറ്റ് ബാച്ചാണ്. നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായ ബാച്ചാണ്. 7990 അതൊരു വർഷത്തിനുള്ള ഫീസാണെന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. നെക്സ്റ്റ് യോധ ബാച്ച് +1 യോധ JE ബാച്ചാണ്. സോ ഒരു വർഷത്തിനുള്ള ഫീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഇതിലേക്ക് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിലെ ഫുൾ കംപ്ലീറ്റ് ക്ലാസ് ആയിരിക്കും ഫ്രീ ആയിട്ട് ലഭിക്കുക. ഇതുപോലെയല്ല, ഫസ്റ്റ് മുതലുള്ള ഫുൾ ക്ലാസ്സുകൾ
എന്ന് നമ്മുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അതിലൂടെ എന്ത് ഉണ്ടാവും, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻസും ആൻസേഴ്സുള്ള PDF ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ലഭിക്കുന്നതായിരിക്കും കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ. സോ ഈ 2999 രൂപ 10ാം ക്ലാസ്സിൻ്റെ മാത്രമുള്ള ഫീസാണ്. സോ ഇത് നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. എന്ത് ചെയ്താൽ ഇവിടെ +1 ഏതാണോ നിങ്ങൾ സ്ട്രീം സെലക്ട് ചെയ്യുന്നത് അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീസ് അടക്കാതെ തന്നെ 10ാം ക്ലാസ്സിലെ ഫുൾ ബാച്ച് എന്ത് ചെയ്യും, ഫുൾ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് ലഭിക്കും. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. സോ മക്കളെ ഇനി 5 ചാപ്റ്റേഴ്സ് എന്തുണ്ട് എടുക്കാനുണ്ട്. സോ 5 ചാപ്റ്റേഴ്സ് സൂപ്പറായിട്ട് സെറ്റ് ചെയ്യാം. സോ ആദ്യം നമുക്ക് പോളിനോമിയൽസ് എന്ന് തുടങ്ങാം അല്ലേ. യെസ്, അപ്പോൾ പോളിനോമിയൽസിൽ എന്താണ് ഏകദേശം നിങ്ങളൊക്കെ പഠിച്ച് സെറ്റ് ആയിട്ടുണ്ടോ, എക്സാമിലേക്ക് അടുത്തല്ലോ. സോ എക്സാമിലേക്ക് അടുക്കുമ്പോൾ മക്കളെ ആദ്യം തന്നെ എല്ലാവരും ഒന്ന് സേർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എല്ലാവരും ലോ ഹാർട്ടോ ഒരു ഫയറൊക്കെ ഒന്ന് നിറച്ച് നിങ്ങൾ എനർജി ഒന്ന് കാണട്ടെ മക്കളെ. യെസ്, ഞാൻ ഏത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ വൻ എനർജിയോടുകൂടി എന്നെ പുതിയതായിട്ട് എന്നെ കാണുകാരം അപ്പോൾ പരിചയം കമ്മി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. സേർ ഇപ്പോൾ എന്താ ചോദിക്കാത്ത എങ്ങനെയൊക്കെ. സോ മക്കളെ എല്ലാവരും ഫയർ നിറച്ച് എല്ലാവരും നിങ്ങളിവിടെ പവറാണോ, നിങ്ങൾ എന്താ അവസ്ഥ എന്നൊക്കെ എനിക്ക് അറിയണമല്ലോ. ഓക്കെ, സോ എല്ലാവരും ഫയർ നിറച്ച് നമ്മൾ എനർജിയോട് കൂടി ഇരുന്നേ. സെറ്റാണോ? 9:30 ആയിട്ടുള്ളൂ. ഉറക്കം വരാനൊന്നും സമയമായില്ല. നമ്മൾ ലേറ്റായി അടിപൊളിയായിട്ട് പഠിക്കാനുള്ള സമയമായിട്ടുള്ളൂ. സൂപ്പറായിട്ട് വൻ എനർജിയോട് കൂടി പഠിക്കണം. പ്രത്യേകിച്ച് മാത്സും കൂടിയാണ്. മാത്സ് നല്ല എനർജി ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല. അത് ആ ചാറ്റ് ബോക്സിൽ ആ എനർജി കണ്ട് കാണണം എനിക്ക്. അതിനാണ് ആ ഫയർ ഇങ്ങോട്ട് നടക്കാൻ പറയുന്നത്. യെസ്, വെരി ഗുഡ്, സൂപ്പർ. സോ മക്കളെ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഒരു സെക്കൻഡ് പോലും ഇനി കളയാനില്ല. സോ പോളിനോമിയൽസിൽ നിങ്ങൾ പഠിക്കാനുള്ള ആദ്യത്തത് നമുക്കറിയാം. എന്താണ് പോളിനോമിയൽ എന്നൊന്നും ഞാൻ നീ പറയേണ്ട ആവശ്യമില്ല. ലീനിയർ പോളിനോമിയലും ക്വാഡ്രാറ്റിക് പോളിനോമിയലും ക്യൂബിക് പോളിനോമിയലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ദ സീറോ ഓഫ് ലീനിയർ പോളിനോമിയൽ. അപ്പോൾ ആദ്യം എന്താണ് ലീനിയർ പോളിനോമിയൽ? AX + B എന്ന ഫോമിൽ എഴുതുന്നതാണ് ലീനിയർ പോളിനോമിയൽ അല്ലേ. AX + B നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ സീറോ ഓഫ് എ ലീനിയർ പോളിനോമിയൽ ഈസ് ഈക്വൽ ടു -b/a ആണ്. മൈനസ് കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. നമ്മൾ 9ാം ക്ലാസ്സിലെ പഠിച്ചതാണ്. ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ P(x) 5x + 2 ഇതൊരു ലീനിയർ പോളിനോമിയലാണ്. ആ ഡിഗ്രി 1 ഉള്ളത് അല്ലേ. എക്സിൻ്റെ പവർ 1 ആയതാണ് ലീനിയർ പോളിനോമിയൽ. ഇതിൻ്റെ സീറോ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് എന്താ? ഇതിൻ്റെ സീറോ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഇത്രയേ ഉള്ളൂ. b/a ആണ് നമ്മുടെ ഇക്വേഷൻ. -b/a എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു b എന്ന് പറഞ്ഞാൽ ഇതാ ഈ 2. സോ -2 ഡിവൈഡഡ് ബൈ a എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ -2/5. സോ ഈ പോളിനോമിയലിലെ സീറോ എന്താണ് എന്ന് ചോദിച്ചാൽ -2/5 ആണ്. പക്ഷെ നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഇതല്ല പഠിക്കാനുള്ളത്. ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. സെക്കൻഡ് ഡിഗ്രി ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. സോ ക്വാഡ്രാറ്റിക് പോളിനോമിയലിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർമുല, ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർമുല എന്താ? യെസ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് എ പോളിനോമിയൽ. അപ്പോൾ എങ്ങനെയാണ് സീറോ കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ പല മെത്തേഡുകളായിട്ട് സ്പ്ലിറ്റിംഗ്, മിഡിൽ ടേം ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതിൽ നിന്ന് ഷുവറായിട്ടും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ദ റിലേഷൻ ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് എ പോളിനോമിയൽ. ഇതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർമുല. റെഡിയാണല്ലോ? യെസ്, അപ്പോൾ നമുക്കറിയാം സീറോസ് എന്ന് പറഞ്ഞാൽ ആൽഫ ആൻഡ് ബീറ്റയാണ് സീറോസ് ആയിട്ട്. അപ്പം ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എത്ര സീറോസ് കിട്ടുമെന്ന് പറഞ്ഞേ. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എത്ര സീറോസ് കിട്ടും കണ്ടുപിടിക്കുകയാണെങ്കിൽ? ലീനിയർ പോളിനോമിയലിന് ഒരു സീറോ കിട്ടുള്ളൂ. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എത്ര സീറോ കിട്ടും? പറടാ, ചാറ്റ് പറ, എല്ലാവരും പറ. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് എത്ര സീറോസ് ഉണ്ടായിരിക്കും? എല്ലാവരും പറ ചാറ്റ്, എല്ലാവരും പറ. എവ്രി വൺ. യെസ്, ജോഷി, യെസ്, മാത്യു, റംസി, നെയ്മർ. നെയ്മർ ജൂനിയർ ഒക്കെ ഉണ്ടോ? ക്ലാസ്സാണ് നമ്മളെ നെയ്മർ ജൂനിയർ ഉണ്ട്. ഓക്കെ, വിദ്യാസ്, യെസ്, അക്ഷിത, അഗൈത. ഓക്കെ, കാണുന്നില്ല കേട്ടോ ഇവിടെ നിന്ന്, അതുകൊണ്ടാണ്. യെസ്, ഒരുപാട് പേര് സെറ്റായി. സോ 2 സീറോസ് കിട്ടും. ആ 2 സീറോസ് ആഡ് ചെയ്താൽ a + b ആൽഫ + ബീറ്റ ഈസ് ഈക്വൽ ടു -b/a ആണ്. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. -b/a സം ഓഫ് സീറോസ് ഈക്വൽ ടു സീറോസിൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². ഫസ്റ്റ് പഠിച്ചിരിക്കേണ്ട റിലേഷൻ ഇതാണ്. രണ്ടാമത്തത് പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. സം ഓഫ് സീറോസ് പഠിച്ചു. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ബീറ്റ ഈക്വൽ ടു c/a കോൺസ്റ്റന്റ് ടേം ഡിവൈഡഡ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് x². ഇത് ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോടാ. ഇത് പഠിക്കാൻ വേറെ സമയം എടുക്കരുത്. എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇരുന്ന് ഇവിടെ പഠിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം,
അതൊന്ന് റിവൈസ് ചെയ്ത് സെറ്റാക്കി ഫോർമുലകളും അതുപോലെ തന്നെ അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസും ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഫുൾ ക്ലിയർ ആക്കി സെറ്റാക്കണം. ഇനി ഇതിന് വേറെ സമയം നിങ്ങൾ എടുക്കരുത്. ഇനി നിങ്ങൾ ടൈം എടുക്കേണ്ടത് എന്തിനാരോ, കൂടുതൽ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, യെസ്, നിങ്ങൾ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വന്നാലേ എക്സാമിന് മാർക്ക് ഉണ്ടാവുള്ളൂ. ഈ ഇക്വേഷൻസ് ഇങ്ങനെ ഒരുപാട് പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇക്വേഷൻ എഴുതാൻ ചോദിക്കുമല്ല, അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. സോ മക്കളെ, ഇത് ക്ലിയർ ആണെങ്കിൽ, ഇതെല്ലാവരും പഠിച്ചു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലോ ഹാർട്ട് ഇട്ടേ. ഇത് പഠിച്ച കുട്ടികൾ ഒന്ന് ലോ ഹാർട്ട് ഇട്ടേ. ഇത്രയേ ഉള്ളൂ. സം ഓഫ് സീറോസ് ഇതാണ് നിങ്ങൾ പഠിച്ചു വെക്കുന്നത്. ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞാൽ -b/a ആണ്. ആൻഡ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ c/a ആണ്. ഇത് പഠിച്ച കുട്ടികൾ, ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഇതൊന്നും കൂടി സെറ്റായ കുട്ടികൾ ഒന്ന് ലോ ഹാർട്ട്. ഈ ഞാൻ കള്ളിയിലാക്കി വെച്ച ഈ ഒരു സംഭവമാണ് ക്ലിയർ ആക്കി വെക്കേണ്ടത്. യെസ്, സം ഓഫ് സീറോസ് -b/a ആണ്. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് c/a ആണ്. എന്താണ് a, എന്താണ് b, എന്താണ് c എന്നറിയാലോ. യെസ്, ax square plus bx plus c. ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള നമ്പറാണ് c. എക്സിന്റെ കൂടെയുള്ള നമ്പറാണ് b. എക്സ് സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പറാണ് a. റെഡി അല്ലേടാ? സെറ്റ് അല്ലേ? യെസ്, സെറ്റ് മസ. ഓക്കെ, റെഡി. അങ്ങനെയാണെങ്കിൽ നോക്ക്, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫൈൻഡ് ദ സീറോസ് ഓഫ് ദ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10. എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? യെസ്, സീറോസ് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദ സീറോസ് ആൻഡ് വെരിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സീറോസ് ആൻഡ് കോയിഫിഷ്യൻസ്. സീറോസും കോയിഫിഷ്യൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം. യെസ്, അത് വെരിഫൈ ചെയ്യണം. ശ്രദ്ധിച്ചോ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10, എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10 ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാം. സ്പ്ലിറ്റിംഗ് മിഡിൽ ടേം വെച്ചിട്ട് കണ്ടുപിടിക്കാം അല്ലേ? യെസ്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഇതാ 10 നമ്മൾ 9ാം ക്ലാസ് മുതലേ പഠിച്ചതാ. ഈ 10ഉം എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യനും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുക. 1 × 10. ആ 10ൻ്റെ ഫാക്ടേഴ്സ് ചെയ്താൽ 10ന് 1 × 10 ഉണ്ട്, 2 × 5 ഉണ്ട്, 2 × 5 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരിക? 7x വരിക എന്ന് നോക്കുക. 7x വരിക ഏത് വരുമ്പോഴാണ്? 2ഉം 5ഉം അല്ലേ? 2ഉം 5ഉം കൂട്ടുമ്പോഴാണ് 7 വരുന്നത്. ഇവിടെ 1ഉം 10ഉം കൂട്ടുമ്പോൾ 7 വരുമോ? ഇല്ല. ഇതിൽ ഇതാ 2ഉം 5ഉം കൂട്ടുമ്പോഴാണ് 7 വരിക. സോ നമുക്ക് മനസ്സിലായി 2ഉം 5ഉം ആണ് നമ്മുടെ നമ്പർ. സോ ഈ 7xനെ നമ്മൾ എന്ത് ചെയ്യുക? 7xനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്താൽ, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, എക്സ് സ്ക്വയർ ഉള്ള രീതി. 7xനെ എങ്ങനെ ചെയ്താം? 2x. 7x എന്ന് പറഞ്ഞാൽ 2xും 5xും ആണ് അല്ലേ? സോ 7x ഈക്വൽ ടു പ്ലസ് 2x പ്ലസ് 5x പ്ലസ് ഇനി ബാക്കിയുള്ളത് 10 ആണ്. റെഡി ആണല്ലോ? യെസ്. ഇനി എന്ത് ചെയ്യണം? ഈ എക്സ് സ്ക്വയർ ഈ ഒരു ടേം ആക്കുക, ഇത് നെക്സ്റ്റ് ടേം ആക്കുക. ആ ഫസ്റ്റ് ടേമിൽ നിന്ന് ആരെ പുറത്തെടുക്കുക? യെസ്, എക്സ് സ്ക്വയർ പ്ലസ് 2x എന്ന് എക്സിനെ പുറത്തെടുത്താൽ എന്താവും? എക്സ് ഇൻറ്റു ഇത് രണ്ടൊന്നും ഇവിടുന്ന് എക്സിനെ പുറത്തെടുത്തോ, ഇവിടുന്ന് എക്സിനെ പുറത്തെടുത്തോ. എക്സ് സ്ക്വയർ എക്സിനെ പുറത്തെടുത്താൽ ബാക്കി ഒരു എക്സ്. റെഡി ആണല്ലോ? യെസ്. അപ്പോൾ എന്തായി? എക്സിനെ പുറത്തെടുത്താൽ ബാക്കി ഒരു എക്സ് പ്ലസ് 2x എന്ന് എക്സിനെ പുറത്തെടുത്താൽ ബാക്കി 2, 2. സോ ഇവിടെ 2 ആയി. പ്ലസ് 5x പ്ലസ് 10. 5x പ്ലസ് 10ൽ രണ്ടൊന്നും എന്തിനെ പുറത്തെടുക്കുക? 5നെ പുറത്തെടുക്കുക. അപ്പോൾ എന്തായി? 2 × 5നെ പുറത്തെടുത്താൽ 5 ഇൻറ്റു ഇവിടെ ആരുണ്ട്? ഇവിടെ എക്സ് ബാക്കിയുണ്ട്, എക്സ് പ്ലസ് ഈ 10ൽ നിന്ന് 5നെ പുറത്തെടുത്താൽ 5 × 2 അല്ലേ 10. ബാക്കി ആരുണ്ട്? അവിടെ 2 ഉണ്ടാവും. 2. ഇപ്പോൾ നോക്ക്, ഇപ്പം ഇവിടെ എക്സ് പ്ലസ് 2 രണ്ട് ടേമിലും എക്സ് പ്ലസ് 2 കോമൺ ആണ്. അപ്പോൾ ഞാൻ എക്സ് പ്ലസ് 2നെ പുറത്തെടുത്താൽ എക്സ് പ്ലസ് 2 ഇൻറ്റു ഇനി ബാക്കി ആരാ ഉള്ളത്? എക്സ് പ്ലസ് 2 ഇൻറ്റു ഇവിടെ ആരുണ്ട്? ഇവിടെ ഒരു എക്സ് ഉണ്ട് പ്ലസ് ഇവിടെ 5 ഉണ്ട്. സോ എക്സ് പ്ലസ് 5. സോ എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 10നെ എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 5 എന്നാക്കി എഴുതി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താടാ? എക്സ് പ്ലസ് 2 ഈക്വൾ 0 ആണെങ്കിൽ എക്സ് ഈക്വൾ ടു എന്താ വരിക? -2. എക്സ് പ്ലസ് 5 ഈക്വൾ 0 ആണെങ്കിൽ എക്സ് ഈക്വൾ ടു -5. റെഡി ആണല്ലോ? യെസ്. അപ്പോൾ 2 0 ഇവിടെ കിട്ടി. ആൽഫ ഈക്വൾ ടു -2 എന്ന് കിട്ടി. ആൻഡ് ബീറ്റ ഈക്വൾ ടു -5 എന്ന് കിട്ടി. ആൽഫ -2ഉം ബീറ്റ, യെസ്, ആൽഫ -2ഉം ബീറ്റ -5ഉം ആണ്. റെഡി ആണോടാ? സെറ്റാണോ? ക്ലിയർ ആണോ? യെസ്. അപ്പോൾ ആൽഫ ബീറ്റ കിട്ടി. ഇനി നമുക്കിത് വെരിഫൈ ചെയ്യണം. എന്താ വെരിഫൈ ചെയ്യേണ്ടത്? ആൽഫ പ്ലസ് ബീറ്റ, സം ഓഫ് സീറോസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഈസ് ഈക്വൽ ടു -2 പ്ലസ് -5. -2 -5 കൂടെ കൂട്ടിയാൽ എന്താ വരിക? -2 -5 കൂട്ടിയാൽ
-7. റെഡി? -2 -5 കൂട്ടിയാൽ -7. നെക്സ്റ്റ് എന്താ പ്രോഡക്റ്റ് ഓഫ് സീറോസ് -2 ഇൻറ്റു -5 ദാറ്റ്സ് ഈക്വൽ ടു +10. മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ 10 അല്ലേ? +10. റെഡി? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? ആൽഫ പ്ലസ് ബീറ്റ. നമ്മുടെ ഇക്വേഷൻ ഇതിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക. ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? -b/a ആണ്. ആണ്. ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ഇൻറ്റു ബീറ്റ എന്ന് പറഞ്ഞാൽ c/a ആണ്. ആണ്. അത് റെഡി ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കല്ലേ, ചെക്ക് ചെയ്യല്ലേടാ. റെഡിയാണോ? യെസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -b/a. ഇവിടെ നോക്ക്. യെസ്, ബി എത്രയാണ്? ബി എന്ന് പറഞ്ഞാൽ 7 ആണ്. എക്സിൻ്റെ കൂടെയുള്ള നമ്പറാണ് ബി. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ 7 ആണ്. സോ -7 ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ ഇതാ എക്സ് സ്ക്വയറിൻ്റെ കൂടെയുള്ള 1 ആണ്. സോ -7/1 ഈസ് ഈക്വൽ ടു -7. ഇപ്പോൾ കിട്ടിയില്ലേ? ഇവിടെ കിട്ടിയ -7 ഇവിടെ കിട്ടിയ -7 ഈക്വൽ അല്ലേ? യെസ്. സെറ്റ് ആണോടാ? റെഡിയാണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ആൽഫ ഇൻറ്റു ബീറ്റ പ്രൊഡക്റ്റ് ഓഫ് സീറോസ്. പ്രൊഡക്റ്റ് എന്താണ്? ആൽഫ ഇൻറ്റു ബീറ്റ c/a ആണ്. അപ്പോൾ സി എത്ര? ഇവിടെ സി 10 ആണ്. സോ 10 ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിവൈഡഡ് ബൈ എ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 തന്നെയാണ്. യെസ്. ഇപ്പോൾ എന്ത് കിട്ടി? ആൽഫ ഇൻറ്റു ബീറ്റ ഈസ് ഈക്വൽ ടു 10. സെറ്റ് റെഡി ആണോടാ? സെറ്റ് ആണെങ്കിൽ എല്ലാവരും സെറ്റ് പറഞ്ഞേ. സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്നൊന്ന് പറഞ്ഞേ. റെഡിയാണോ? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹാൻസ് വെരിഫൈഡ്. ഇവിടെ നോക്ക്, ആൽഫ പ്ലസ് ബീറ്റ നമ്മൾ ഈ ആൽഫയും ബീറ്റയും പ്ലസ് ചെയ്തപ്പോൾ -7 കിട്ടി. ആൽഫയും ബീറ്റയും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 10 കിട്ടി. അത് നമ്മളിതാ -b/a c/a കൊടുത്തപ്പം അതേ കറക്റ്റ് ആൻസർ കിട്ടി. സോ ഹാൻസ് വെരിഫൈഡ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കലുണ്ട് കേട്ടോ. യെസ്, സ്ഥിരമായിട്ട് ചോദിക്കലുണ്ട്. സെറ്റാണല്ലോ? യെസ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ പഠിച്ചു വെക്കേണ്ട കോൺസെപ്റ്റ്. ഈ ഇക്വേഷൻ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. സം ഓഫ് സീറോസ് ആൽഫ പ്ലസ് ബീറ്റ -b/a. പ്രൊഡക്റ്റ് ഓഫ് സീറോസ് ആൽഫ ഇൻറ്റു ബീറ്റ = c/a. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കേണ്ടത്. ആൻഡ് ഇനി നെക്സ്റ്റ് നോക്കിക്കോ, ക്യൂബിക് പോളിനോമിയൽ. ഈ 3 ഇക്വേഷൻ കൂടി എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക കേട്ടോ. യെസ്. റെഡിയാണോ? യെസ്. ഏതാ ഇക്വേഷൻ? ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ = -b/a. ഇത് എപ്പോഴാ? ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? ax³ + bx² + cx + d. ax³ + bx² + cx + d. ഇത് നമുക്കറിയാം ക്യൂബിക് പോളിനോമിയൽ. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. വെറുതെ എന്ത് ചെയ്യേണ്ട? അറിയുന്ന കാര്യം വീണ്ടും പറഞ്ഞ് സമയം കളയണ്ടല്ലോ. അപ്പോൾ ദാ ax² + bx + cx + d = യെസ്. റെഡി ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നോക്ക്, x³ കോയിഫിഷ്യൻ്റ് ആണ് എ, x² കോയിഫിഷ്യൻ്റ് ആണ് ബി, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് സി, ഒറ്റയ്ക്ക് നിൽക്കുന്ന കോൺസ്റ്റൻ്റ് ആണ് ഡി. സോ അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ = -b/a. ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ഗാമ ആൽഫ = c/a. ആൽഫ ഇൻറ്റു ബീറ്റ ഇൻറ്റു ഗാമ = -d/a. ഈ 3 ഇക്വേഷനും കൂടി പഠിച്ചു വെക്കുക. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക്. സെറ്റാണല്ലോ? യെസ്. റെഡി? സെറ്റ്. സോ മക്കളെ, ഇത് 1 വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ഒബ്ജക്റ്റീവ് ഇതിലൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. യെസ്. സെറ്റ്. മിനിറ്റ്. സോ മക്കളെ, നെക്സ്റ്റ് ചാർജ് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇതാ മക്കളെ, കോർഡിനേറ്റ് ജോമെട്രി. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് കോർഡിനേറ്റ് ജോമെട്രി. നെക്സ്റ്റ് എടുക്കാനുള്ളത് കോർഡിനേറ്റ് ജോമെട്രിയാണ്. കോർഡിനേറ്റ് ജോമെട്രി സർ ഇത് പോർഷൻ ഇസ് ഡിലീറ്റഡ് ആണ്. പക്ഷേ എന്താ പറയുക, ഇപ്പം ചില സമയത്ത് എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ആ പോർഷൻ ചിലപ്പോൾ വരാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളൊക്കെ വന്നിരുന്നു. ഈ വർഷം ഡിലീറ്റ് ആണെങ്കിലും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാണ് ജസ്റ്റ് ഒന്ന്, അതുകൊണ്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അഥവാ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. സോ മക്കളെ, നെക്സ്റ്റ് നോക്കിക്കോ, കോർഡിനേറ്റ് ജോമെട്രി. കോർഡിനേറ്റ് ജോമെട്രിയിൽ നിങ്ങൾ എന്താണ് കോർഡിനേറ്റ്സ് എന്നൊക്കെ കൃത്യമായി പഠിച്ചതാണ്. 9ാം ക്ലാസ്സിലെ ഉള്ള ചാപ്റ്ററാണ്. അബ്സിസ് എന്താ, ഓർഡിനേറ്റ് എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. സോ അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഈ 3 ഇക്വേഷൻസ് ആണ്, 3 ഫോർമുലാസ് ആണുള്ളത്. ഒന്നാമത്തത് ഡിസ്റ്റൻസ് ഫോർമുല, കാണാതെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് സെക്ഷൻ ഫോർമുല, കാണാതെ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഇതാ മിഡ് പോയിന്റ് പിന്നെ സിമ്പിളാണ്. റെഡി ആണല്ലോ? യെസ്. അപ്പോൾ ആദ്യം ഡിസ്റ്റൻസ് ഫോർമുല എന്താ നോക്കാം. യെസ്, ഡിസ്റ്റൻസ് ഫോർമുല ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. ശ്രദ്ധിച്ചോ, നമ്മളിപ്പോൾ ഇന്ന്
കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഓക്കെ മക്കളെ, ഇന്ന് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യനിലേക്ക് പോകണില്ല, കാരണം ഇന്ന് നമ്മൾ ഫോർമുല റിവിഷൻ ആണ്. സോ എല്ലാ ഫോർമുലാസും കാര്യങ്ങളും നമുക്ക് ഇനി ലൈവുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യും, കൂടുതൽ ക്വസ്റ്റ്യൻസുമായി വരും. ആ സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ലൈവ് ആയിരിക്കും, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ്, എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫുൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം. ആ സമയത്ത് നമ്മൾ ഇത് പഠിക്കില്ല. ഇന്ന് നമ്മൾ കോൺസെപ്റ്റ് പഠിക്കുകയാണ്, കോൺസെപ്റ്റ് ഒന്ന് സെറ്റ് ആക്കുകയാണ്. റെഡി ആണല്ലോ? യെസ്, റെഡി. ഓക്കെ, സെറ്റ് മസ. സോ നമ്മളെ ഡിസ്റ്റൻസ് ഫോർമുല നിങ്ങൾക്കറിയാം, റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇതാ 2 പോയിന്റ്, ആ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ശ്രദ്ധിക്കണേ. ഇതാ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. സോ ഡിസ്റ്റൻസ് ഈക്വൽ ടു നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതിൽ ഒരു പോയിന്റ് ഒറിജിൻ ആണെങ്കിൽ, ഇപ്പോൾ നോക്ക് ഇവിടെ x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ആണ്. അതിൽ ഒരു പോയിന്റ് ഒറിജിൻ ആണെങ്കിലോ ഇവിടെ 0 ഇവിടെ 0 ആണെങ്കിൽ x2 മൈനസ് 0 y2 മൈനസ് 0 എന്നല്ലേ വരിക. അപ്പോൾ പിന്നെ x1 y1 ഓടല്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ ആക്കാം, റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ എന്നാക്കാം. കാരണം ഒരു പോയിന്റ് ഇവിടെ 0 0, അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യാം, ഈ x സ്ക്വയറും y സ്ക്വയറും തമ്മിൽ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഒരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധിച്ചോട്ടോ. യെസ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫോളോയിങ് പെയേഴ്സ്. 2 3 4 1 2 3 4 1. സോ ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1. ഏതാ x2? x2 എന്ന് പറഞ്ഞാൽ 4 ആണ്, 4 x2 4 മൈനസ് x1 എന്ന് പറഞ്ഞാൽ 2, 4 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1. ഏതാ y2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 3, y2 1 ആണ്, മൈനസ് y1 3 ആണ്, ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3, 4 മൈനസ് 2 2 തന്നെ. സോ 2 സ്ക്വയർ, 2 സ്ക്വയർ പ്ലസ് 1 മൈനസ് 3 ഹോൾ സ്ക്വയർ. 1 മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 2ൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2ൻ്റെ സ്ക്വയർ 4 ആണ്, പ്ലസ് മൈനസ് 2ൻ്റെ സ്ക്വയർ 4 ആണ്. സോ 4 4 കൂട്ടിയാൽ റൂട്ട് 8. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്രയേ ഉള്ളൂ. റൂട്ട് 8 എന്ന് എഴുതാൻ ആൻസറായി. റൂട്ട് 8 വേണമെങ്കിൽ ചെറുതായി കൂടെ, 8 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 4 × 2, 4 × 2 എന്ന് എഴുതാം 8-നെ. അപ്പോൾ ഒന്ന് ചെറുതാക്കണമെങ്കിൽ 4 × 2, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 4 എത്ര, റൂട്ട് 4. റൂട്ട് 8 എന്ന് എഴുതിയാൽ മതി കേട്ടോ ഫുൾ മാർക്ക് കിട്ടാൻ. നോക്ക്, റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്, അപ്പം അത് റൂട്ടിൻ്റെ പുറത്തേക്ക് വന്നു. ഇനി റൂട്ടിൻ്റെ ഉള്ളിൽ ആര് മാത്രമേ ഉള്ളൂ, ഈ 2 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ 2 √ 2 എന്നാവും ബാക്കി, 2 √ 2 എന്ന് മാത്രമാവും. അപ്പോൾ റൂട്ട് 8 എന്ന് എഴുതാം. അത് ചെറുതാക്കിയിട്ട് 2 √ 2 2 √ 2 എന്നും നിങ്ങൾക്ക് സെറ്റാക്കി എഴുതാൻ പറ്റും. ക്ലിയർ ആണോടാ? സെറ്റാണോ? റെഡി ആണോ? യെസ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ ഇന്ന് ചെയ്യുന്നില്ല കേട്ടോ. കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാത്തത് നമുക്ക് 5 ചാപ്റ്റേഴ്സിൻ്റെ കോൺസെപ്റ്റ് റിവിഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. യെസ്, കോൺസെപ്റ്റും ഇക്വേഷൻസും ഫോർമുല റിവിഷൻ ആയതുകൊണ്ടാണ്. സോ മാക്സിമം ഇന്ന് നമ്മൾ ഫോർമുലാസും കോൺസെപ്റ്റുകളും 5 ചാപ്റ്റർ, ഇനി ബാക്കി 5 ചാപ്റ്റർ സെറ്റ് ആക്കുന്നുണ്ട്. അതിന് ശേഷം നെക്സ്റ്റ് ലൈവിൽ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ലൈവ് ഉണ്ടായിരിക്കും. ഓക്കെ ആണോടാ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ലവ് ഹാർട്ട് ഇട്ടേ. യെസ്, സെറ്റ് മസ. യെസ്, റെഡി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കിക്കോ. അടുത്തത് സെക്ഷൻ ഫോർമുല. എന്താ സെക്ഷൻ ഫോർമുല? ഇതാണ് ഒരു ലൈനിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഒരു ലൈനിൽ 2 പോയിന്റ്, ആ 2 പോയിന്റിൻ്റെ ഇടയിൽ ഒരു പോയിന്റ് കട്ട് ചെയ്യാണ്. ഇൻറ്റേർണലി കട്ട് ചെയ്യുന്ന സമയത്ത് ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഇത് കാണാതെ പഠിച്ചു വെക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഈ ഇക്വേഷൻ കാണാതെ അറിയുന്ന എത്ര പേരുണ്ട്? കാണാതെ അറിയുന്നവരൊന്ന് ഫയറിട്ടെ. ഫയറിട്ടൊന്ന് കാണട്ടെ. ഈ ഇക്വേഷൻ കാണാതെ അറിയുന്നവരൊന്ന് ഫയറിട്ടെ. യെസ്, നിങ്ങൾ ഇക്വേഷൻ കാണാതെ പഠിക്കട്ടോ. നിങ്ങൾ ഇപ്പോൾ ഇക്വേഷനും കാര്യങ്ങളും കോൺസെപ്റ്റ് സെറ്റാക്കി പഠിച്ചോ. ഇനി ഇതിന് വേറെ സമയം കളി. ഞാൻ വീണ്ടും പറയുന്നു, ഇക്വേഷനും കോൺസെപ്റ്റും പറയാൻ ഇനി നിങ്ങൾ സമയം കളയരുത്. അത് വേഗം അങ്ങോട്ട് സെറ്റാക്കി വെക്കുക, അത് റെഡിയാക്കി വെക്കുക. അത് പ്രശ്നമായാൽ പിന്നെ ബാക്കി നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇന്നത്തെ ലൈവോട് കൂടി കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് നെക്സ്റ്റ് നിങ്ങൾ ക്വസ്റ്റ്യൻസിലേക്ക് ഇറങ്ങുക. റെഡി ആണല്ലോ? യെസ്, ഓക്കെ, റെഡി. സോ മക്കളെ, ഇതാ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. m1 x2 നോക്കട്ടോ. ഈ m1 × x2 ഇങ്ങോട്ടാണ്. m1 × x2 പ്ലസ് m2 × x1 നേരെ ഓപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡ് ബൈ m + n. m1 x2 പ്ലസ് m2 x1 ഡിവൈഡ് ബൈ m1 പ്ലസ് m2. ആൻഡ് നെക്സ്റ്റ് ഇതാ
m1 y2 പ്ലസ് m2 y1 ബൈ m1 പ്ലസ് m1. ഇതാണ് ഇക്വേഷൻ. കാണാതെ പഠിച്ചു വെച്ചോ. സെക്ഷൻ ഫോർമുല വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവർ ആയിട്ടും എക്സാമിന് ചോദിക്കും. ഈ ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. കൃത്യമായി പഠിച്ച് സെറ്റാക്കി വെച്ച റെഡി ആണല്ലോ. യെസ്. സോ അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിച്ചോ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വിച്ച് ഡിവൈഡ്സ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് 4 - 3 ആൻഡ് 8 5 ഇൻ ദ റേഷ്യോ 3:1. ഇൻ ദ റേഷ്യോ 3:1. അപ്പോൾ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കും. ഒറ്റ മിനിറ്റ്. എപ്പോഴും ശ്രദ്ധിച്ചോ, റേഷ്യോ തന്നാൽ ആ റേഷ്യോ ആണ് m1:m2 അല്ലേ? m1:m2. അപ്പോൾ എപ്പോഴും നിങ്ങളിത് ഇങ്ങനെ തെറ്റിക്കും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അറിയാതെ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ തെറ്റിക്കാറുണ്ട്. പല കുട്ടികളും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാറോ, ആദ്യം എന്താണ് m1 എന്താണ് m2 നിങ്ങൾ കൃത്യമായി എഴുതി വെക്കുക. ശ്രദ്ധിച്ചോ. m1 എന്താ m2 എന്താ കൃത്യമായി എഴുതി വെക്കുക. ഈ 3:1 ആണ് റേഷ്യോ എങ്കിൽ, ഇന്റേണലി കട്ട് ചെയ്യുന്ന റേഷ്യോ എങ്കിൽ ഈ 3 ആണ് എന്ത് m1. 3 ആണ് m1. 1 ഇതാണ് എന്ത് m2. ഇതാണ് m2. അത് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അത് മാറിപ്പോകും. ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ആൻസർ തെറ്റിയാൽ മനസ്സിലാവില്ല. നല്ല വൃത്തിയുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടാവും, ആൻസർ തെറ്റിയാൽ മനസ്സിലാവില്ല. ഇനി നോക്കിക്കോ, 2 പോയിന്റുകളുണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റ് കണ്ടോ, ആദ്യത്തെ പോയിന്റ് ഇവിടെ ഉണ്ട്. ആ ആദ്യത്തെ പോയിന്റിൻ്റെ നമ്പേഴ്സ് ആണെന്ത് x1ഉം y1ഉം. അതാണ് x1ഉം y1ഉം. രണ്ടാമതൊരു പോയിന്റ് ഉണ്ട്. ആ രണ്ടാമത്തെ പോയിന്റിൻ്റെ നമ്പറുകളാണെന്ത് x2ഉം y2ഉം. അത് ആദ്യം നിങ്ങൾ ഒന്നെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുക, അല്ലെങ്കിൽ ആൻസർ പേപ്പറിൽ തന്നെ എഴുതി വെക്കുക. ഇനി നമ്മൾ ഇക്വേഷൻ ചെയ്താൽ m1x2 പ്ലസ് m2x1 ഡിവൈഡഡ് ബൈ m പ്ലസ് n, m1y2 പ്ലസ് m2y1 ഡിവൈഡഡ് ബൈ m പ്ലസ് n. നേരെ കണ്ട് ചെയ്താൽ സെറ്റാണോടാ. ഇനി നേരെ ഡയറക്റ്റ് കൊടുക്കാം. വാട്ട് ഈസ് m1 എന്താ നിങ്ങൾ ചെയ്തോ ഇരിക്കട്ടെ, എൻ്റെ കൂടെ ഇരുന്നവിടെ ചെയ്തോട്ടോ. സോ മക്കളെ ഇതാ m1 എന്ന് പറഞ്ഞാൽ m1 3 ആണ്. സോ m1ന് പകരം ഞാൻ 3 കൊടുത്തു. m1ന് വരെ 3 ഇൻറ്റു x2 എന്ന് പറഞ്ഞാൽ എന്താ x2 മക്കളെ ഇതാ അവിടെ 8 ആണ്. x2 8 ആണ്. അപ്പം 3 × 8 അത് മാറിപ്പോവരുത്. 3 × 8 പ്ലസ് അടുത്തത് m2x1. m2 ഏതാ m2 എന്ന് പറഞ്ഞാൽ ഇതാ 1 ആണ്. സോ 1 ഇൻറ്റു x1 ഏതാ x1 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ് x1. സോ 1 × 4 ഡിവൈഡഡ് ബൈ m പ്ലസ് n. m പ്ലസ് n എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, m പ്ലസ് n എന്ന് പറഞ്ഞാൽ 3+1. എന്താ m1y2. m1 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3 ഇൻറ്റു ശ്രദ്ധിക്കണം കേട്ടോ, 3 ഇൻറ്റു y2 എന്ന് പറഞ്ഞാൽ അവിടെ y2 5 ഉണ്ട്. നല്ലോണം ശ്രദ്ധിച്ച് കൊടുക്കണം കേട്ടോ, ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ച് കൊടുക്കുക, തെറ്റിക്കരുത്. ഇവിടെ y2. സോ 3 ഇൻറ്റു y2 5 പ്ലസ് m2y1. ഏതാ m2 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1 ഇൻറ്റു y1 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ y1 3 ഓൾ ഡിവൈഡഡ് ബൈ m പ്ലസ് n 3+1. റെഡി ആണോടാ? സെറ്റാണോ? ആ സാർ ഒരു ഡൗട്ട്, സീജാമൻസിൽ ചോദിച്ചോട്ടോ, വേഗം ചോദിച്ചോ. 3 × 8 ഈസ് ഈക്വൽ ടു എത്ര? 3 × 8 എത്ര? 24 പ്ലസ് 1 × 4 4. 1 × 4 4 ഡിവൈഡഡ് ബൈ 4. സെറ്റാണോ? റെഡി ആണോ? സെറ്റിമസ് ആണോ? ഞാൻ അതൊന്ന് ചെറുതാക്കട്ടെ കേട്ടോ, എന്നാലേ പിന്നെ എഴുതുമ്പോൾ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടാവുള്ളൂ. ഓക്കെ, റെഡി? യെസ്. സെറ്റിമസ് നെക്സ്റ്റ്. യെസ്, ഓർഡർ മാറ്റാൻ പറ്റുമോ? ഓർഡർ മാറ്റാൻ പറ്റൂല. കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ, ഓർഡർ മാറ്റാൻ പറ്റൂല കേട്ടോ. യെസ്, ഓർഡർ മാറ്റരുത്, ഓർഡർ ഇതിൽ മാറ്റിപ്പോവരുത്, അപ്പോൾ തെറ്റു കേട്ടോ. യെസ്, 3 × 5. നെക്സ്റ്റ് 3 × 5 15 പ്ലസ് 1 × 3 ഡിവൈഡഡ് ബൈ 3+1 4. 3+1 4. റെഡി ആണല്ലോ? അടുത്തതെന്താ നോക്ക്, 24 + 4. 24 + 4 28. 28 ഡിവൈഡഡ് ബൈ 4. നെക്സ്റ്റ് 15 + 3 18 ഡിവൈഡഡ് ബൈ 4. ക്ലിയർ ആണോ? സെറ്റാണോ? യെസ്, ഇതാണ് ആൻസർ. ഇതാ 28/4 = 28 എത്ര 4 ഉണ്ട്? 7. നെക്സ്റ്റ് എന്താണ്?
18 ഡിവൈഡഡ് ബൈ 4. 18/4 ഒന്ന് ചെറുതാക്കിക്കൂടെ? 18/4 എത്ര? യെസ്, 18/4. -3 അല്ലേ സർ? -3 ആണോ? ആർക്ക് -3 കിട്ടിയത്? നമ്മളിവിടെ മിസ്റ്റേക്ക് വരുത്തിയോ? M1 3 × y2 5, 3 × 5 പ്ലസ് M2 y1 1 × 3 ഡിവൈഡഡ് ബൈ ഇല്ല 13 × 15 15 പ്ലസ് ഇല്ല, തെറ്റിയിട്ടില്ല കേട്ടോ. യെസ്, -3 അല്ല. എന്തോ ഫഹദ് കുട്ട എന്തോ പ്രശ്നം ഉണ്ടെന്ന് ഒന്ന് നോക്കണേ. എവിടെ തെറ്റി നോക്കണ്ടോ? ആ ഗോഡ് സോറി -3 ആണ്. ഓക്കെ, y1 -3 ആണ് ഇവിടെ തന്നത് അല്ലേ? ഓ അത് ശരിയാണല്ലോ. y1 യെസ്, വെരി ഗുഡ്. ഓക്കെ, y1 -3 ആണ്. അപ്പോൾ അതാ അവിടെ -3 കേട്ടോ. സോറി, -3. അത് ശ്രദ്ധിക്കണേ. അപ്പോൾ അതാ -3. അപ്പോൾ 15 -3 ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ 3 അല്ല -3 ആണ്. ഞാൻ 3 ആണ് കരുതിയിട്ട് ചെയ്തതാണ് കേട്ടോ. സോ -3 ആണ്. അപ്പം 1 × -3 -3. അപ്പോൾ നമുക്കൊന്നുകൂടി ചെയ്യാം. ഇവിടെ നിന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ശ്രദ്ധിച്ചോ. ഇതാ ഇവിടെ 1 × -3 കേട്ടോ. 1 × -3. അപ്പോൾ നമുക്ക് 3 × 5 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 പ്ലസ് 1 × -3 എന്ന് പറഞ്ഞാൽ -3 ആണ്. ഡിവൈഡഡ് ബൈ 3 + 1 4. 3 + 1 ഇപ്പം റെഡി. 3 + 1 4. അപ്പോൾ ദാ ഇവിടെ 24 + 4 എന്ന് പറഞ്ഞാൽ 28 ഡിവൈഡഡ് ബൈ 4. നെക്സ്റ്റ് നോക്ക്, 15 + -3. 15 + -3 എന്ന് പറഞ്ഞാൽ 15 - 3. 15 - 3 എത്ര? 12 ഡിവൈഡഡ് ബൈ 4. അപ്പോൾ എത്ര കിട്ടും? യെസ്, 28/4 = 7. 12/4 3. സോ 7 3 ഈസ് ദ കറക്റ്റ് ആൻസർ. സെറ്റിമസ. ഓക്കെ, 28/4 12/4. ഓക്കെ, സോ -3 ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. യെസ്, ക്വസ്റ്റ്യനിൽ ഞാനിവിടെ പച്ച മാർക്ക് ചെയ്ത് വന്നപ്പോത്തിന് എന്ത് ചെയ്യും? ആ -3 മറന്നു. സെറ്റിമസ. റെഡി ആണോടാ? ക്ലിയർ ആണോ? സെറ്റ് ആണോ? യെസ്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പല ഈ നമ്പേഴ്സൊക്കെ ഒന്ന് മാറ്റി നോക്കി എന്ത് ചെയ്യുക? യെസ്, റേഷ്യോൻ്റെ നമ്പർ മാറ്റി നോക്കിയിട്ട് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക, സെറ്റാക്കുക. യെസ്, റെഡി ആണോ? M1 x2 plus M2 x1 divided by M plus n ഉം M1 y2 plus M2 y1 by M1 plus M2. റെഡി ആണല്ലോ? യെസ്, ഞാനിവിടെ M plus n എന്ന് എഴുതുന്നത്. അതായത് നമ്മളിങ്ങനെ ഇക്വേഷന് M1 plus M2 ആണ്. അതിന് പകരം M1 ഉം M2 വരെ M ഉം N ഉം ആക്കിയിട്ട് ഞാൻ പഠിപ്പിക്കാറുണ്ട്. സോ M ഉം N ഉം ആക്കിയിട്ടും ചെയ്യാട്ടോ. റെഡി ആണല്ലോ? യെസ്, സെറ്റ് ആണോടാ? റെഡി ആണോ? റെഡി ആണെങ്കിൽ ശരിയായി, സെറ്റായി. യെസ്, മാന അവിടേവ്. നിങ്ങളെ പേരൊന്നും മനസ്സിലാവണല്ലോടാ, വെറൈറ്റി പേരാ. ഓക്കെ, ശരിയായി. യെസ്, സെറ്റിമസ. റെഡി ആണോടാ? സെറ്റാണോ? സർ, ഒറിജിൻ വെച്ചൊരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ? ഒറിജിൻ വെച്ചൊന്നുമില്ല. അതാ അവിടെ ഒറിജിൻ കൊടുത്താൽ ഇവിടെ 1 0 0 കൊടുത്താൽ മതി. അപ്പോൾ അത് ഡയറക്റ്റ് നേരെ ചെയ്യാം, വേറെ പ്രശ്നമൊന്നുമില്ല. അത് സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. വെറുതെ നമുക്ക് സമയം കാണില്ല. നമുക്ക് ഇത്രയേ ഉള്ളൂ. ആ x1 ഈ എക്സിലേക്ക് 1 0 0 കൊടുത്താൽ ഈ x1 x1നും y1നും പകരം x1നും y1നും പകരം കൊടുക്കുക 0 കൊടുക്കുക. അപ്പോൾ ഇവിടെ 0 ഇൻറ്റ് പോകുമ്പോൾ ഇത് പോകും, വെട്ടി പോകും, ബാക്കി ചെയ്യാം. അത്രയേ ഉള്ളൂ. റെഡി? യെസ്, സെറ്റാണോടാ? റെഡി ആണോ? യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് മിഡ് പോയിന്റ്. അപ്പം 3 ഇക്വേഷനാണ് പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ 2 കഴിഞ്ഞു. ഇനി ഇതാ ലാസ്റ്റ് മിഡ് പോയിന്റ്. എന്താ മിഡ് പോയിന്റ്? മിഡ് പോയിന്റ് സിമ്പിളാടാ. അതിൻ്റെ സെൻറ്റർ പോയിന്റ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ x1 + x2/2 y1 + y2/2. എക്സുകൾ കൂട്ടുക, പകുതിരിക്കുക, വൈകൾ കൂട്ടുക, പകുതിരിക്കുക. അത്രയേ ഉള്ളൂ. യെസ്, എക്സുകൾ കൂട്ടുക, പകുതിരിക്കുക, വൈകൾ കൂട്ടുക, പകുതിരിക്കുക. സോ ദാ ഇവിടെ 2 + 8. ഇതിൻ്റെ ഈ 2 പോയിന്റിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചേട്ടാ, മിഡ് പോയിന്റ് is equal to 2 + 8 ഡിവൈഡഡ് ബൈ 2. 2 + 8/2 ആണ്. അടുത്ത y1 + y2. വൈകൾ കൂട്ടുക, വൈകൾ 5ഉം അടുത്ത കളർ എടുക്കട്ടെ. 5ഉം 7ഉം 5 7ഉം കൂട്ടുക, പകുതി എടുക്കുക. 5 + 7 ഡിവൈഡഡ് ബൈ 2. സോ 2ഉം 8ഉം കൂട്ടിയാൽ എത്രയായി? 10. 10/2ഉം 5ഉം 7ഉം കൂട്ടിയാൽ 12. സോ 12/2. 10/2 5 ആണ്, 12/2 6 ആണ്. സോ 5 6. ഇത്രയേ ഉള്ളൂ. യെസ്, റെഡി ആണോടാ? സെറ്റ് ആണോ? യെസ്. സോ മക്കളെ, കോൺസെപ്റ്റ് കഴിഞ്ഞു, ഫോർമുലാസ് കഴിഞ്ഞു. ഈ ചാപ്റ്ററിൽ ഈ 3 കോൺസെപ്റ്റ് ആണ് ക്ലിയർ ആയിട്ട് ഈ ഫോർമുലാസാണ് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. റെഡി ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതാ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത നെക്സ്റ്റ് ചാപ്റ്റർ ട്രയാങ്കിൾസ്. 6ാമത്തെ ചാപ്റ്റർ
യെസ്. അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ലൈവിലാണ് ചെയ്യാം കേട്ടോ. യെസ്, ഇന്ന് നമ്മൾ ഫുൾ ഫോർമുലാസും കോൺസെപ്റ്റും ഇക്വേഷൻസും സെറ്റാക്കി കഴിയും. യെസ്, എല്ലാ ചാപ്റ്ററിൻ്റെ അതും. സോ ഇനി പിന്നെ നമ്മൾ ദിമ്മക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ലൈവായിട്ട് വരും. റെഡി ആണല്ലോ? യെസ്, അതാണ് ഞാൻ വീണ്ടും അത് പറയുന്നത് കേട്ടോ. റെഡി, സെറ്റ്. സോ മക്കളിതാ നമ്മുടെ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ. മക്കളെ, ട്രയാങ്കിൾസിലാകെ പഠിക്കേണ്ടത് സിമിലർ ട്രയാങ്കിൾ എന്താണ്, എങ്ങനെയാണ് സിമിലർ ട്രയാങ്കിൾ ആവുക, സിമിലർ ട്രയാങ്കിൾ ആയുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നാണ് കൃത്യമായിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പറയുന്നത്. 9ാം ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഈക്വൽ ട്രയാങ്കിൾ, കോൺഗ്രുവൻറ്റ് ട്രയാങ്കിൾ ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ സിമിലർ ട്രയാങ്കിൾ എന്താണ്? സിമിലർ ഫിഗേഴ്സ് എന്നൊക്കെ അറിയാലേ, ഒരേപോലെയുള്ള ഫിഗേഴ്സ്. അപ്പം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യങ്ങളാണ്. സിമിലർ ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേപോലെയില്ല. ഇപ്പോൾ മെസ്സിയുടെ ഒരു ചെറിയ കട്ടൗട്ടും മെസ്സിയുടെ അതേ വലിയൊരു കട്ടൗട്ടും രണ്ടും സിമിലറാണ്. വലുപ്പം വ്യത്യാസം ഉണ്ടെങ്കിലും കാണാൻ ഒരുപോലെയാണെങ്കിൽ സിമിലറായി. ഓ, ഈ നോട്ട് കിട്ടുമോ? നോട്ട് കിട്ടും. യെസ്, കറക്റ്റ് ആയിട്ടുള്ള ഈ നോട്ട് കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ, നിങ്ങൾ ഗ്രൂപ്പിലുണ്ടല്ലോ, എന്ത് ചെയ്യുക, താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അവിടെ പോയിട്ട് ജോയിൻ ചെയ്താൽ മതി. യെസ്, അതിൽ നിങ്ങൾക്ക് നോട്ട് കിട്ടും കേട്ടോ. യെസ്, ഇനി എക്സ്ട്രാ നോട്ട് വേണ്ടവരുതാ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിലേക്ക് പോകുന്നുള്ളൂ, MUZY. യെസ്, നിങ്ങൾക്ക് എക്സ്ട്രാ വേണ്ട ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് ഐഡിയിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരണ്ട കേട്ടോ. ഓക്കെ, റെഡി ആണല്ലോ? യെസ്. ആൻഡ് ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാനിത് ഈ നോട്ടൊക്കെ അയച്ചു തരേണ്ടത്, ഒന്നും പേടിക്കണ്ട. നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ ഫൈനൽ എക്സാമിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ വേണമൊക്കെ ഞാൻ തരാം. സെറ്റാണല്ലോ? യെസ്, നമ്മൾ എക്സാം ഇന്നർ തരും. സോ മക്കളെ, സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ് ആണ് ഈ ചാപ്റ്ററിലെ മെയിൻ കോൺസെപ്റ്റ്. ഫസ്റ്റ് പറയുന്നത് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ്. മക്കളെ, ഒറ്റ മിനിറ്റ് ബൈസറിന് വിളിക്കട്ടെ. ഒറ്റ മിനിറ്റ്, 1 സെക്കൻഡ്. ഒറ്റ മിനിറ്റ് കേട്ടോടാ. എത്ര മണി വരെ ഉണ്ട് സർ? നമ്മളൊരു 10:30 വരെ കേട്ടോ. 10:45 ആകുമ്പോഴേക്കും നമ്മളെ ലൈവ് കഴിയും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫുൾ ചാപ്റ്റർ സെറ്റ് ആക്കണം കേട്ടോ. ഓക്കെ, ഓക്കെടാ. സെറ്റ് മസാ അയ്യോ പോയി. ഓക്കെ, റെഡി. യെസ്, അതാരാ നോക്കാം, ഞാൻ നിൽക്കണേ. ഓക്കെ, റെഡി. യെസ്, റെഡി ആയില്ലേ? മാറിയില്ലേ? അയ്യോ, ഒറ്റ മിനിറ്റ്. കാണുന്നില്ല, മിറർ കാണുന്നില്ലേ? നോട്ട് കാണുന്നില്ല. സർ നോട്ട് കിട്ടുമോ? നോട്ട് തരും കേട്ടോ. നോട്ട് നിങ്ങൾക്ക് തരും, പേടിക്കണ്ട. നോട്ട് നിങ്ങൾക്ക് കറക്റ്റ് തരും കേട്ടോ. യെസ്, ഗ്രൂപ്പിലുണ്ടാവും കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളെ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട് ഉണ്ടാവും. ഇന്നത്തെ ലൈവിന് നോട്ട് ഉണ്ടാവും, എല്ലാ നോട്ടും ഉണ്ടാവും കേട്ടോ. റെഡി? യെസ്. സോ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ്. അപ്പോൾ സിമിലർ ആണ്, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ് എന്ന് അറിയാനുള്ള 2 കണ്ടീഷൻസ് ആണ് മെയിനായിട്ട്. യെസ്, 3 പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള 2 പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. 2 ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ, 2 ത്രികോണം സിമിലർ ആണോ നോക്കാൻ. 2 ത്രികോണം നിങ്ങളുടെ കയ്യിലുണ്ട്, അത് സിമിലർ ആണോ നോക്കാൻ അതിൻ്റെ ഈ 3 ആംഗിൾസും ഈ 3 ആംഗിൾസും സെയിം ആണോ നോക്കിയാൽ മതി. ആംഗിൾസ് ഈക്വൽ ആണോ നോക്കിയാൽ മതി. റെഡി ആണല്ലോ? യെസ്. രണ്ടാമത്തെ പോയിന്റ്, ദർ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ ഓർ സെയിം പ്രപ്പോർഷൻ. യെസ്, സെയിം റേഷ്യോ എന്ന് പറഞ്ഞാൽ പ്രപ്പോർഷൻ എന്നല്ലല്ലോ പറയാം. സെയിം റേഷ്യോയിലാവുന്നതിനാണ് പ്രപ്പോർഷനിലാണെന്ന് പറയാം. അപ്പോൾ നോക്ക്, അതിൻ്റെ സൈഡ്സ് ഒക്കെ ഈക്വൽ, ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളൊക്കെ സെയിം റേഷ്യോയിലായിരിക്കും ഉണ്ടായിരിക്കുക. കോൺസെപ്റ്റ് ക്ലിയർ ആയാലും നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കി പഠിക്കാം, ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കാം. സെറ്റ് ആയിക്കോട്ടെ. സോ മക്കളെ, ഇതാണ് 2 സിമിലർ ട്രയാങ്കിൾസിന് എക്സാമ്പിൾ. ട്രയാങ്കിൾ ABC സിമിലർ ടു ട്രയാങ്കിൾ PQR. സിമിലർ ട്രയാങ്കിൾ. അപ്പോൾ സിമിലർ ആണെങ്കിൽ നോക്കുക, ഈ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ P. ആംഗിൾ Aയും ആംഗിൾ Pയും ഇവിടെ ഈക്വൽ ആണ്. ആൻഡ് നെക്സ്റ്റ് നോക്കിക്കോ ഇവിടെ ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ Q. ആംഗിൾ Bയും ആംഗിൾ Qയും ഈക്വൽ ആണ്. നെക്സ്റ്റ് മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ, നല്ല ശ്രദ്ധിച്ചിരിക്കണേ. ആംഗിൾ Cയും ആംഗിൾ Rയും എന്താണ്, ഈക്വൽ ആണ്. ആൻഡ് ഇവിടെ നോക്കുക ആംഗിൾ A ഈക്വൽ ടു P, ആംഗിൾ B ഈക്വൽ ടു Q, ആംഗിൾ C ഈക്വൽ ടു R. ആൻഡ് ഈ സൈഡ്സിൻ്റെ റേഷ്യോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ്, ശ്രദ്ധിക്കണേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാ ഈ BC. ഈ BC ഡിവൈഡഡ് ബൈ ആ BCയും ഈ Pൻ്റെ ഓപ്പോസിറ്റുള്ള ഇതാ
ഈ ക്യു ആറും ഏത് റേഷ്യോയിലാണോ അതേ റേഷ്യോ തന്നെയായിരിക്കും നെക്സ്റ്റ് സൈഡായിട്ടുള്ള എ ബിയും പി ക്യൂവും തമ്മിലുണ്ടായിരിക്കുക. ആൻഡ് അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും ഈ പി ആറും എ സിയും ഉണ്ടായിരിക്കുക. ആ മൂന്ന് സൈഡും ഒരേ റേഷ്യോയിലായിരിക്കും. ആ റേഷ്യോ വെച്ച് എഴുതാൻ നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ബി സി ബൈ ക്യു ആർ ഇസ് ഈക്വൽ ടു, നമുക്ക് ഇതിൽ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ ഉണ്ടാവും. ഈ ചാപ്റ്ററിൽ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ. ആ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവമാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടത്. ബി സി ബൈ ക്യു ആർ, അതായത് ബി സി ബൈ ക്യു ആർ അതെങ്ങനെയാ സൈഡ് നോക്കുക, ഇതും ഇതുമാണെന്ന് എങ്ങനെ മനസ്സിലായത്? ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ മതി. ഇവിടെ ഈ ആംഗിളും ആണ് ഈക്വൽ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളാണ് ഇങ്ങനെ ഡിവിഷൻ ആക്കി ഇതിൻ്റെ മനസ്സിലാക്കുക. അതേപോലെ ഇവിടെ ഈ ആംഗിളും ഈക്വൽ, അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എ സിയും ഇതിൻ്റെ ഓപ്പോസിറ്റ് പി ആറും ആണ്. നോക്കി, എ സി ബൈ പി ആർ. അടുത്തത് ഈ ആംഗിളും ഈക്വൽ ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് എ ബിയും ഇതിൻ്റെ ഓപ്പോസിറ്റ് പി ക്യൂവും. സോ എ ബി ബൈ പി ക്യൂ. അതാണ് റേഷ്യോ. ഈക്വൽ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് റേഷ്യോ ആയിട്ട് വരിക. റെഡി ആണല്ലോ? യെസ്. നെക്സ്റ്റ് സിമിലാർ ട്രയാങ്കിൾസിൻ്റെ ക്രൈറ്റീരിയൻസ് 3 ഉണ്ട്. ക്രൈറ്റീരിയ ഫോർ സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾസ്. യെസ്, സിമിലർ ട്രയാങ്കിൾ ആവാനുള്ള 3 ക്രൈറ്റീരിയൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ് ക്രൈറ്റീരിയൻ? എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ, ആംഗിൾ. രണ്ടാമത്തത് എസ് സിമിലാരിറ്റി ക്രൈറ്റീരിയൻ, സൈഡ് 3 സൈഡും ഒരേ റേഷ്യോയിലായിരിക്കുക. നെക്സ്റ്റ് എസ് സിമിലാരിറ്റി ക്രൈറ്റീരിയൻ, 2 സൈഡും അവയ്ക്കിടയിലുള്ള കോണും, 2 സൈഡ് ഒരേ റേഷ്യോയിലും അവയ്ക്കിടയിലുള്ള ഒരു കോൺ ഈക്വലും, ഒരു ആംഗിൾ ഈക്വലും ആയിരിക്കുക. റെഡി ആണല്ലോ? യെസ്, സെറ്റാണ്. സർ ബി പി ടി ഉണ്ട്, ബി പി ടി ഇത് കഴിഞ്ഞിട്ട് പറയും. യെസ്, പേടിക്കണ്ട, ഒക്കെ സെറ്റാണ് കേട്ടോ. യെസ്. സോ മക്കളെ നോക്കിക്കോ, ഈ സിമിലാരിറ്റി 3 പഠിക്കാം. എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ, ഇഫ് ഇൻ 2 ട്രയാങ്കിൾസ്, 2 ട്രയാങ്കിൾസിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, എല്ലാ ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ, നോക്ക് ഇവിടെ 60, ഇവിടെ 60 ഉണ്ട്, ഇവിടെ 70, ഇവിടെ 70 ഉണ്ട്, ഇവിടെ 50, ഇവിടെ 50 ഉണ്ട്. ഇത് എങ്ങനെ ട്രയാങ്കിൾ വന്നോട്ടെ, ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അതാണ് എ 3 ആംഗിൾസും ആംഗിൾ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. 3 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ദ കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സൈഡ്സ് സെയിം റേഷ്യോയിലായിരിക്കും ഓർ പ്രപ്പോർഷനിലായിരിക്കും. ആൻഡ് ഹെൻസ് ദ 2 ട്രയാങ്കിൾ ആർ സിമിലർ. അപ്പോൾ ഇത്രയുള്ള ഫസ്റ്റ് കോൺസെപ്റ്റ്. 3 ആംഗിളും ഈക്വൽ ആണെങ്കിൽ ആ 2 ട്രയാങ്കിളും എന്താണ്? സിമിലർ ട്രയാങ്കിൾ ആണ്. സെറ്റ് ആണല്ലോ? യെസ്. നെക്സ്റ്റ് രണ്ടാമത്തത് യെസ് സിമിലാരിറ്റി ക്രൈറ്റീരിയൻ, 3 സൈഡും എന്താവുക? ഒരേ റേഷ്യോയിലാവുക. ഈക്വൽ അല്ല, ഈക്വൽ ആവാൻ പാടില്ല. ഈക്വൽ ആയാൽ പിന്നെ എന്തായി? അത് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ ആയി. നമുക്ക് സിമിലർ ആവാൻ എന്ത് ചെയ്യാൻ മതി? യെസ്, ഈക്വൽ ആവണമെന്നില്ല. ഈക്വൽ ആയാലും ആണ്, സിമിലർ ആണ്, പക്ഷേ ഈക്വൽ ആവണമെന്നില്ല. അവിടെ എന്തായാൽ മതി? സെയിം റേഷ്യോയിലായാൽ മതി. ഇപ്പോൾ നോക്കിട്ടോ, ഇഫ് ഇൻ 2 ട്രയാങ്കിൾസ് സൈഡ്സ് ഓഫ് 1 ട്രയാങ്കിൾ ഈസ് പ്രപ്പോർഷണൽ ടു ദ സൈഡ്സ് ഓഫ് അതർ ട്രയാങ്കിൾ, then their corresponding angles are equal and hence the 2 triangles are similar. ഇവിടെ നോക്കിട്ടോ, ഇവിടെ ഈ സൈഡ് 5 സെൻറ്റിമീറ്ററാണ്. ആ 5 ആണെങ്കിൽ ഇവിടെ 10 ആണ്. 5ഉം 10ഉം ഇവിടെ നോക്ക് ഒരേ റേഷ്യോയിലല്ലേ? നോക്ക്, ഇവിടെ ഈ 5 ഉള്ളത് നേരെ 5ൻ്റെ ഇരട്ടിയാണ് 10 ഇവിടെ. അങ്ങനെയാണെങ്കിൽ അടുത്ത സൈഡ് നോക്കിട്ടോ, അടുത്ത സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 സെൻറ്റിമീറ്ററും അതിൻ്റെ നേരെ ഇരട്ടി 6 സെൻറ്റിമീറ്ററുള്ള ഇവിടുത്തെ ഈ സൈഡ്. അപ്പോൾ ഈ സൈഡും അതേ റേഷ്യോയിലല്ലേ വരിക? ഇവിടെ നോക്ക്, ഇതാ ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്. ആ 3ൻ്റെ ഇരട്ടിയാണ്, 3 × 2 ആണ്. ഇവിടെ 5 × 2 ആണ്. അടുത്തത് നെക്സ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണ്. ആ 4 ഉള്ളത് നേരെ എടുത്തിയപ്പോൾ എത്രയായി? 8 ആയി. സോ ഈ സൈഡ്, മൂന്നാമത്തെ സൈഡും 4ൻ്റെ നേരെ ഇരട്ടിയാണ്, 8. സോ ഇവിടെ 3 സൈഡും കൂടിയത് ഒരേ റേഷ്യോയിലല്ലേ? അപ്പോൾ ഈ 3 റൈസും ഒരേ റേഷ്യോയിലാണ്. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്, സെറ്റ് മസാ. ഓക്കെ. സോ മക്കളെ, അടിപൊളി. അങ്ങനെയാണെങ്കിൽ അടുത്തത് മൂന്നാമത്തെ നോക്കിക്കോട്ടെ. എസ് സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. യെസ്. അപ്പോൾ നോക്കിക്കോ, ഇഫ് 1 ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1 ആംഗിൾ ഓഫ് ദ അതർ ട്രയാങ്കിൾ, 2 ട്രയാങ്കിളിൽ ഓരോ ആംഗിൾസ് ഈക്വൽ ആണ് ആൻഡ് സൈഡ്സ് ഇൻക്ലൂഡിങ് ദീസ് ആംഗിൾസ് ആർ പ്രപ്പോർഷണൽ. ആ ആംഗിൾ ഇൻക്ലൂഡ് ചെയ്യുന്ന 2 സൈഡും പ്രപ്പോർഷണലും ആണെങ്കിൽ ദെൻ ദ 2 ട്രയാങ്കിൾസ് ആർ സിമിലർ. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2 സൈഡ് എന്താവുക? ഇസ് സെയിം റേഷ്യോയിലാവുക ആൻഡ് അവയ്ക്കിടയിലുള്ള ആംഗിൾ ഈക്വൽ ആവുക. നോക്ക്, ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 50 ഡിഗ്രി. 2 ആംഗിൾ ഈക്വലായി ആൻഡ് അത് കൂടിച്ചേർന്ന ഇൻക്ലൂഡ് ചെയ്യുന്ന ഈ സൈഡ്സ് ഒരേ റേഷ്യോയിലാവുക. ഇവിടെ നോക്ക്, ഇവിടെ ഈ 5 ഉള്ളത് നേരെ ഇരട്ടി 10 ആയി.
ആൻഡ് ഇവിടെ 4 ഉള്ളത് അതിൻ്റെ നേരെ ഇരട്ടി 8 ആയി. അപ്പോൾ ആ രണ്ട് സൈഡും ഒരേ റേഷ്യോയിലായി. ആൻഡ് ഇവിടെ എന്താണ് ആ റേഷ്യോയിലായാൽ ആൻഡ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിൾ സെയിം ആയി. സോ ഇതാണ് SAS സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. അപ്പോൾ മക്കളെ ഈ 3 ക്രൈറ്റീരിയനും പഠിച്ചു വെക്കുക. ഒന്നാമത്തത് എന്തായിരുന്നു 3 മനസ്സിലാക്കി വെക്കുക കേട്ടോ. 3 ടൈപ്പിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒന്നാമത്തത് എ എന്ന് പറഞ്ഞാൽ 3 ആംഗിളും 2 ട്രയാങ്കിളെ 3 ആംഗിളും ഈക്വൽ ആവുക. രണ്ടാമത്തത് എസ് എന്ന് പറഞ്ഞാൽ 3 സൈഡും സെയിം റേഷ്യോയിലാവുക. മൂന്നാമത്തത് SAS എന്ന് പറഞ്ഞാൽ 2 സൈഡ് ഒരേ റേഷ്യോയിലാവുക ആൻഡ് അവ ഇൻക്ലൂഡ് ചെയ്യുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കുക. സെറ്റാണല്ലോ. യെസ്. സോ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ശ്രദ്ധിച്ചോ. ഒബ്സർവ് ദ ഫിഗർ. ഈ ഫിഗർ ഒബ്സർവ് ചെയ്തിട്ട് നല്ലോണം ശ്രദ്ധിച്ചോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് പി. ഫൈൻഡ് ആംഗിൾ പി. ആംഗിൾ പി കണ്ടുപിടിക്കണം. ഏതാ ആംഗിൾ പി? യെസ്. ഓക്കെ. കുഴപ്പമില്ല. റെഡി. യെസ്. ആംഗിൾ പി കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചോ. ഓക്കെ. ഈ ആംഗിൾ നോക്കിക്കോ. ആംഗിൾ പി എത്ര നോക്കണം. യെസ്. എങ്ങനെയാടാ പി കണ്ടുപിടിക്കുക? ഇവിടെ സൈഡ് തന്നെ നോക്ക്. എല്ലാ സൈഡും ഒരേ റേഷ്യോയിലാണ് നോക്കുക. ഇവിടെ നോക്കിട്ടോ. ഇവിടെ 6 6 സെൻറ്റിമീറ്ററാണ്. ഇവിടെ എത്ര? 12. ഇവിടെ 6 ഇവിടെ 12. അപ്പോൾ നോക്ക്, ഈ 6ൻ്റെ 6ൻ്റെ ഡബിൾ അല്ലേ 12? 6ൻ്റെ ഡബിൾ അല്ലേ 12? ആണല്ലോ. യെസ്. അതേ റേഷ്യോ ആണ് മറ്റേ നോക്ക്. നെക്സ്റ്റ് നോക്ക്. ഇവിടെ 3√3 3√3 നോക്കിട്ടോ. 3√3. ആ 3√3 ഇവിടെ എത്രയാടാ? 6√3 ആയി. 6√3 ആയി. അപ്പോൾ അതിൻ്റെ ഡബിൾ അല്ലേ? യെസ്. 3√3 6√3 ആയി. ഇവിടെയും ഡബിളാണ്. മൂന്നാമത്തെ സൈഡോ? ജീന പറഞ്ഞു, കൃഷ്ണകുമാരി പറഞ്ഞു. ശരിയാണോ നോക്കാം കേട്ടോ. ശരിയാണോ നോക്കാം. യെസ്. ഒറ്റ മിനിറ്റ്. ശരിയാണോ നോക്കാം. ഒറ്റ മിനിറ്റ് ഇട്ടടാ. ഞാൻ ഇതൊന്ന് റെഡിയാക്കട്ടെ. ഓക്കെ. ഓക്കെ പോയി. ഓക്കെ അവിടെ നട്ടെ. ഓക്കെ. നെക്സ്റ്റ് നോക്കിക്കോ. 3.8 3.8 ഈ സൈഡ് 3.8 ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി അല്ലടാ 7.6. അപ്പോൾ അതും 80 ആണ്. അപ്പോൾ ഈ 3 സൈഡും ഒരേ റേഷ്യോയിലാണ്. യെസ് ഒരേ റേഷ്യോയിലാണ് കൂടിയത് അല്ലേ? ഒരേ റേഷ്യോയിലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ അല്ലേ? അപ്പോൾ നോക്കട്ടെ ഏതൊക്കെ ആംഗിളാണ് നോക്കട്ടോ. ഈ പച്ചക്ക് ഓപ്പോസിറ്റ് ഇവിടെ 80 പച്ചക്ക് ഓപ്പോസിറ്റ് 80. അപ്പോൾ ഈ പച്ചക്ക് ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ 6, ഈ ആംഗിൾ 6 ഇവിടെ എത്രയായിരിക്കും? ഇതേ 80 ഡിഗ്രി ആയിരിക്കും. റെഡി ആണല്ലോ. സൈഡ്സ് എല്ലാം ഒരേ റേഷ്യോയിലാണെങ്കിൽ ഇത് രണ്ടും സിമിലർ അല്ലേ? സിമിലർ ആയാൽ ആംഗിൾസ് ഈക്വൽ അല്ലേ? യെസ്. ഇത്രയേ ഉള്ളൂ. നോക്ക്, ഈ 60ൻ്റെ ഓപ്പോസിറ്റ് 3√3 ആണ്. അപ്പോൾ ഈ 6√3ൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ആയിരിക്കും എന്തുണ്ടാവുക? 60 ഉണ്ടാവുക, 60 ഉണ്ടാവുക. റെഡി. യെസ്. അപ്പോൾ നോക്കൂ, ഒരു ട്രയാങ്കിളിനുള്ളിൽ 3 ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 80 ഡിഗ്രിയും ഇവിടെ 60 ഡിഗ്രിയും ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയാടാ? മൂന്നാമത്തെ ആംഗിൾ ബാക്കി 40 ഡിഗ്രി. സോ ആംഗിൾ പി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്. ജീന റോസ്. യെസ്. എല്ലാവരും ജീനോസ് മനസ്സിലാ. കൃഷ്ണകുമാരി പറഞ്ഞു. യെസ്. സുപ്രം പറഞ്ഞു. യെസ്. ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? റെഡി. സെറ്റ് മസ റെഡി ആണല്ലോ. യെസ്. സെറ്റ്. സോ മക്കളെ ഇതൊന്ന് പഠിച്ചു വെക്കണം, സെറ്റാക്കി വെക്കണം കേട്ടോ. റെഡി ആണല്ലോ. സോ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത നോക്കിക്കോ. യെസ്. ഇൻ ദ ഫിഗർ PQ ഈസ് പാരലൽ ടു RS. പ്രൂവ് ദാറ്റ് ട്രയാങ്കിൾ POQ ഈസ് സിമിലർ ടു ട്രയാങ്കിൾ SOR. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ് എന്ന് നമുക്ക് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ട്രയാങ്കിൾ? POQ ഈ ട്രയാങ്കിളും ആൻഡ് SOR ഈ ട്രയാങ്കിളും സിമിലർ ആണ് തെളിയിക്കണം. ഇപ്പോൾ സിമിലർ ആണെങ്കിൽ എന്താണ്? എല്ലാ ആംഗിളും ഈക്വൽ ആവണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ എന്തൊക്കെ തന്നത് നോക്കട്ടോ. ഇവിടെ നോക്ക്, ഈ PQവും RSഉം പാരലലാണ്. PQ ഈസ് പാരലൽ ടു RS. PQ ഈസ് പാരലൽ ടു RS. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഗിവൺ. മക്കളെ പ്രൂഫ് ചോദിക്കൂട്ടോ. എക്സാമിന് ചോദിക്കും. പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കൂട്ടോ. യെസ്. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോ. യെസ്. സെറ്റാക്കി പഠിച്ചു വെച്ചോ. ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചോ. റെഡി. യെസ്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? 1 സെക്കൻഡ്. ഓക്കെ റെഡി. യെസ്. അപ്പോൾ നോക്കിക്കോ, ഇവിടെ ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഇത് അതിൻ്റെ ട്രാൻസ്വേഴ്സൽ അല്ലേ? അപ്പോൾ ഈ ആംഗിളും ആൾട്ടർനേറ്റ് ആംഗിൾ ഈക്വൽ ആണ്. ഈ ആംഗിളും ആംഗിൾ പിയും
ആംഗിൾ എസും ഈക്വൽ ആണ്, ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്, നമ്മൾ പഠിച്ച കാര്യമാണ്. സോ ആംഗിൾ പി ഈസ് ഈക്വൽ ടു യെസ് ഏതാണ് ആംഗിൾ എസ്, ആ രണ്ട് ആംഗിൾ ഈക്വലായി. നെക്സ്റ്റ് നോക്കിക്കോ, ഇതാ ഇതും ട്രാൻസ്വേഴ്സിലല്ലേ, ഇത് ട്രാൻസ്വേഴ്സിലാണെങ്കിൽ നെക്സ്റ്റ് ഏതാ ആംഗിൾ, ഇതാ ഈ ആംഗിൾ ആറും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. ആംഗിൾ ക്യൂ ഈസ് ഈക്വൽ ടു ആംഗിൾ ആറ്. ഇതൊക്കെ എന്താണ്? യെസ് ഓൾട്ടർനേറ്റ് ആംഗിൾ है. यस क्लियर करेगा होता है. यस ऑल्टरनेट एंगल है. നെക്സ്റ്റ് നോക്കിക്കോട്ടോ, നെക്സ്റ്റ് ഇതാ ഈ ആംഗിൾ, മൂന്നാമത്തെ ആംഗിൾ. ഇപ്പോൾ രണ്ട് ആംഗിൾ ഈക്വൽ ആയത് തന്നെ മതി, മൂന്നാമത്തെ ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആവില്ലേ. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസാണ്. അപ്പോൾ അത് രണ്ടും എന്തായാലും ഈക്വലായി. അപ്പോൾ ദാ യെസ് ആംഗിൾ പി അങ്ങോട്ട് കൊടുക്കും, ആംഗിൾ പി അല്ല ഏതാണ് ആംഗിൾ ദ ഒ, ആംഗിൾ ഒ ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ. രണ്ടിലെ ആംഗിൾ ഒയും ഈക്വൽ ആണ്. അല്ലെങ്കിൽ ആംഗിൾ പി ഒ ക്യു ഈക്വൽ ടു ആംഗിൾ ആർ ഒ എസ്, അങ്ങനെ ഇതാ ആംഗിൾ പി ഒ ക്യു ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ ഒ എസ്. അതെന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. റെഡി? അപ്പോൾ നോക്കി ഇവിടെ എന്തായാലും മൂന്ന് സൈഡും യെസ് സിമിലാരിറ്റി ക്രൈറ്റീരിയൻ ഈക്വലായി. അതുകൊണ്ട് എന്തായി ട്രയാങ്കിൾ പി ഒ ക്യു അതുകൊണ്ട് സോ ദാറ്റ് triangle POQ is similar to triangle SOR. Hence proved. ഇത്രയേ ഉള്ളൂ. റെഡി ആണോടാ? സെറ്റാണെങ്കിൽ എല്ലാവരും സെറ്റ് പറഞ്ഞേ. മക്കളെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിച്ചു വെക്കണം കേട്ടോ. സെറ്റാക്കി വെക്കണം, റെഡിയാക്കി വെക്കുക. ക്ലിയർ ആണോടാ? സെറ്റാണോ? യെസ്. അയ്യോ SSS അല്ലേ? എന്താണ് ഞാൻ ഇനി കാട്ടുന്നതേ? മൂന്ന് ആംഗിളും ഈക്വലായി എന്ന് പറഞ്ഞാണ്ട് SSS നീതി എടാ പൊട്ട. ഓക്കെ യെസ് ഓക്കെ ആംഗിൾസ് ഈക്വലായി മൂന്ന് ആംഗിളും ഈക്വലായി. യെസ് വെരി ഗുഡ്. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ നോക്കിയതാ, ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെക്ക് ചെയ്യും. എനിക്കറിയാം ഞാനത് യെസ് നിങ്ങൾ തെറ്റിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ അഭിനയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാൻ ഭയങ്കര അഭിനയമാണ്. യെസ് അപ്പോൾ ഞാനിങ്ങനെ അറിയാതെ ഇങ്ങനെ തെറ്റ് ചെയ്തു. അപ്പോൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ ശ്രദ്ധിക്കണ്ടോ നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൂപ്പറാണ്, നിങ്ങൾ വേറെ ലെവലാണ്. സെറ്റ് സർ ഇത് പഠിച്ചാൽ ബോർഡ് എക്സാമിന് 90 എബോവ് കിട്ടുമോ? ഈ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചാൽ ഈ ക്വസ്റ്റ്യൻ്റെ മാർക്കല്ലേ കിട്ടുള്ളൂ. യെസ് ഇത് പഠിച്ചാൽ പോരാ, എല്ലാ ചാപ്റ്ററും പഠിക്കണം, എല്ലാ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ പോരാ, ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ നല്ലോണം ചെയ്യണടാ. നിങ്ങൾക്ക് 90 എബോവ് കിട്ടണമെങ്കിൽ മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാം. NCERT ഉള്ള ഫുൾ ക്വസ്റ്റ്യൻ ചെയ്യുക, എക്സ്ട്രാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക. അങ്ങനെ ക്വസ്റ്റ്യൻ നല്ലോണം ചെയ്താലേ മാത്സിൽ ഇമ്പ്രൂവ് ആവുള്ളൂ കേട്ടോ. യെസ് അപ്പോൾ ഡെയിലി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. So the next basic proportionality theorem BPT ഇല്ലേ സർ ചോദിക്കുന്നു. basic proportionality theorem is very important. മക്കളെ if a line drawn parallel to one side of a triangle to intersect the other two sides in the distinct point, then the two sides are divided in the same ratio. ഒരു ആ ട്രയാങ്കിളിലെ ഒരു സൈഡിന് പാരലൽ ആയിട്ട് നമ്മളിതാ മറ്റ് രണ്ട് സൈഡിലെ ഓരോ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റിലൂടെ ഒരു വര വരച്ചാൽ ആ വര കട്ട് ചെയ്യുന്നത് ഈ രണ്ട് സൈഡിനെയും ഈക്വൽ റേഷ്യോയിലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്യുന്നത് ഇത് പാരലൽ ആണെങ്കിൽ PQ BCയും പാരലൽ ആണെങ്കിൽ ശ്രദ്ധിക്കണം, പാരലൽ ആണെങ്കിൽ ഈ റേഷ്യോ AP PB ഈസ് ഈക്വൽ ടു AQ QC ആയിരിക്കും. റെഡിയാണോ? യെസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് AP PB ഈസ് ഈക്വൽ ടു AQ QC. അത് രണ്ടും സെയിം റേഷ്യോ ആണ്. ആ റേഷ്യോയെ ഇങ്ങനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഡിവിഷൻ ആക്കി എഴുതാൻ പഠിക്കണം. AP ബൈ PB ഈസ് ഈക്വൽ ടു AQ ബൈ QC എന്ന് ഡിവിഷൻ ആക്കി നിങ്ങൾ എഴുതാൻ സെറ്റാക്കിയിരിക്കണം. സെറ്റാണോടാ? റെഡിയാണോ? സെറ്റ് ആണോ? റെഡി യെസ് റെഡി. സോ മക്കളെ അങ്ങനെയാണെങ്കിൽ നോക്ക് അതിൻ്റെ നെക്സ്റ്റ് നേരെ തിരിച്ച് പറഞ്ഞുള്ള തിയറം ഇതന്നെ സെയിം സംഭവം തന്നെ നോക്കിക്കോട്ടോ. If a line divides any two sides of the triangle in the same ratio, അതായത് സെയിം റേഷ്യോയിൽ കട്ട് ചെയ്താൽ then the line is parallel to the third side. അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്,
ആ ട്രയാങ്കിളിൽ നമ്മൾ രണ്ട് സൈഡ് സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായിരിക്കും ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ലൈന് ഈ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. നേരെ തിരിച്ചു പറഞ്ഞു, പാരലൽ ആണെങ്കിൽ ഒരേ റേഷ്യോയിലായിരിക്കും, ഒരേ റേഷ്യോയിലാണെങ്കിൽ പാരലൽ ആയിരിക്കും. അത് നേരെ തിരിച്ചു പറഞ്ഞു. ഇത് രണ്ടും സെയിമാണ്. BPT എന്ന് പറഞ്ഞാൽ സെയിം ആണ്. റെഡി ആണല്ലോ? ബേസിക് പ്രൊപ്പോർഷണാലിറ്റി തിയറം. യെസ്, റെഡി? യെസ് യെസ് സർ. AP by PB ഈക്വൽ ടു ആൻഡ് AP by PB AQ by AC ഡിഫറൻസ് എന്തുവാ? എന്താടാ മനസ്സിലായില്ല ചോദിച്ചത് കേട്ടോ. ഡിഫറൻസ് എന്തുവാന്നോ? ഏതാണ്? AP by AB ഈക്വൽ ടു AQ by AC. അത് AP by AB ഇത് ടോട്ടൽ. അപ്പോൾ അത് സെയിം. അതായത് ഇത് ഈ രണ്ട് ലെങ്ത് ഡിവൈഡ് ചെയ്യുന്നതും ഈ രണ്ട് ലെങ്ത് ഡിവൈഡ് ചെയ്യുന്നതും ഈക്വൽ ആണ് എന്നാണ് AP is to BP ഈക്വൽ ടു AQ is to QC. ഇതേ സെയിം. ഇത് റേഷ്യോ ഈക്വൽ ആണെങ്കിൽ ഇതെന്താണ്? AP is to AB ഈക്വൽ ടു AQ is to AC. ഇങ്ങനെയും പറയാം, നേരെ തിരിച്ചും ഇങ്ങോട്ടൊക്കെ പറയാം. ടോട്ടൽ ഇങ്ങോട്ടൊക്കെ പറയാം കേട്ടോ, നേരെ തിരിച്ചും പറയാം. റെഡി ആണല്ലോ? അങ്ങനെയാണ്. നോക്ക്, PQ is to BCയും അതേ റേഷ്യോയിലാണ് പറയാം. ഇവിടെ നോക്ക്, ഇത് മൂന്നാമത്തെ സൈഡാ. ഇത് നോക്ക്, AP is to AB ആണെങ്കിൽ അതേപോലെ AQ is to AC ആണെങ്കിൽ ഈ PQ is to BCയോടും ഈക്വൽ ആണ്. ഇതൊക്കെ അതിലുള്ള കോൺസെപ്റ്റ് ആണ്. റെഡി ആണല്ലോ? യെസ്, സെയിം ആണ്. സെയിം ആണെന്ന് പറഞ്ഞാൽ റേഷ്യോ സെയിം അല്ല. ഇവിടെ നോക്ക്, ഈ കട്ട് ചെയ്യുന്ന റേഷ്യോ വേറെയാണ്, ഇവിടെ കട്ട് ചെയ്യുന്ന റേഷ്യോ വേറെയാണ്. റെഡി ആണല്ലോ? ഇവർ രണ്ടും സെയിം ആണ്. AP is to BPയും AQ is to QCയും സെയിം ആണ്. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്, റെഡി. സെറ്റ് മസാ. സോ മകളെ നെക്സ്റ്റ് നോക്കിക്കോ. നെക്സ്റ്റ് ഇതിൽ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇവിടെ ഈ സൈഡ് കണ്ടുപിടിക്കണം. ഈസി കണ്ടുപിടിക്കണം. ഈസി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഈസി കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താ അറിയോ? ഇവിടെ ഇവർ രണ്ടും ഒരേ പാരലാണ്. DEയും BCയും പാരലാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റേഷ്യോ സെയിം അല്ലടാ. ADയും DBയും തമ്മിലുള്ള റേഷ്യോ എന്താണോ അത് തന്നെയാണ് AEയും EC തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ AD by BD നോക്കട്ടോ. ശ്രദ്ധിക്കണേ, നല്ലോണം ശ്രദ്ധിച്ചോ. യെസ്, ശ്രദ്ധിച്ചോ. AD divided by BD is equal to AE divided by EC. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാടാ? ഈസിയാണ് കണ്ടുപിടിക്കേണ്ടത്. യെസ്, 2 രണ്ടാണ് ആൻസർ എന്ന് പറയുന്നുണ്ട് കുട്ടികൾ. വെരി ഗുഡ്. യെസ്, ഒറ്റടിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എങ്ങനെ ചെയ്യാം? അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. യെസ്, അപ്പോൾ AD എന്ന് പറഞ്ഞതാ. AD എന്ന് പറഞ്ഞാൽ എത്രയാണ്? AD എന്ന് പറഞ്ഞാൽ 1.5. അപ്പോൾ 1.5 ഡിവൈഡഡ് ബൈ BD എന്ന് പറഞ്ഞാൽ എത്രയാണ്? BD 3 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു AE by AC. AE എന്ന് പറഞ്ഞാൽ 1. സോ 1 ഡിവൈഡഡ് ബൈ EC ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്തു? ആ ECക്ക് പകരം EC തന്നെ കൊടുത്തു. ഈ EC ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1/5 3 കട്ട് ചെയ്യാം. 1/2 എന്ന് എഴുതാം. അതായത് 1.5ൻ്റെ ഇരട്ടിയല്ലേ 3. 3ൽ 1.5 2 പ്രാവശ്യം 1/2 എന്നിട്ട് കൊണ്ടുപോവാം. ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 1.5 ഇൻറ്റു ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. EC ഇൻറ്റു 1.5. സോ 1.5 ഇൻറ്റു EC ഈസ് ഈക്വൽ ടു ഈ 3നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 1 ഇൻറ്റു 3. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് EC ആണ്. സോ EC ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3. സോ 3 അവിടെ ഉണ്ട്. ഈ 1 ഇൻറ്റു 5 1.5 ഇൻറ്റു ആകുമ്പോൾ അങ്ങോട്ട് പോയാൽ ബൈ ആയി ബൈ 1.5. സോ EC ഈസ് ഈക്വൽ ടു 2. സോ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കൃത്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ സൈഡിന് പകരം ഈ പോയിന്റിന് പകരം പല നമ്പേഴ്സ് വന്നാൽ സിമ്പിളായിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. റേഷ്യോ സെയിം അല്ലേ? ഇവിടെ 1.5 അതിൻ്റെ ഇരട്ടി 3 അപ്പോൾ ഇവിടെ 1 അതിൻ്റെ ഇരട്ടി 2 ഉണ്ടാവുക. സിമ്പിളായിട്ട് ലോജിക്ക് വെച്ചിട്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. യെസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ റെഡി ആണല്ലോ? യെസ്, ഇവിടെ നോക്ക് 1.5 ഇരട്ടിയായി 3 അപ്പോൾ 1ൻ്റെ ഇരട്ടി 2. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റെപ്പായിട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ഇങ്ങനെ കിട്ടാതെ പെട്ടെന്ന് കിട്ടാത്ത നമ്പറൊക്കെ ആണെങ്കിൽ ഈ സ്റ്റെപ്പ് വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ ആൻസർ ആയി. സെറ്റാണോടാ? റെഡിയാണോ? സെറ്റുമ സാ ആണോ? ഒറ്റ മിനിറ്റ്. സെറ്റുമ സാ സെറ്റുമ സാ ഒറ്റ മിനിറ്റ്. ഇതെന്താണ് ഇതൊക്കെ? യെസ്,
റെഡി? യെസ്. സോ മക്കളെ, അങ്ങനെയാണെങ്കിൽ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ കോൺസെപ്റ്റ്. സോ ആ ചാപ്റ്ററും വൈൻഡ് അപ്പ് കരേഗ ഹോത്താ ഹൈ. ഇനി നമുക്കിതാ നെക്സ്റ്റ്, യെസ്, ഇനി 2 ചാപ്റ്റർ കൂടിയാണ് ബാക്കിയുള്ളത്. ആ 2 ചാപ്റ്ററിലെ നെക്സ്റ്റ് ചാപ്റ്റർ സർഫസ് ഏരിയ ആൻഡ് വോളിയം. മക്കളെ, സർഫസ് ഏരിയ ആൻഡ് വോളിയത്തിൽ കുറച്ച് ഇക്വേഷൻസ് ആണ് പഠിച്ചു വെക്കേണ്ടത്. യെസ്, സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും കൃത്യമായി പഠിച്ചോ. ഇത് പഠിക്കാത്തവർ ഉണ്ടാവരുത്. കൃത്യമായിട്ടുള്ള നോട്ട് ചെയ്യാൻ തരാം. ആദ്യം ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യൂബ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കൂലേ? ഇവിടെ എ ആണെങ്കിൽ ഇതിൻ്റെ ഹൈറ്റും എ ആണ്, എല്ലാ സൈഡും എ ആണ്. അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയ, ഈ ക്യൂബിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 6a², 6a². റെഡിയാണല്ലോ. ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് a³ എന്താ a³ എന്ന് പറഞ്ഞാൽ a × a സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്, ഹൈറ്റ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, a × a³ റെഡിയാണല്ലോ. യെസ്. നെക്സ്റ്റ് നോക്കിക്കോ, ക്യൂബോയിഡിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൈഡ് 2 എണ്ണം, അതായത് 2 × LB, ഇതാണ് L. താഴത്തെ ഈ സൈഡാണ് ലെങ്ത്, ഇതാണ് L, ഇതാണ് ബ്രെഡ്ത്ത്, ഇതാണ് ഹൈറ്റ്. അപ്പോൾ എന്താണ്? 2 × LB + BH + LH, അതാണ് സർഫസ് ഏരിയ. 2 × LB + BH + LH. ആൻഡ് നെക്സ്റ്റ് വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, LBH, L × B × H. കാണാതെ പഠിച്ചോട്ടെ, ഇക്വേഷൻ സെറ്റ് ആണല്ലോ. സോ നെക്സ്റ്റ് ഇക്വേഷൻ നോക്കിക്കോ, സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ. കർവ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മാത്രം, ഈ ബേസ് കൂട്ടാതെ ഈ ഭാഗം മാത്രമാണ് എന്ത്? യെസ്, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ഇതാണ് റേഡിയസ്, ഇവിടെ റേഡിയസ് ഉണ്ട്. യെസ്, ഇത് റേഡിയസ്, ഇത് ഇവിടെ എന്തുണ്ട്? ഹൈറ്റ്. അപ്പോൾ എന്താ? യെസ്, ബേസ് പെരിമീറ്റർ 2πr ആണ്, 2πr × h. റെഡി? അതാണ് കർവ്ഡ് സർഫസ് ഏരിയ. ഇനി ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കർവ്ഡ് സർഫസ് ഏരിയയിലേക്ക് താഴത്തെ ഈ πr² മുകളിലെ ഈ πr², ആ സർക്കിളിൻ്റെ 2 ഏരിയ 2 πr² കൂട്ടണം. അതാണ് 2πrh + 2πr². സെറ്റ് ആണോടാ? യെസ്, 2πrh + πr². റെഡി ആണല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നോക്കിക്കോ, വോളിയം ഈസ് ഈക്വൽ ടു ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ πr² ഇൻറ്റു ഹൈറ്റ് h, πr² × h. സെറ്റ്. സോ നെക്സ്റ്റ് കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? CSA = πrl. കർവ്ഡ് സർഫസ് ഏരിയൻ്റെ ഇക്വേഷൻ π × r × L. L എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, സ്ലാൻഡ് ഹൈറ്റ്, ഈ ചരിഞ്ഞ ഉയരം, സ്ലാൻഡ് ഹൈറ്റ് ആണ് L. യെസ്. നെക്സ്റ്റ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ താഴത്തെ സർക്കിളിൻ്റെ റേഡിയസ് 6, ഹൈറ്റ് ഇവിടെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ് h. അപ്പം കർവ്ഡ് സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു π × r × L. ടോട്ടൽ സർഫസ് ഏരിയ ഈ πrലേക്ക് താഴത്തെ ഈ സർക്കിളിൻ്റെ ഏരിയ കൂട്ട πr². ആൻഡ് വോളിയം ഈസ് ഈക്വൽ ടു 1/3 πr²h, 1/3 πr²h. സെറ്റ് ആണല്ലോ. യെസ്. സോ മക്കളെ, നെക്സ്റ്റ് നോക്കിക്കോ, സ്ഫിയർ. യെസ്, സ്ഫിയറിൻ്റെ ഏരിയ, സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞ് മാറ്റാനോ ഒരു ഏരിയ ഇല്ല. സോ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 4πr², 4 πr². വോളിയം ഈസ് ഈക്വൽ ടു 4/3 πr³. കാണാതെ പഠിക്കുക. ടോട്ടൽ സർഫസ് ഏരിയ 4πr² ആണ്. ആൻഡ് വോളിയം ഈസ് ഈക്വൽ ടു 4/3 πr³, 4/3 πr³. കാണാതെ പഠിക്കാം. നെക്സ്റ്റ് നോക്കിക്കോ, ഹെമിസ്ഫിയർ. മക്കളെ, ഹെമിസ്ഫിയറിൽ എന്തുണ്ട്? ഇവിടെ കർവ്ഡ് സർഫസ് ഏരിയ വേറെ ഉണ്ട്. ഇതാണ് കർവ് സർഫസ് ഏരിയ. ആ കർവ്ഡ് സർഫസ് ഏരിയ മാത്രമാണ് ഇവിടെയുള്ള ഈ 4πr² പകുതി 2πr². അങ്ങനെയാണെങ്കിൽ ഈ കർവ് സർഫസ് ഏരിയ 2πr² ആണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ മുകളിലുള്ള ഈ സർക്കിളും കൂടി കൂട്ടൂലേ, ആ സർക്കിളിൻ്റെ ഏരിയയാണ് എന്ത്? യെസ്, ഈ ഏരിയയാണ്. ആ 2πr²ലേക്ക് ഒരു πr² കൂടി കൂട്ടിയാൽ 3πr², 3πr². സോ ഇവിടെ ഇതാണ് ഇതിൻ്റെ റേഡിയസ് കേട്ടോ. മക്കളെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള ഈ സെൻറ്ററിന് എല്ലായിടത്തും ഇത് താഴേക്കുള്ള ഈ റേഡിയസും ഇത് റേഡിയസ് തന്നെയാണ്. ആൻഡ് ഈ സർഫസിലുള്ള ഇതും റേഡിയസ് തന്നെയാണ്. ഇത് മക്കൾ കൃത്യമായി മനസ്സിലാക്കണം കേട്ടോ. ഇത് മനസ്സിലാക്കണം. ഇത് ഇങ്ങോട്ടുള്ളതൊക്കെ റേഡിയസാണ്. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില ആൻസർ ചെയ്യുമ്പോൾ ഫിഗേഴ്സ് വരുമ്പോൾ മനസ്സിലാവില്ല. സോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക.
ആൻഡ് നെക്സ്റ്റ് നോക്കിക്കോ വോളിയം ഇസ് ഈക്വൽ ടു 2/3 പൈ ആർ ക്യൂബ് 2/3 പൈ ആർ ക്യൂബ്. റെഡി? യെസ്. അപ്പോൾ ഈ 3 ഇക്വേഷൻ പഠിച്ചു വെക്കുക. അപ്പോൾ 3 ഇക്വേഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ നമുക്കിതാ ഈ ഒരു സാധനം നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇതൊരു സിലിണ്ടറാണ്. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 2 ഹെമിസ്ഫിയർ കൂട്ടി വെച്ച പോലെയുള്ള ഫിഗറാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫിഗർ എൻ്റെ മക്കൾ മനസ്സിലൊന്നുണ്ടാവണം. അതാണ് ഈ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ എക്സാമിന് ചോദിക്കാം. കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ അങ്ങനെയാണെങ്കിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ ചെയ്യാം. ശ്രദ്ധിച്ചോട്ടോ. യെസ്. എ ടോയ് ഈസ് ഇൻ ദ ഫോം ഓഫ് എ കോൺ ഓഫ് റേഡിയസ് 3.5 സെൻറ്റിമീറ്റർ 3.5 സെൻറ്റിമീറ്റർ mounted on a hemisphere of same radius. The total height of the toy is 15.5 സെൻറ്റിമീറ്റർ ആണ്. Find the total surface area of the toy. ശ്രദ്ധിച്ചോ. യെസ്. എഫ് ടോയ് ഇൻ ദ ഫോം ഓഫ് എ കോൺ ഓഫ് റേഡിയസ്. ഒരു കോൺ ഉണ്ട്. ഇതാണ് കോണ്. ഇവിടെ കോൺ കേട്ടോ. കോണ് സെറ്റാക്കി വെച്ചോ. ഒരു കോണ്. ആ കോണിൻ്റെ താഴെ എന്തുണ്ട്? ഒരു ഹെമിസ്ഫിയർ ഉണ്ട്. താഴെ മൗണ്ടഡ് ഹെമിസ്ഫിയർ ഇങ്ങനെ ഉണ്ട്. യെസ്. ഹെമിസ്ഫിയർ ഉണ്ട്. അതിൻ്റെ മേലെയോ താഴെയോ ഉണ്ട് ഹെമിസ്ഫിയർ. നമുക്ക് ചോദ്യം ഇതാണ്. ഇതിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 3.5 ആണ്. 3.5. അപ്പോൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് താഴേക്കുള്ളതും റേഡിയസ് ആട്ടോ. റേഡിയാണുള്ളതും 3.5 ആണ്. യെസ്. അപ്പോൾ അതൊക്കെ റേഡിയസ് ആണ്. യെസ്. 3.5 3.5. ആൻഡ് ദ ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ടോയ് ഈസ് 15.5. ടോട്ടൽ ഹൈറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ടോട്ടൽ ഹൈറ്റ് ആണ് എന്ത്? 15.5 15.5. അങ്ങനെയാണെങ്കിൽ ഈ ഹൈറ്റ് എത്രയാടാ? ഈ കോണിൻ്റെ മാത്രം ഹൈറ്റ് എത്ര? ഇതൊന്ന് വളഞ്ഞാണ്. ഒന്ന് റെഡിയാക്കി എടുക്കട്ടോ. ഈ കോണിൻ്റെ മാത്രം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കോണിൻ്റെ മാത്രം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ആ 15.5 നിന്ന് എന്ത് മൈനസ് ചെയ്താടാ? ഈ 3.5 മൈനസ് ചെയ്തതല്ലേ? സെറ്റിമസാ. സോ മകളെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 15.5. ആ 15.5 നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഈ 3.5 മൈനസ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ 15.5 ഉണ്ട്. അതിൽ നിന്ന് 3.5 മൈനസ് ചെയ്താൽ ബാക്കി ഈ ലെങ്ത് എത്ര ആയിരിക്കും എന്ന് പറഞ്ഞേ. എല്ലാവരും പറഞ്ഞേ. യെസ്. 12.5 ആണോ വരിക? 3.5 15 ടോട്ടൽ 15.5. 15.5 നിന്ന് ഈ 3. യെസ്. വെരി ഗുഡ്. യെസ്. ദേവൻ 12 വെറും 12. അപ്പോൾ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ നോക്ക് ഇവിടെ എന്തുണ്ട്? ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയില്ലേ? യെസ്. ഈ റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. നമ്മളോട് ചോദിച്ചത് ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയയാണ്. ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ഓഫ് ടോയ്. ഈ ടോയിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂട്ടണടാ? CSA കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോണ് പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോണിലേക്ക് എന്ത് കൂട്ടണം? യെസ്. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് CSA ഓഫ് സ്ഫിയർ കൂട്ടണം. ഇവർ രണ്ടാളും കൂടി ആഡ് ചെയ്യണ്ടേ? അപ്പോഴല്ലേ കിട്ടുള്ളൂ. നോക്കിക്കോ. ഈ കർവ്ഡ് സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് കിട്ടുള്ളൂ. രണ്ടിൻ്റെയും കർവ്ഡ് സർഫസ് ഏരിയയാണ് കൂട്ടേണ്ടത്. റെഡി ആണോടാ? സെറ്റ് ആണോ? യെസ്. അപ്പോൾ നോക്കിട്ടോ. രണ്ടിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ πRL ആണ്. പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ 2πr². നല്ലോണം ശ്രദ്ധിക്കണേ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ റേഡിയസ് എത്രയാണ്? റേഡിയസ് 3.5. അപ്പോൾ π ഇൻറ്റു r എന്ന് പറഞ്ഞാൽ π ഇൻറ്റു 3.5 ഇൻറ്റു L. ഈ L കണ്ടുപിടിക്കണ്ടേടാ. L കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ L കണ്ടുപിടിക്കാൻ നോക്ക്. ഇവിടെ റേഡിയസ് ഉണ്ട്, ഇവിടെ ഹൈറ്റ് ഉണ്ട്. ഇവിടെ പൈതഗോറസ് തിയറം എടുത്തൂടെ? ഇവിടെ പെർപെൻഡിക്കുലർ അല്ലേ? പൈതഗോറസ് തിയറം L² = h² + r² ചെയ്താൽ മതി. സോ L കണ്ടുപിടിക്കണം. യെസ്. ഹെമിസ്ഫിയർ അല്ലേ? ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയാണ് 2πr². സെറ്റ് ആണല്ലോ? യെസ്. അപ്പോൾ നോക്കിക്കോട്ടോ. സോ L² = L² =
എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞാൽ 12 ആണ്. സോ 12 സ്ക്വയർ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 3.5 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയായി 144 പ്ലസ് 35 സ്ക്വയർ 1225 ആണ്. അപ്പോൾ 3.5 സ്ക്വയർ 12.25 ദാറ്റ് ഈസ് ഈക്വൽ ടു 144ലേക്ക് 12.25 കൂട്ടിയാൽ എത്രയായി? യെസ് 156.25. സോ എൽ സ്ക്വയർ 156.25 ആണെങ്കിൽ എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 156.25 വിച്ച് ഇസ് ഈക്വൽ ടു എൽ ഇസ് ഈക്വൽ ടു 12.5 വരും. 12.5 എന്ന് വരും. യെസ് അപ്പോൾ അതാ ഈ 12.5 അപ്പോൾ എൽ എത്ര കിട്ടി? എൽ എന്ന് പറഞ്ഞാൽ 12.5 12.5 റെഡി ആണല്ലോ. യെസ് അങ്ങനെയാണെങ്കിൽ നോക്ക് എല്ലിന് എന്ത് കൊടുക്കാം? 12.5 പ്ലസ് 12.5 പ്ലസ് ശ്രദ്ധിച്ചോട്ടോ, ഞാൻ അതൊന്നൊന്നും ഇങ്ങോട്ട് ചെയ്തിട്ട് നാലതൊന്ന് യെസ് ഉണ്ടാവുള്ളൂ. ഓക്കെ റെഡി. പ്ലസ് 2πr സ്ക്വയർ. അപ്പോൾ അതാ പൈ ഇൻറ്റു ആർ ഇൻറ്റു എൽ നമ്മൾ എഴുതി. ഇനി 2πr സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3.5 സ്ക്വയർ റെഡി ആണല്ലോ. യെസ് ഇനി കാൽക്കുലേഷൻ എളുപ്പമാകാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഓരോന്ന് കേട്ടോ, ശ്രദ്ധിച്ചോ ശരിക്ക് ചെയ്തോ. യെസ് ഇവിടെ ദാ പൈക്ക് നമുക്ക് എന്ത് കൊടുക്കാം? പൈക്ക് പകരമായിട്ട് 22/7 കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 22/7 ഇൻറ്റു ഞാൻ അത് പുതിയൊരു പേജിലേക്ക് ചെയ്തിട്ട് കേട്ടോ. യെസ് എന്നാൽ ഒന്നും കൂടി നിങ്ങൾക്ക് വൃത്തിയാക്കിയിട്ട് സ്ഥലം കിട്ടും എഴുതാൻ. സോ പൈക്ക് പകരം എന്ത് കൊടുക്കാം? 22/7 22/7 ഇൻറ്റു 3.5 ശ്രദ്ധിച്ചോട്ടോ. ഈ പൈക്ക് പകരം 22/7 കൊടുത്തു. നെക്സ്റ്റ് 3.5 ഇൻറ്റു 12.5 ഇൻറ്റു 12.5 പ്ലസ് നെക്സ്റ്റ് ഇതാ 2πr. ഈ പൈക്ക് പകരം 2 ഇൻറ്റു പൈ അവിടെയും 22/7 കൊടുത്തു. സോ 2 ഇൻറ്റു 22/7 ഇൻറ്റു 3.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3.5 ഇൻറ്റു 3.5. ഇവിടെ നോക്ക് ഈ 3.5/7 കട്ട് ചെയ്തൂടെ? 7ൽ 3.5 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് 2. ആൻഡ് ഇതിൽ ഈ 22/2 ഇനി കട്ട് ചെയ്തോളൂ. 22/2 22/2 എത്ര? 11. അപ്പോൾ ഇവിടെ 11 ആയി. 11 ഇൻറ്റു ഇനി ബാക്കി ആരുള്ളത്? ഈ 11ഉം 12.5 11 ഇൻറ്റു 12.5 പ്ലസ് ഇവിടെ ഇതേപോലെ ശ്രദ്ധിച്ചോ 3.5ഉം 7ഉം കട്ട് ചെയ്തു. ഇവിടെ 2 ആയി. റെഡി? ആ 2ഉം ഈ 2ഉം കട്ടായി. ബാക്കി ഇനി ആരുള്ളത്? ഇവിടെ ആരുള്ളത്? 22 ഉണ്ട്, 3.5 ഉണ്ട്. സോ 22 22 ഇൻറ്റു 3.5. ഇനിയും കാൽക്കുലേഷൻ എളുപ്പമാകാൻ വേണ്ടി എന്ത് ചെയ്യണം? 2ൽ നിന്നും 11 പുറത്തെടുക്കണം. 2 നിന്നും 11. അപ്പോൾ നോക്കിക്കോട്ടോ, ഈ 22 നിന്ന് 11 പുറത്തെടുത്താൽ 22 എന്ന് പറഞ്ഞാൽ മക്കളെ 11 ഇൻറ്റു 2 അല്ലേ? അപ്പോൾ 2 നിന്നും 11 ഞാൻ പുറത്തെടുത്താൽ 11 ഇൻറ്റു 11 ഇൻറ്റു ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 12.5 12.5 പ്ലസ് ഇവിടെ എന്തുണ്ട്? 2 ഇൻറ്റു 3.5 2 ഇൻറ്റു 3.5 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു 12.5 പ്ലസ് 2 ഇൻറ്റു 3.5 2 ഇൻറ്റു 3.5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ്, 7 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 11 ഇൻറ്റു 12.5ഉം 7ഉം കൂട്ടിയാൽ 19.5. ഇന്ന് ഇതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 19.5 ഇൻറ്റു 11 1 ഇൻറ്റു 5 5 1 ഇൻറ്റു 9 9 1 ഇൻറ്റു 1 1 വീണ്ടും 5 9 1. സോ ഇവിടെ 5 ആയി. 14 1 9 10 11 2 21. യെസ് ഇവിടെ ദാ ഒരു പോയിന്റിന് ശേഷം ഒരാളുള്ളത് കൊണ്ട് പോയിന്റിന് ശേഷം ഒരാൾ ഉണ്ടായിരിക്കും. സോ 214.5 ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ് 214.5. യെസ് ആർക്ക്? ഓ മൈ ഗോഡ്, കുറച്ച് കുട്ടികളൊക്കെ ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. യെസ് അടിപൊളി. ആരൊക്കെ? അർഫാന അൻവർ പറഞ്ഞു, ഫസീല പറഞ്ഞു, യെസ് അമ്പാടി കണ്ണ പറഞ്ഞു, യെസ് ഫസീല വീണ്ടും പറഞ്ഞു, യെസ് പിന്നെ ആരൊക്കെ പറഞ്ഞു, യെസ് ലിനോ. ഓക്കെ യെസ് റെഡി. സെറ്റിമസ് റെഡി. സോ മക്കളെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോടാ. ഓക്കെ എൻ്റെ ഒരുപാട് മക്കൾ ഡയറി ഇവിടെ ഇരുന്ന് എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ആരൊക്കെ ഉറങ്ങാൻ പോയിട്ടുണ്ട്. ഓക്കെ യെസ് ഫസ്റ്റ് വന്ന ആരൊക്കെ കാണുന്നില്ല. സോ മക്കളെ ഇതേപോലെ ചെയ്തെങ്കിലേ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവുള്ളൂ. റെഡി ആണല്ലോ? യെസ്. സോ മക്കളെ ഇനി നമ്മൾ ഇതാണ് ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ ഇതിൽ ചെയ്തത്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ. സോ മക്കളെ ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ലൈവിൽ ചെയ്യുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ്.
സ്റ്റാറ്റിയിൽ നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻസും ഫോർമുലാസും കൃത്യമായി പറഞ്ഞുതരാം. അതിൻ്റെ ഓരോ എക്സാമ്പിൾ വേഗം ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശ്രദ്ധിച്ചേട്ടോ. യെസ്, ദ ഫസ്റ്റ് നമുക്ക് ഈ 3 ടോപ്പിക്സാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ജീന റോസ് 3 ടോപ്പിക്കാണ് പഠിക്കാനുള്ളത്. നോക്ക്, മീൻ ഓഫ് ഗ്രൂപ്പ് ഡാറ്റ, നെക്സ്റ്റ് മോഡ് ഓഫ് ഗ്രൂപ്പ് ഡാറ്റ ആൻഡ് മീഡിയൻ ഓഫ് ഗ്രൂപ്പ് ഡാറ്റ. ഈ മീന്, മോഡ്, മീഡിയൻ, ഈ 3 പഠിക്കാനുള്ളത്. ഷുവർ ക്വസ്റ്റ്യൻ ആണല്ലോ ഇതിൽ. യെസ്, അതിൽ ഓരോന്നും നമുക്ക് എടുക്കാം. ആദ്യം തന്നെ മീൻ എടുക്കാം. ആ മീനിൻ്റെ 3 മെത്തേഡ് പഠിക്കുന്നുണ്ട്. മോഡ് ഒരു മെത്തേഡുള്ളൂ, മീഡിയനും ഒരു മെത്തേഡുള്ളൂ. മീനിൻ്റെ 3 മെത്തേഡ് പഠിക്കുന്നുണ്ട്. സോ അതിൽ ഓരോ മെത്തേഡ് നോക്കാം. ഒന്നാമതാണ് ഡയറക്റ്റ് മെത്തേഡ്, രണ്ടാമത്തേതാണ് അസ്യൂംഡ് മീൻ മെത്തേഡ്, മൂന്നാമത്തേതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. അതിൽ ആദ്യത്തെ നമുക്ക് സെലക്ട് ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡ് ആദ്യം ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡ് അപ്പോൾ എപ്പോഴും അറിയാം, മീനി എന്ന് പറഞ്ഞാൽ സം ബൈ നമ്പർ ആണ്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സമ്മ് ഡിവൈഡഡ് ബൈ നമ്പറിൻ്റെ സമ്മ്. അതാണ് സിഗ്മ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ ഉള്ളത്. മാർക്ക് ഒബ്റ്റെയിൻഡ്, കുറച്ച് ഡാറ്റ തരും. ഏതൊരു ഡാറ്റ തന്നാലും ഇതിൻ്റെ ടോട്ടൽ സമ്മ്, ഇതെല്ലാം കൂടെ 10 + 20 ടോട്ടൽ സമ്മും ഈ നമ്പേഴ്സിൻ്റെ ടോട്ടൽ സമ്മും അത് തമ്മിൽ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. നമുക്ക് അറിയുന്നതാണല്ലോ. ശ്രദ്ധിച്ചോട്ടോ. യെസ്, മാർക്ക് ഒബ്റ്റെയിൻഡ് ഇങ്ങനെ കള്ളിയിൽ എഴുതി. ആൻഡ് ഇവിടെ എന്തുണ്ട്, യെസ് ഇതിൻ്റെ നമ്പേഴ്സ് എണ്ണുണ്ട്. ഇത് ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. 10 × 1 10, 20 × 1 20, 36 × 308. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, എഫ് ഐ എക്സ് ഐ കിട്ടും. ക്ലിയർ ആണല്ലോ. ആ എഫ് ഐ എക്സ് ഐൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക. മക്കളെ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പം പ്ലസ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അറിയാതെ ചെറിയ മിസ്റ്റേക്ക് വരുത്തത് കേട്ടോ. യെസ്, അപ്പോൾ ഇവിടെ കിട്ടേണ്ട ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. അവസ്ഥയാണ്. അപ്പോൾ നോക്ക്, ഈ 1779 കിട്ടേണ്ടവർക്ക് 1778 കിട്ടിയാൽ കഴിഞ്ഞു. അപ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി എൻ്റെ മക്കൾ ചെയ്യട്ടോ. റെഡിയാണല്ലോ. യെസ്, നല്ല ശ്രദ്ധ വേണേ. അപ്പോൾ നോക്ക്, ഇതാണ് ഇതിൻ്റെ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ സമ്മ് 30 ആണ്. സോ ഡയറക്റ്റ് സിഗ്മ എഫ് ഐ എക്സ് ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ 1779 ഡിവൈഡഡ് ബൈ 30 ചെയ്താൽ കിട്ടും 59.3 ആണ് ഇതിൻ്റെ യെസ് മീനി വരിക. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇതെല്ലാവർക്കും ഓക്കെ അല്ലേടാ? യെസ് യെസ് യെസ്, റെഡി. ഓക്കെ, റെഡി. സെറ്റ് മസ. സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെൽ ആയിട്ട് തന്നാൽ എന്താ ചെയ്യേണ്ടി? ക്ലാസ് ഇൻ്റർവെൽ ആയി തന്നാൽ ഇത് ഡയറക്റ്റ് മെത്തേഡ് തന്നെ കേട്ടോ. ഇതും ഡയറക്റ്റ് മെത്തേഡാണ്. 10 to 25, 25 to 40 ഇങ്ങനെ ക്ലാസ് ഇൻ്റർവെൽ ആയിട്ട് തന്നു. നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നു. അപ്പോൾ നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമ്പർ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ ദേവൻ ഈസ് ഹിയർ. സർ എന്താടാ? ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേടാ. യെസ്, ക്ലാസ് മാർക്ക് നമ്മൾ എഴുതണം. യെസ്, ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പർ ക്ലാസ് ലിമിറ്റ് പ്ലസ് ലോവർ ക്ലാസ് ലിമിറ്റ്. അപ്പർ ക്ലാസ് ലിമിറ്റ് പ്ലസ് ലോവർ ക്ലാസ് ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അത് കൂട്ടിയിട്ട് അതിൻ്റെ പകുതി, അതിൻ്റെ മിഡിൽ ടേം എടുക്കുക. യെസ്, മിഡിൽ ടേം. അപ്പോൾ നോക്ക് 10, 25, 25, 40, 40, 55. ഇതിൻ്റെ ഒക്കെ ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 10, 25, 35, 35ൻ്റെ പകുതി 17.5. ഇതും കൂട്ടാ പകുതി എടുക്കുക. 40, 55 കൂട്ടാ പകുതി എടുക്കുക. 55, 70 കൂട്ടാ പകുതി എടുക്കുക. അതാണ് UP പ്ലസ് യെസ് ബേസിക് മാത്ത് ടെക്സ്റ്റ് ബുക്ക് മാത്രം മതിയോ പഠിക്കാൻ പ്ലസ് PYQ. അങ്ങനെയാ. ബേസിക് മാത്ത് പഠിക്കുക, ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ക്വസ്റ്റ്യനും പഠിക്കുക, പ്രീവിയസ് ഇയർ ഫുള്ള് പഠിക്കുക. ഓക്കെ, എല്ലാം ചെയ്ത് നോക്കണം. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്താലേ മാത്സിൽ നിങ്ങൾക്ക് A1 കിട്ടുള്ളൂ. നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്യണം. നമ്മൾ ഇക്വേഷൻസും കോൺസെപ്റ്റും മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പം NCERT ഫുള്ള് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അതേ ടൈപ്പ് എക്സാമിന് വരിക. പ്രീവിയസ് ഇയർ ഒരു 5-6-7 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് ഫുള്ള് ചെയ്ത് പഠിക്കുക. അതാണ് മിനിമം നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ എക്സ്ട്രാ ബുക്കൊക്കെ റെഫർ ചെയ്തിട്ട് അത് ചെയ്തുകൊണ്ട് സമയം ഉണ്ടാവുകയാണെങ്കിൽ. ഓക്കെ, റെഡി. സോ മക്കളെ നോക്കിക്കോ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ മീഡിയം ക്ലാസ് എടുക്കുക. ആ ഒരു സ്റ്റെപ്പ് മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. നേരത്തെ ഡയറക്റ്റ് ചെയ്ത പോലെ 2 ഇൻറ്റു ഈ ക്ലാസ് മാർക്ക്. ഇവിടെ എന്താണ് FI, ഇതാണ് XI. FI XI ഇങ്ങനെ ഇൻറ്റു ചെയ്യുക. അതെല്ലാം കൂടെ കൂട്ടുക. സിഗ്മ FI XI 1860 ഡിവൈഡഡ് ബൈ സിഗ്മ FI ഡയറക്റ്റ് ചെയ്യുക. 1860 ഡിവൈഡഡ് ബൈ 30. അപ്പോൾ 62 കിട്ടും. റെഡി ആണല്ലോ. യെസ്, സെറ്റ് മസ. സോ മക്കളെ, ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇനി നെക്സ്റ്റ് നമ്മുടെ അസ്യൂംഡ് മീൻ മെത്തേഡ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അസ്യൂംഡ് മീൻ മെത്തേഡ് നല്ലോണം ശ്രദ്ധിച്ചോ. യെസ്, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് ഇപ്പോൾ ക്ലിയർ ആക്കിക്കോട്ടോ. ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. യെസ്, അസ്യൂംഡ് മീൻ മെത്തേഡ്. യെസ്, അപ്പോൾ നോക്കിക്കോ.
അസ്യൂംഡ് മീൻ മെത്തേഡിൽ ഈ പേരിൽ തന്നെ ഉണ്ട് എന്താണ് ഈ മെത്തേഡ് എന്ന്. അസ്യൂംഡ് മീൻ, ഒരു മീൻ നമ്മൾ അസ്യൂം ചെയ്യുന്നു, ഒരു മീൻ അസ്യൂം ചെയ്യുക. ആ അസ്യൂം ചെയ്യുന്നതാണ് ഇവിടെ എ അസ്യൂം ചെയ്യുക. ആൻഡ് മീൻ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബാർ ആണ്. എന്താ ഡി ബാർ? ഡി ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഐ ഡി ഐ ബൈ സിഗ്മ എഫ് ഐ. അപ്പം ഇവിടെ ഡി ഐ കാണണം. ആ ഡി ഐ ആണ് എക്സ് ഐ മൈനസ് എ. ഓരോന്നിൻ്റെയും എക്സ് ഐ മൈനസ് എ. ആ എ മൈനസ് ചെയ്ത വാല്യൂ അവിടെ ഇതാ, അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള സം എടുക്കുക. യെസ്, അതിൻ്റെ മീനാണ് ഡി ബാർ. അതിലേക്ക് എ കൂട്ടിയാൽ എന്താവും? യെസ്. അപ്പോൾ ഇത് ഫോർമുല അങ്ങോട്ട് പഠിച്ചിരിക്കുക. അസ്യൂംഡ് മീൻ മെത്തേഡിൽ ഡയറക്റ്റ് മെത്തേഡ് ഫോർമുല എന്താടാ? അപ്പോൾ അതല്ലേ പറഞ്ഞത്, എവിടെ ഇരുന്നു? ഇവിടെ ഇല്ലേ? അതാണ് ഡയറക്റ്റ് മെത്തേഡൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടോ. ഇനി ചോദിക്കരുതേ. ഇതാ ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോർമുല ഇതാണ് ഫോർമുല. ഡയറക്റ്റ് മെത്തേഡ് ഇനി ചോദിക്കരുത്. ഓരോന്ന് കൃത്യമായിട്ടുണ്ട് കേട്ടോ. യെസ്, ഇനി ചോദിക്കരുത്. നമ്മളിതാ അസ്യൂംഡ് മീൻ മെത്തേഡിലേക്ക് എത്തി റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ, നേരം വൈകി വന്നവരുണ്ടെങ്കിൽ. സാർ നമ്മളെ അസ്യൂംഡ് മീൻ മെത്തേഡിൽ ഇക്വേഷൻ ഇത് പഠിച്ചാൽ മതി. എ പ്ലസ് ഡി ബാർ. എന്താണ് ഡി ബാർ? ഡി ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഐ ഡി ഐ ബൈ എഫ് ഐ. അത് പഠിച്ചു വെക്കണം. സിഗ്മ എഫ് ഐ ഡി ഐ ബൈ സിഗ്മ എഫ് ഐ. എന്താണ് ഡി എന്ന് പറഞ്ഞാൽ എക്സ് ഐ മൈനസ് എ. അപ്പോൾ നോക്കിക്കോ, ഒരു എക്സാമ്പിൾ നോക്കിക്കോ. സെയിം എക്സാമ്പിൾ. യെസ്, സർ ഒരു ഫ്രീക്കനാണ് ഇവിടെ. ക്ലാസ് ശ്രദ്ധിക്കുക. ഓക്കെ സാർ, മകളെ ഇവിടെ നോക്കി. ക്ലാസ് ഇൻ്റർവെല്ലിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ എന്തുണ്ട്? നമ്മുടെ ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ നിന്ന് ശ്രദ്ധിച്ചോ, ക്ലാസ് ഇൻ്റർവെൽ ഇവിടെ ഉണ്ട് ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്. ആദ്യം തന്നെ ക്ലാസ് മാർക്ക് ചെയ്ത അടുത്ത കളിയിൽ ക്ലാസ് മാർക്ക്. എന്താ ക്ലാസ് മാർക്ക്? ഇതിൻ്റെ സെൻറ്റർ മിഡിൽ പോയിന്റ്. ആ മിഡിൽ പോയിന്റ് എഴുതി എല്ലാ ക്ലാസ്സിൻ്റെയും മിഡിൽ പോയിന്റ് ഇവിടെ എഴുതി. ആൻഡ് നെക്സ്റ്റ് കളിയിൽ ഏത് മെത്തേഡിലാ? അസ്യൂംഡ് മീൻ മെത്തേഡിൽ മൂന്നാമതൊരു കള്ളി ഉണ്ടായിരിക്കും. ഇതാണ് പുതിയ വന്ന കള്ളി. ഇതുവരെ നമ്മൾ ഓൾറെഡി എഴുതിയ സാധന. ഈ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ മിഡിൽ ടേം അവിടെ എഴുതി. യെസ്, അസ്യൂംഡ് മീൻ മെത്തേഡിൽ ഇതാ അവിടെ ഡി ഐ ഉണ്ടായിരിക്കും. ഇതാണ് പഠിച്ചു വെക്കേണ്ടത്. ഡി ഐ ഈക്വൽ ടു എക്സ് ഐ മൈനസ് എ. ഇതാണ് എ. ഈ 47.5 ആണ് എ. പഠിച്ചു വെച്ചോ. എ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താക്കുന്നത്? യെസ്, ഇവിടെ എ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എവിടെ അസ്യൂം ചെയ്യാടോ? എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏകദേശം ഒരു മിഡിൽ എടുക്കുക. ഇതിൽ 1 2 3 4 5 6 6 6 അതിൻ്റെ ഒരു സെൻറ്റർ ഇതും സെൻറ്ററിൽ കിടക്കുന്നത്. അതിൽ ആദ്യത്തെ ആളെടുത്തു. ഏതെടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇവനെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൽ ആദ്യത്തെ ആളെടുക്കുക. നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്യുക. 47.5 ആണ് എ ആക്കിയെടുത്തത്. ഇവനാണ് എ. റെഡി ആണല്ലോ? യെസ്. അപ്പോൾ ഏകദേശം ഒരു അസ്യൂം ചെയ്ത മിഡിലുള്ള ഒരാളെടുക്കുക. റെഡി? അവനാണ് എ. ഇനി എന്ത് ചെയ്യുക? യെസ്. അപ്പോൾ ഇവിടെ ഓരോന്ന് എക്സ് ഐ മൈനസ് 47. ഇനി ഓരോന്നൊന്നും ഈ 17.5 47.5 മൈനസ് ചെയ്യാം. -30. അടുത്തത് 32.5 47.5 മൈനസ് ചെയ്യാം. -15. അങ്ങനെ ഓരോന്നും ആ എ മൈനസ് ചെയ്തിട്ട് ഇവിടെ ഇതാ. അതാണ് ഡി ഐ. ഈ കിട്ടുന്നതാണ് എന്ത്? ഇവനെയാണെന്ത്? ഡി ഐ എന്ന് പറയാം. ഇനി അടുത്ത കളിയിൽ എഫ് ഐ ഡി ഐ, അതായത് ഈ 2 × -30, 3 × -15, 7 × 0, 6 × 15, 6 × 30, 6 × 45 അതെല്ലാം എഴുതിയിട്ട് ഇവിടെ എഴുതുക. ഇതാണ് എഫ് ഐ ഡി ഐ. നെക്സ്റ്റ് കളി എഫ് ഐ ഡി ഐ. ആ എഫ് ഐ ഡി ഐൻ്റെ സമ്മാണ് ലാസ്റ്റ് ഇവിടെ ഉണ്ടാവുക. സിഗ്മ എഫ് ഐ ഡി ഐ ആണ് ഇവിടെ ഉണ്ടാവുക. അതാണ് 435. ഇനി നമുക്ക് ഇതാണ് കള്ളി. ഈ കള്ളി വരച്ച് ചെയ്ത് പഠിക്കണം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുക. എക്സ് ബാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ബാർ. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് ഡി ബാർ. എ പ്ലസ് ഡി ബാർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ഡി ബാർ എന്ന് പറഞ്ഞാൽ എന്തായി? എന്താണ് സിഗ്മ എഫ് ഐ ഡി ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. സിഗ്മ എഫ് ഐ ഡി ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. എന്താ സിഗ്മ എഫ് ഐ ഡി ഐ? എഫ് ഐ ഡി ഐ എന്ന് പറഞ്ഞാൽ 435. ഈ എഫ് ഐ ഡി ഐ മുഴുവനായിട്ട് കൂട്ടുക. -60 പ്ലസ് -45 പ്ലസ് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക. അപ്പം 435 കിട്ടും. ആ 435 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഈക്വൽ ടു 30. എ എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? 47.5. അത് ഡയറക്റ്റ് കൊടുത്താൽ മതി. 47.5 ഇതാണ് എ പ്ലസ് ഇതാണ് എഫ് ഐ ഡി എ 435. ഇതാണ് എഫ് ഐ. അപ്പോൾ അതാ ഡയറക്റ്റ് ചെയ്യുക. എ പ്ലസ് 435 ഡിവൈഡഡ് ബൈ 30 ദാറ്റ്സ് ഈക്വൽ ടു 47.5 47.5 പ്ലസ് ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും 14.5. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 62 62.
62. This is assumed mean method. സെറ്റ് ആണോടാ? റെഡി ആണോ? റെഡി ആണെങ്കിൽ എല്ലാവരും റെഡി പറഞ്ഞേ. സെറ്റ് ആണെങ്കിൽ എല്ലാവരും സെറ്റ് പറഞ്ഞേ. സെറ്റ് മസാ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മൂന്നാമത്തെ മെത്തേഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ലാസ്റ്റ് മെത്തേഡ്. യെസ്, മീനിൻ്റെ മൂന്നാമത്തെ മെത്തേഡ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ മക്കളെ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് എച്ച് ഇൻറ്റു യു ബാർ. ഇതാണ് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. എക്സ് ബാർ ഈക്വൽ ടു എ പ്ലസ് എച്ച് ഇൻറ്റു യു ബാർ. എന്താണ് എച്ച് ഇൻറ്റു യു ബാർ? യു ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. യു ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് ഐ. വാട്ട് ഈസ് യു ഐ? യെസ്, യു ഐ എന്താണ് കണ്ടുപിടിക്കണം. റെഡിയാണല്ലോ. യു ഐ എന്ന് പറഞ്ഞാൽ എക്സ് ഐ മൈനസ് എ ഡിവൈഡഡ് ബൈ എച്ച്. അപ്പോൾ എ എന്താ നമുക്കറിയാം. എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് വീണ. എന്താണ് എച്ച്? ഇവിടെ പുതിയ ഒരാൾ വന്നു, എച്ച് വന്നു. ഇതുവരെ എക്സ് വൈ മൈനസ് എ ഉള്ളതിനും അതിക്കൊരു എച്ചും കൂടി വന്നു. അതെ, ഡി ഐ ബൈ എച്ച് എന്ന് എഴുതാം. ഇറ്റ്സ് വെരി ഗുഡ്, സൂപ്പർ. ആ എച്ച് എന്ന് പറഞ്ഞാൽ ക്ലാസ് സൈസാണ്. ക്ലാസിൻ്റെ സൈസ്, ആ ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ സൈസ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അതൊന്ന് ഡിവൈഡ് ചെയ്താലും കൂടി മതി. ഇതാ നോക്കിക്കോട്ടോ, സെയിം പോയിന്റ്, സെയിം ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. യെസ്, സെയിം പോയിന്റ് നമുക്ക് എടുക്കാം. സോ നോക്കിക്കോ, ഇവിടെ 10-25, 10-25, 10-25, 25-40. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഉള്ള ഈ ഇൻ്റർവെല്ലിൻ്റെ സൈസ് എത്ര? 10ലേക്ക് 15 അല്ലേ കൂടിയത്? അല്ലേ? ഇവിടെ 25ലേക്ക് 15 അല്ലേ കൂടിയത്? റെഡിയാണോ? അപ്പോൾ ഇതാണ് എച്ച് എന്ന് പറഞ്ഞാൽ ഈ 15ആണ്. എച്ച് എന്ന് പറഞ്ഞാൽ ഈ 15. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എത്രയാണ് അവിടെ കൂടുന്നത് അതാണ് എന്ത്? യെസ്, ആ സൈസ് അതാണ് എച്ച് സീക്വൾഡ്. ഇവിടെ എത്രയാണ്? 15. ആൻഡ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ 47.5 എ ആക്കി എടുത്തിരുന്നത്. അസ്യൂംഡ് മീൻ എ എന്ന് പറഞ്ഞാൽ 47.5. റെഡിയാണല്ലോ. അപ്പോൾ നോക്ക്, ഇവിടെ ഈ എക്സ് ഐ യു ഐ, ഇവിടെ എ എന്ന് പറഞ്ഞാൽ 47.5. അത് നമ്മളിവിടെ കണ്ടുപിടിച്ചു ഓരോന്നും. ആൻഡ് എക്സ് യു ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ഐ മൈനസ് എ 47.5ലേക്ക് 47.5 ഡിവൈഡഡ് ബൈ എച്ച് സീക്വൾ ഇവിടെ എത്രയാണ്? 15 ഡിവൈഡഡ് ബൈ 15. അത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടും. ഈ സാധനത്തിന് -30 ഡിവൈഡഡ് ബൈ 15 -2 -15 ബൈ 15 -1 0 1 2 3. അതിൻ്റെ എഫ് ഐ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് എന്ത്? എഫ് ഐ യു ഐ. ഈ യു ഐയും എഫ് ഐയും മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 -4, 2 × -2 -4, 3 × -1 -3. നെക്സ്റ്റ് 7 × 0 0, 6 × 1 6, 6 × 2 12, 6 × 3 18. ഇനി അതെല്ലാം കൂടെ കൂട്ടുന്നതാണ് സിഗ്മ എഫ് ഐ യു ഐ. ദാറ്റ് ഈസ് ഈക്വൽ ടു 29. ഇവിടെ ഒക്കെ ഏത് മെത്തേഡിൽ ചെയ്യുമ്പോഴും അവിടെ സെയിം അല്ലേ നോക്കുന്നത് കിട്ടുന്നത്? ഏത് മെത്തേഡിൽ ചെയ്യുമ്പോഴും സെയിം ക്വസ്റ്റ്യൻ അല്ലേ, അല്ല സെയിം ആൻസർ അല്ലേ കിട്ടുന്നത്? യെസ്. അപ്പോൾ നോക്കിക്കോട്ടോ, ഇവിടെ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് എച്ച് ഇൻറ്റു സിഗ്മ എഫ് ഐ യു ഐ ഡിവൈഡ് ബൈ സിഗ്മ എഫ് ഐ. അപ്പോൾ നോക്ക്, എ എന്ന് പറഞ്ഞാൽ 47.5, എ എന്ന് പറഞ്ഞാൽ 47.5. നെക്സ്റ്റ് എച്ച് എന്ന് പറഞ്ഞാൽ ക്ലാസ് സൈസ്, അതാണ് എച്ച് 15. 29 ഡിവൈഡഡ് ബൈ 30 ആണെന്ത്? എഫ് ഐ യു ഐ ആണ് 29, സിഗ്മ എഫ് ഐ ആണ് 30. അത് ചെയ്താൽ 47.5 ഇൻറ്റു ഇതങ്ങോട്ട് ചെയ്താൽ എത്ര കിട്ടും? യെസ്, ഇവിടെ 15 ബൈ 30 ഇവിടെ 2 കിട്ടും. 29 ബൈ 2 14.5. ആ 14.5ഉം 47.5ഉം കൂട്ടിയാൽ 62 ഈസ് ദ കറക്റ്റ് ആൻസർ. സെറ്റാണോടാ? സെറ്റാണോ? സോ അങ്ങനെയാണെങ്കിൽ ഇതാണ് എന്ത്? നമ്മുടെ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്. ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഈ 3 മെത്തേഡിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കണ്ട് സെറ്റാക്കി പഠിച്ചു വെക്കുക. ഓക്കെ, ഷുവറായിട്ടും ചോദിക്കും. നിങ്ങൾക്ക് എക്സാമിന് സെപ്പറേറ്റ് മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ ആ മെത്തേഡിൽ തന്നെ ചെയ്യാം കേട്ടോ. മെത്തേഡ് സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ ആ മെത്തേഡിൽ തന്നെ ചെയ്യാം. റെഡി ആണല്ലോ? യെസ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മക്കളെ മോഡ് ഓഫ് ഗ്രൂപ്പ് ഡാറ്റ. ഇനി 2 എണ്ണം കൂടിയുള്ളൂ, മോഡ് ആൻഡ് മീഡിയനും കൂടി പഠിക്കാനുള്ള ഈ ചാപ്റ്ററിൽ. സോ മോഡ് ഓഫ് ഗ്രൂപ്പ് ഡാറ്റ. എന്താണ് മോഡ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. മോഡ് ഇസ് ഈക്വൽ ടു എൽ പ്ലസ് F1 മൈനസ് F0 ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു എച്ച്. കൃത്യമായി പഠിച്ചു വെക്കണം. ഷുവറായിട്ടും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. കൃത്യമായി പഠിച്ചു വെക്കുക.
റെഡിയാണല്ലോ? യെസ്. അവിടെ നോക്ക് മോഡ് ഈക്വൽ ടു എൽ പ്ലസ് സർ ഞാൻ ന്യൂ ആ. ഓക്കെ യെസ്, ഞാനും ന്യൂ ആണ് നിങ്ങളുടെ ക്ലാസ്സിലേക്ക്. ഗെയിമിംഗ് വിത്ത് ക്യാൻസൂല 8 7 6 4. ഓക്കെ യെസ്, ഇവിടെ ശ്രദ്ധിക്കട്ടോ. ഓക്കെ, സോ മോഡ് എന്ന് പറഞ്ഞാൽ എൽ പ്ലസ് f1 minus f0 divided by 2f1 minus f0 minus f2 into h. ഇവിടെ ശ്രദ്ധിക്കേ. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്. ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ്. അപ്പോൾ എന്താ ഈ മോഡൽ ക്ലാസ്? മോഡൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്രീക്വൻസി ഉള്ള, മാക്സിമം എണ്ണമുള്ള മോഡൽ ക്ലാസ്. അതായത് ക്ലാസ് വിത്ത് മാക്സിമം ഫ്രീക്വൻസി ഈസ് കോൾഡ് മോഡൽ ക്ലാസ്. മാക്സിമം ഫ്രീക്വൻസി, ക്ലാസ് വിത്ത് മാക്സിമം ഫ്രീക്വൻസി ഈസ് കോൾഡ് മോഡൽ ക്ലാസ്. സോ ആ മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ്, മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റാണ് എല്ലിന് പകരം കൊടുക്കേണ്ടത്. എച്ച് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് ക്ലാസ് ഇൻ്റർവെല്, അതിൻ്റെ സൈസ് അത് നമ്മൾ പഠിച്ചതാണ്. F1 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് മോഡൽ ക്ലാസ്, ആ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി അത് നമുക്ക് പഠിക്കാം. എന്താണ് കൃത്യമായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരാം. F0 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ക്ലാസ് പ്രിസീഡിങ് ദ മോഡൽ ക്ലാസ്, മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസിൻ്റെ തൊട്ട് ബാക്കത്തെ ഫ്രീക്വൻസി. ആൻഡ് F2 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് ക്ലാസ് സക്സീഡിങ് ദ മോഡൽ ക്ലാസ്, മോഡൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസിൻ്റെ നെക്സ്റ്റ് പിന്നെയുള്ള അപ്പുറത്തുള്ള. യെസ്, അതായത് ഇതാണ് നമ്മുടെ കളി. ഈ ബോക്സിൽ ഏറ്റവും കൂടുതലുള്ള ഫ്രീക്വൻസി ഏതാ? ഇവിടെ നോക്ക്, 8 അല്ലടാ, 8 അല്ല ഏറ്റവും കൂടുതൽ. ഇവിടെ 7 2 2 1, അതിൽ ഏറ്റവും കൂടുതൽ 8 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ ക്ലാസ്, ഇതാണ് മോഡൽ ക്ലാസ്. അതാദ്യം മനസ്സിലാക്കുക. റെഡിയാണല്ലോ? അപ്പോൾ ഈ 3 to 5 ആണ് നമ്മുടെ മോഡൽ ക്ലാസ്. ആ മോഡൽ ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 3 ആണ്. അതാണ് എൽ എന്ന് പറഞ്ഞാൽ 3 ആണ്. റെഡി? നെക്സ്റ്റ് ഇതാ എച്ച് എന്ന് പറഞ്ഞാൽ 1 to 3, 3 to 5, 5 to 7, 7 to 9, 9 to 11. അവിടെയുള്ള ക്ലാസ് ഇൻ്റർവെലിൻ്റെ സൈസ് എത്ര? 2 അല്ലേ? യെസ്, അപ്പോൾ എച്ച് എന്ന് പറഞ്ഞാൽ അതാണ് സൈസാണ് എച്ച്, അതാണ് 2. ആൻഡ് F1 എന്ന് പറഞ്ഞാൽ ഈ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി. യെസ്, ഇവനാണ് F1. F0 എന്ന് പറഞ്ഞാൽ തൊട്ട് ബാക്കിലെ, തൊട്ട് മുന്നത്തത് ഇതാ. F0 എന്ന് പറഞ്ഞാൽ ഈ മോഡൽ ക്ലാസ്സിന് തൊട്ട് ബാക്കത്തത് ഇതാ, ഇവനാണ് F0 7. അപ്പോൾ F1 = 8, F0 = 7. ആൻഡ് F2 എന്ന് പറഞ്ഞാൽ ഈ മോഡൽ ക്ലാസ്സിൻ്റെ തൊട്ടിപ്പുറത്ത ആൾ. യെസ്, F0 ബാക്കത്തെ ആളാണ്, F2 രണ്ടാമത്തെ ഇങ്ങോട്ടുള്ള ആൾ. അപ്പോൾ ഇവന് ഈ 2 ആണ് എന്ത്? F2 2 ആണ് F2. സോ F2 എന്ന് പറഞ്ഞാൽ 2. ഇത്രയേ ഉള്ളൂ. ഇത്രയും വാല്യൂസ് നിങ്ങൾ എന്താക്കിയാൽ മതി? സെറ്റാക്കിയാൽ മതി. ഇത്രയും വാല്യൂസ് നിങ്ങൾ പഠിച്ചാൽ മതി. സെറ്റാണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇത് ഡയറക്റ്റ് അങ്ങോട്ട് കൊടുക്കുക. ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ ആൻസർ ആയി. സിമ്പിളാടാ. ഇക്വേഷൻ നേരെ കൊടുത്താൽ മതി. എൽ എന്ന് പറഞ്ഞാൽ 3 കൊടുത്തു. 3 പ്ലസ് F1 എന്ന് പറഞ്ഞാൽ ആ മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 8 മൈനസ് F0 എന്ന് പറഞ്ഞാൽ പ്രൊസീഡിങ് തൊട്ട് ബാക്കത്തത് 7, 2 into F1 അപ്പോൾ 2 into 8 മൈനസ് F0 എന്ന് പറഞ്ഞാൽ 7 മൈനസ് F2 എന്ന് പറഞ്ഞാൽ 2, F2 എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഫ്രീക്വൻസി ഇൻറ്റു 2 ഇൻറ്റു ഹൈറ്റ് അല്ലേ ഇൻറ്റു എച്ച്, ആ സൈസ് ക്ലാസ് സൈസ് എത്രയാണ്? 2 ആണ്, H 2 ആണ്. സോ മക്കളെ എന്തായി? 3 പ്ലസ് ഇത് ചെയ്താൽ നമുക്ക് 2/7 കിട്ടും. 2/7 ഇത് മുഴുവൻ ചെയ്താൽ 2/7 ആയി. സോ 3 + 2/7 ചെയ്താൽ 3.286 ഈസ് ദ ആൻസർ. സോ ഇത്രയേ ഉള്ളൂ. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. L plus F1 minus F0 divided by 2F1 minus F0 minus F2 into H. കാണാതെ പഠിച്ചോ? L plus F1 minus F0 divided by 2F1 minus F0 minus F2 into H. റെഡി ആണല്ലോ? യെസ്. സെറ്റിമ സോ മക്കളെ, ഇനി അവസാനത്തെ കോൺസെപ്റ്റ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിയാൻ വേണ്ടി പോവാണ്. സോ ലാസ്റ്റ് കോൺസെപ്റ്റ്, മീഡിയൻ ഓഫ് ഗ്രൂപ്പ്ഡ് ഡാറ്റ. ഗ്രൂപ്പ് ഡാറ്റയുടെ മീഡിയൻ. യെസ്, മീഡിയൻ എന്താ എന്നുള്ളത് കൃത്യമായി പഠിച്ചോട്ടോ. മീഡിയൻ ഷുവറായിട്ടും ചോദിക്കും. മീഡിയൻ. സോ മക്കളെ, മീഡിയനിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. മീഡിയൻ ശ്രദ്ധിച്ചോട്ടോ. മീഡിയൻ എന്ന് പറഞ്ഞാൽ മിഡിൽ മോസ്റ്റ് ഒബ്സർവേഷൻ ഇൻ ദ ഡാറ്റ. ഡാറ്റയിൽ നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതിയിട്ട് അതിലുള്ള മിഡിലുള്ള ആൾ അസെൻഡിങ് ഓർഡറിൽ. അപ്പോൾ അതിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ n എന്ന് പറഞ്ഞാൽ അതിലെ എണ്ണം ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2 ഒബ്സർവേഷൻ ആണ് മീഡിയൻ. ഇപ്പോൾ 23 ആൾക്കാരാണ് ടോട്ടൽ ഉള്ളതെങ്കിൽ 23 ആൾക്കാരുള്ളതാണെങ്കിൽ അതിലെ
മിഡിൽ ആരുണ്ടാവുക n+1/2 എന്ന് പറഞ്ഞാൽ 23ലേക്ക് ഒന്നുകൂടി 24/2 12th ടേം ആണ് മീഡിയൻ. 12ാമത്തെ ടേം എന്താണോ അതാണ് അതിൻ്റെ മീഡിയൻ. ഇനി ഇതാ ഇറ്റ് ഈസ് ഈവൻ ആണെങ്കിൽ ഈവൻ നമ്പർ ആണെങ്കിൽ n/2ഉം n/2 + 1th ടേമിൻ്റെയും മിഡിലുള്ള പകുതി, അതായത് ആവറേജ് ഓഫ് n/2 ആൻഡ് n/2 + 1th. അതായത് ഇപ്പം 20 ടേംസ് ആണുള്ളതെങ്കിൽ 20ൻ്റെ പകുതി n/2 10, 10ാമത്തെ ടേം പ്ലസ് 11th തൊട്ടടുത്ത ആൾ 11ാമത്തെ ടേമും കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുമ്പോഴാണ് എന്ത് കിട്ടുക? യെസ്, 10th ടേമും 11th ടേമും കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുമ്പോഴാണ്. യെസ്, ദേവൻ സർ എന്ന് വിളിക്കുന്നുണ്ട്. എന്താടാ ഒന്ന് മൈൻഡ് ആക്കൂ സാറേ, എന്താണ് കാര്യം പറയണേ? സർ എന്നേ കാണുന്നുള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, അപ്പോൾ ഞാൻ മൈൻഡ് ആക്കും കേട്ടോ. കുട്ടനെ ദേവൻ കുട്ട പറ, വേം പറ നമുക്ക് സമയമില്ല, വേം പറ. ദേവൻ എന്താ ചോദിക്കുന്നത് നോക്കട്ടെ കേട്ടോ. ദേവൻ പറയടാ. ദേവൻ പറയൂ. ദേവൻ മിണ്ടുന്നില്ല. ഓക്കെ, ദേവൻ ഡൗട്ട് ചോദിച്ചോട്ടോ. ചോദിച്ചോ. ഓക്കെ, കണ്ടില്ല, ദേവൻ പോയി തോന്നുന്നു. സോ മകളെ, യെസ്, മീഡിയൻ ഓഫ് ഗ്രൂപ്പ് ഡാറ്റ ഇതാണ് മീഡിയൻ. മീഡിയൻ ഇസ് ഈക്വൽ ടു L + n/2 മൈനസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF ഡിവൈഡഡ് ബൈ F ഇൻറ്റു ഹൈറ്റ്. L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ്. ദേവൻ പോയോ? L എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ്. ആൻഡ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് CF ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ക്ലാസ് പ്രൊസീഡിങ് ദ മിഡിൽ ക്ലാസ്. മീഡിയൻ ക്ലാസിൻ്റെ തൊട്ട് മുന്നേ ഉള്ള എന്ത്? യെസ് കാണുന്നില്ലടാ. എന്ത് ചോദിക്കുന്നുണ്ടോ? സീരിയസ്ലി കാണുന്നില്ല. ഒന്ന് മൈൻഡ് ആക്കൂ സാറേ എന്നുള്ളതും സർ എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂടാ. യെസ്, കാണുന്നില്ലേ ചോദിച്ചതും ഇതിൽ വന്നു. യെസ്, വേറൊന്നും വന്നിട്ടില്ല കേട്ടോ. ഓക്കെ, യെസ്, സ്പാമായി പോകുന്നുണ്ടാവും. കാണുന്നില്ല, സീരിയസ്ലി കാണുന്നില്ല. ഓക്കെ, ചോദിക്കണം കേട്ടോ ഒന്നുകൂടി. സോ നോക്കിക്കോ, CF എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ക്ലാസ് പ്രൊസീഡിങ് ദ മീഡിയൻ ക്ലാസ്. ചില നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇതിൽ വരൂല കേട്ടോ. അപ്പോൾ അത് അങ്ങനെയുണ്ട്. ഇപ്പോൾ ചില കുട്ടികൾ ക്ലാസ് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം മെസ്സേജ്, ഞാൻ സാർ അങ്ങനെ ചോദിച്ചിരുന്നു, സാർ കണ്ടില്ല, മൈൻഡ് ആക്കിയില്ല എന്ന് പറയും. ശരിക്കും ഇത് കാണാത്തതുകൊണ്ടാണ്, അത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണേ. ഓക്കെ, റെഡി. സോ F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ്. യെസ്, മീഡിയൻ ക്ലാസ്. ആൻഡ് H ക്ലാസ് സൈസ്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധിച്ചേട്ടോ. ഇവിടെ നമുക്ക് മാർക്ക് തന്നിട്ടുണ്ട്, മാർക്ക് ഇൻ്റർവെൽ തന്നിട്ടുണ്ട്, ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നിങ്ങൾ എഴുതേണ്ട എന്താ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. എന്താ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി? CF. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി CF. അപ്പോൾ CF നോക്ക്, ഇവിടെ 5 + 3 8, 8 + 4 12, ഇങ്ങനെ കൂട്ടി ചെയ്ത് ആഡ് ചെയ്ത് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മീഡിയൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എല്ലാ നമ്പറും കൂട്ടുക. ഈ 5ലേക്ക് 3 കൂട്ടുക, അവിടെ 8 ആയി. 8ലേക്ക് വീണ്ടും 4 കൂട്ടുക, അപ്പോൾ 12. 12ലേക്ക് 3 കൂട്ടുക, 15. 15ലേക്ക് 3 കൂട്ടുക, അങ്ങനെ കൂട്ടി പോവുക. അപ്പോൾ ലാസ്റ്റ് വരെ കൂട്ടി, ലാസ്റ്റ് 45ലേക്ക് 8 കൂട്ടിയാൽ 53. അപ്പോൾ ഇവിടെ ടോട്ടൽ 53 എണ്ണം ഉണ്ട്. മനസ്സിലായി? ടോട്ടൽ എത്ര ഉണ്ട്? 53 എണ്ണം ഉണ്ട്. 53 ശ്രദ്ധിച്ചോ, 53 എണ്ണം ഉണ്ട്. ആ 53 ഓഡാണോ ഈവൻ ആണോ? ഓഡ് നമ്പർ അല്ലേ? 53 ഓഡ് നമ്പർ അല്ലേ? സോ നോക്കൂ മക്കളെ, 53 ഈസ് ഈക്വൽ ടു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2 ടേം ആണ് എന്ത്? n+1/2 ടേം ആണ് മീഡിയൻ. അപ്പോൾ മീഡിയൻ ഇസ് ഈക്വൽ ടു 53 + 1/2. 53 + 1 എന്ന 54. സോ 54ൻ്റെ പകുതി 54/2 ടേം ആണ് എന്ത്? മീഡിയൻ. ദാറ്റ്സ് ഈക്വൽ ടു 54ൻ്റെ പകുതി എത്രടാ? 27. 54ൻ്റെ പകുതി 27. 27th ടേം. 27th ടേം ആണ് ഇവിടെ മീഡിയൻ. ശ്രദ്ധിച്ചോട്ടോ, നല്ലോണം ശ്രദ്ധിച്ചോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കേട്ടോ, ഇത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, 27ാമത്തെ ടേം ആണ്. ആ 27ാമത്തെ ടേം ഇതിൽ എവിടെ നോക്കട്ടോ, ശ്രദ്ധിച്ചോ. 27 5 8 12 15 18 22 22 കഴിഞ്ഞ് 29. അപ്പോൾ നോക്കി, ഈ 22 കഴിഞ്ഞിട്ട് 29 ഇതിലല്ലേ? 22 കഴിഞ്ഞിട്ടല്ലേ 27ാമത്തെ ടേം. അപ്പോൾ ഈ 22 കഴിഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം ഇതാണ് നമ്മുടെ മീഡിയൻ ക്ലാസ്. ഇതാണ് മീഡിയൻ ക്ലാസ് ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇതാണ് മീഡിയൻ ക്ലാസ്. യെസ്, 27 ആണ്
27th ടേം ആയതുകൊണ്ട് ഇതാണ് മീഡിയൻ ക്ലാസ്. സോ ഇത് മീഡിയൻ ക്ലാസ് ആയിട്ട് സെലക്ട് ചെയ്തു. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി ഓരോന്നും നമ്മൾ എടുത്ത് ചെയ്താൽ യെസ് ഫസ്റ്റ് എൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റാണ് എൽ. മീഡിയൻ ക്ലാസിൻ്റെ ലോവർ ലിമിറ്റ് നമ്മൾ ആ മീഡിയൻ ക്ലാസ്സോടെ വട്ടിട്ട് വെക്കുക. അതിൻ്റെ ലോവർ ലിമിറ്റ് അതിൻ്റെ ഫസ്റ്റ് താൾ 60 അതാണ് എൽ ഇസ് ഈക്വൽ ടു 60. ആൻഡ് നെക്സ്റ്റ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ 53. ഇവിടെ ടോട്ടൽ എണ്ണമാണിത് എൻ. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ 53. ആൻഡ് സി എഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. സി എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വട്ടിട്ട് വെച്ചില്ലേ, ആ വട്ടിട്ട് വെച്ച് 27 ഇവിടെ ഉള്ളത്, ഇതിലുള്ള 27ാമത്തെ ഉള്ളത്, അതിന് തൊട്ട് മുകളിലത്തെ ആള്, അതിൻ്റെ തൊട്ട് മുകളിലത്തെ ഇവനാണ്. അതാണ് സി എഫിന് പകരം കൊടുക്കേണ്ടത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സി എഫിന് പകരം കൊടുക്കേണ്ടത്. അപ്പോൾ സി എഫ് എന്ന് പറഞ്ഞാൽ 22. റെഡി ആണല്ലോ? യെസ്. ആൻഡ് ഫ്രീക്വൻസി എഫ് എന്ന് പറഞ്ഞാൽ ഈ മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസിയാണ് എഫ്. ആ മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസിയാണ് എഫ്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ 7 ആ മീഡിയൻ ക്ലാസിൻ്റെ ഫ്രീക്വൻസി. ആൻഡ് എച്ച് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ എന്ത്? യെസ് ക്ലാസ് സൈസ് എത്ര? യെസ് ഇവിടെതാ ഈ സൈസ് 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50 ഒക്കെ എന്താണ്? 10 അല്ലേ അതിൻ്റെ സൈസ്? ഡിസ്റ്റൻസ് 10 അല്ലേ? യെസ്. അപ്പം സൈസ് എന്ന് പറഞ്ഞാൽ എച്ച് ഇസ് ഈക്വൽ ടു 10. സോ എച്ച് ഇസ് ഈക്വൽ ടു 10. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? സോ മക്കളെ ഇനി നമ്മുടെ ഈക്വേഷൻ അങ്ങോട്ട് കൊടുക്കുക. മീഡിയൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഈ ഇക്വേഷനിൽ ഡയറക്റ്റ് കൊടുത്താൽ മീഡിയൻ കിട്ടി. സെറ്റാണോ? ഇവിടെ റെഡി ആണോ? സെറ്റ് ആണോ? യെസ്. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി ഇതാ എല്ലിന് പകരം എന്താ? ഇവിടെ 60 കൊടുക്കുക. അതാണ് ഈ 60. ആൻഡ് n/2 n എത്ര? 53. 53/2 53ൻ്റെ പകുതി 26.5. ആൻഡ് സി എഫ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി സി എഫ് ഇതാ ഇവിടെ 22. ആ 22 കൊടുത്തു. ആൻഡ് എഫ് എന്ന് പറഞ്ഞാൽ ആ മീഡിയം ക്ലാസിൻ്റെ ഫ്രീക്വൻസി 7. ആൻഡ് ഇതാ 7 കൊടുത്തു. എച്ച് യെസ് ക്ലാസ് സൈസ് എച്ച് ഇസ് ഈക്വൽ ടു 10. ആൻഡ് ഡയറക്റ്റ് ചെയ്യാതെ 60 പ്ലസ് 26.5 മൈനസ് 22 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 45 ഡിവൈഡഡ് ബൈ 7. 45/7 പ്ലസ് 60 ഈക്വൽ ടു 66.4. സെറ്റാണോടാ? ക്ലിയർ ആണോ? സെറ്റുമസ റെഡി ആണോടാ? യെസ്. സെറ്റാണോ? സോ മക്കളെ ഇതാണ് എന്ത്? യെസ് നമ്മളെ മീഡിയൻ ഓഫ് ഗ്രൂപ്പ് ഡാറ്റ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. മോഡ് പഠിച്ചു, മീഡിയൻ പഠിച്ചു, ആൻഡ് മീന് 3 മെത്തേഡ് പഠിച്ചു. സെറ്റാണോ? യെസ്. ആ 3 മെത്തേഡും സെറ്റാക്കുക, റെഡിയാക്കുക. സോ മക്കളെ ലാസ്റ്റ് ഈ ഒരു ഇക്വേഷനും കൂടി എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. ഈ ഇക്വേഷനും നിങ്ങൾക്ക് ആവശ്യമുണ്ടാവും. യെസ് 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. 3 മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് പ്ലസ് 2 മീന് ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ. ശ്രദ്ധിച്ചു പഠിച്ചോ. 3 മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് പ്ലസ് 2 മീൻ. 3 മീഡിയൻ ഇസ് ഈക്വൽ ടു മോഡ് പ്ലസ് 2 മീൻ. മക്കളെ ഇത് അടിപൊളിയായിട്ട് പഠിച്ചു. നമ്മളെല്ലാ ഇക്വേഷനും സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അടിപൊളിയാക്കി പഠിച്ചിട്ടുണ്ട്. 5 ചാപ്റ്റർ ഞാനിപ്പോൾ സെറ്റാക്കി തന്നു. സോ മക്കളെ ഇത് ഫുള്ള് ഫോർമുല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത ഒരു ലൈവാണ്. ഫുൾ ഫോർമുലാസ് ഫുൾ കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സമയം ഏകദേശം 11:15. സോ എൻ്റെ ഒപ്പം ഇരുന്ന് ഇവിടെ പഠിച്ച എൻ്റെ എല്ലാ മക്കൾക്കും യെസ് നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ മക്കളെ. എല്ലാവരും എന്ത് ചെയ്യുക? ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഈ കോൺസെപ്റ്റ് ഒക്കെ വെച്ച് ഇതിൻ്റെ നോട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. യെസ് എല്ലാ ചാപ്റ്ററിനും ഇക്വേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള കൃത്യമായൊരു നോട്ടാണ് ഇവിടെ ഉള്ളത്. ഈ നോട്ട് കൃത്യമായി നിങ്ങൾക്ക് കിട്ടും. യെസ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ. സോ മക്കളെ എല്ലാവരും സൂപ്പറായിട്ട് പഠിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻ ഞാൻ വീണ്ടും പറയുന്നു. മാത്സിലാവട്ടെ ഏതിലായാലും നിങ്ങൾക്ക് നല്ല ഹൈ സ്കോർ വേണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാണ് വേണ്ടത്. സോ അടിപൊളിയായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനി നെക്സ്റ്റ് അടുത്ത ലൈവിൽ കാണാം. സോ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ആൻഡ് നിങ്ങൾ എന്ത് ചെയ്യുക? സെറ്റായിട്ട് പഠിക്കുക മക്കളെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ ബൈ ബൈ. സുബാനിയാ തേരി ലാ 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 ലാ. ഓക്കെ. ബൈ. സീ യു നെക്സ്റ്റ് ക്ലാസ്.